എൻ്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ്. 1952 നവംബർ 18 ചങ്ങനാശ്ശേരി നമ്പിമഠം കുടുംബത്തിലാണ് ജനിച്ചത്. അവിടെ പ്രൈമറി സ്കൂളിൽ എൻ്റെ പിതാവ് അധ്യാപകനായിരുന്നു. പ്രൈമറി സ്കൂൾ വടക്കക്കര പ്രൈമറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ആദ്യത്തെ 4 ക്ലാസ് വരെ. അതിനുശേഷം SB ഹൈസ്കൂളിൽ 10ാം ക്ലാസ് പഠിച്ചു. 10ാം ക്ലാസ്സിൽ 68 പാസ്സായി. അതിനുശേഷം SB കോളേജിൽ 68 മുതൽ 73 വരെ പഠിച്ചു. ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിരുന്നു. സാഹിത്യത്തിൽ ചെറുപ്പം മുതലേ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ചെറുപ്പം വരെ ഏണ്ടൊക്കെ കുത്തിക്കുറിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും പബ്ലിഷ് ചെയ്തിട്ടൊന്നുമില്ല. ചെറിയ ചെറിയ കവിതകൾ ശകലങ്ങളൊക്കെ ആയിരുന്നു കുറിക്കുന്നത്. പിന്നെ കഥ എഴുതാനും നോവൽ എഴുതാനും ഒക്കെ വലിയ താല്പര്യമായിരുന്നു. അതിന് ശേഷം അവിടെ തന്നെ ജോലി, പിന്നെ ഞാൻ SB കോളേജിൽ പഠനം കഴിഞ്ഞ ശേഷം കുറേ വർഷം പാരലൽ കോളേജിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്തു. ഇംഗ്ലീഷായിരുന്നു പഠിപ്പിക്കുന്നത്. അങ്ങനെ 5 സ്ഥലത്ത് ഒരേ സമയം ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് പ്രവർത്തിച്ചു. അതിനുശേഷം KSRTCയിൽ 7 വർഷം ജോലി ചെയ്തു. ആദ്യത്തെ പോസ്റ്റിങ് തൃശ്ശൂരായിരുന്നു. അതിനുശേഷം ചങ്ങനാശ്ശേരി വന്നു. ചങ്ങനാശ്ശേരിയിൽ 85 വരെ ജോലി ചെയ്തതിന് ശേഷമാണ് അമേരിക്കയ്ക്ക് വന്നത്. എൻ്റെ പിതാവിൻ്റെ പേര് തോമസ് ദേവസ്യ നമ്പിമഠത്തിൽ, ദേവസ്യ സാറെന്ന് പറയും. അമ്മയുടെ പേര് അന്നമ്മ ദേവസ്യ. 8 സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേര് ഒരാൾ ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഒരാൾ അമേരിക്കയിലേക്ക് വരാനായിട്ട് ഞാൻ വീസ എല്ലാം റെഡിയാക്കിയിരുന്നപ്പോഴത്തേക്ക്, പിന്നെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേനും ഒരാൾ അവിടെ വെച്ച് മരിച്ചു. അതിനുശേഷം ഞാൻ 85 അമേരിക്കയിൽ വന്നതിന് ശേഷം നാട്ടിൽ വെച്ച് എഴുതാൻ തുടങ്ങിയതാണ്. കോളേജിൽ പഠിച്ചിരുന്ന കാലം മുതലെയൊക്കെ എഴുതിയ കഥകൾ ഇപ്പോഴും കയ്യിലിരിപ്പുണ്ടൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതിന് ശേഷം 1975 അടിയന്തരാവസ്ഥ കാലത്ത്, അന്നത്തെ നല്ല കാലാവസ്ഥ, അതായത് എല്ലായിടത്തും അച്ചടക്കവും ഓഫീസുകളെല്ലാം നല്ല പ്രവർത്തനമൊക്കെ ചെയ്തപ്പോഴത്തേക്കിന് അത് കണ്ടുകൊണ്ട് ഒരു കവിത എഴുതി. പക്ഷേ രാഷ്ട്രീയമായ യാതൊരു ചിന്താഗതിയും അതിനകത്തില്ല. നല്ല ഒരു സമയം, നല്ല അന്തരീക്ഷം, നല്ല അച്ചടക്കമുള്ള അന്തരീക്ഷമൊക്കെ കണ്ടുകൊണ്ട് എഴുതിയ ഒരു കവിതയാണ്. അത് രാഷ്ട്രീയമൊന്നുമില്ല. എങ്കിലും അടിയന്തരാവസ്ഥ കാലത്താണ് അത് എഴുതിയത്. അത് പിന്നീടാണ് പ്രസിദ്ധീകരിച്ചത്. ആദ്യമൊന്നും പ്രസിദ്ധീകരിച്ചില്ല. പിന്നീട് പിന്നെ ദീപികയിലും കേരളഭൂഷണത്തിലും എല്ലാം എഴുതിയിട്ടുണ്ട്. കഥകളും കവിതകളും ലേഖനങ്ങളും ഒക്കെ. ദീപികയിൽ ഏറ്റവും ആദ്യമായിട്ട് വന്നത് അവിടെ നിന്ന് ദീപിക, കേരളഭൂഷണം, അങ്ങനെ പല പത്രങ്ങളിലും പ്രസിദ്ധീകരിച്ചു. 75 ദീപികയിലും മുഖ്യ ലേഖനമായിട്ട് വന്നത് ഓണം ഒരു മാതൃകാ ലോക സങ്കല്പം എന്ന ലേഖനമാണ് ആദ്യമായിട്ട്, പ്രധാന ലേഖനമായിട്ട് വന്നത്. പിന്നീട് കേരളഭൂഷണത്തിൽ കഥകൾ പലതും വന്നു. അതിനുശേഷം 85 അമേരിക്കയിലേക്ക് വന്നു. ഇവിടെ വെച്ച് എഴുത്ത് തുടരുന്നു. 4 പുസ്തകങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 5ാമത്തെ പുസ്തകം ഈ വർഷം അവസാനത്തോടെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഒരു 85 തൊട്ട് 2000 വരെ ഞാൻ മെസ്കീറ്റിലാണ് താമസിച്ചിരുന്നത്, ഡാളസിൽ. അത് കഴിഞ്ഞ് 2020 ഇവിടെ വീട് മേടിച്ചു. ഇപ്പം മിസോറി സിറ്റിയിൽ താമസിക്കുന്നു. 3 മക്കളുണ്ട്. പിന്നെ 2 പേരും കല്യാണം കഴിച്ചു. ഏറ്റവും ഇളയ ആള് ഓട്ടിസം ഉള്ള ഒരു കുട്ടിയാണ്. 35 വയസ്സുണ്ട്. താങ്ക് യു സർ. ഇത്രയും വിവരങ്ങൾ തന്നതിൽ വളരെ സന്തോഷം. കാലാവസ്ഥ പ്രതികൂലമായാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. താങ്ക് യു. ആയിക്കോട്ടെ. സാറിൻ്റെ വീട്ടുപേര് പറഞ്ഞത് ജോസ് നമ്പിമഠം. നമ്പിമഠം, അത് കുടുംബ പേരാണ്? കുടുംബം പേര്. ഓ, അത് ശരി. ഇപ്പോഴും ആകുന്ന പേരിൽ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ പേരിൻ്റെ കൂട്ടത്തില് നമ്പിമഠം പ്രധാനമായിട്ടുള്ളൂ. മറ്റുള്ളവരല്ലേ ഇപ്പം എൻ്റെ അനിയൻ്റെയും ചേട്ടൻ്റെയും ഒക്കെ പേര് തോമസ് സെബാസ്റ്റ്യൻ എന്നുള്ളൂ. ഇത് അമേരിക്ക വരാൻ നേരത്ത് 3 പേര് വേണമല്ലോ. അങ്ങനെ എൻ്റെ പേരിൻ്റെ കൂടെ നമ്പിമഠം കൂടെ ചേർത്താണ്, ഫാമിലി നെയിം കൂടെ ചേർത്തിട്ടുള്ള. അപ്പം ഇപ്പം ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഒരു കസിന് പാട്ടുകളൊക്കെ എഴുതുന്ന ഒരാളുണ്ട്. ഒരു പുള്ളി തോമസ് നമ്പിമഠം എന്നാണ് പേര് എഴുതുന്നുണ്ടല്ലേ? അപ്പൊ എന്നാലും പ്രധാനമായിട്ടും അമേരിക്കയിലാകെയുള്ള ഒരു നമ്പിമഠം പേരുള്ളത് ഞാനേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. അത് ശരി. സാറിന്റെ പിതാവ് അധ്യാപകനായിരുന്നു. അത്
കാത്തലിക് മാനേജ്മെന്റ് സ്കൂളിലായിരുന്നോ അതോ അല്ല വടക്കേക്കര പിന്നെ ഈ ഗവൺമെന്റ് സ്കൂൾ സ്കൂളിലെ അധ്യാപകനായിരുന്നു? അത് ശരി. ചങ്ങനാശ്ശേരി വരുന്നതിന് മുമ്പ് അദ്ദേഹം എവിടെയൊക്കെ ജോലി ചെയ്തിരുന്ന ഓർമ്മയുണ്ടോ? ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തോ അവിടെ ഇവിടെ 1-2 സ്ഥലത്തിന്റെ പേര് പറഞ്ഞ ഞാൻ പക്ഷെ ഓർക്കുന്നില്ല. സർക്കാർ സ്കൂളിൽ അധ്യാപകൻ. അതുകൊണ്ട് നേരത്തെ പല ദൂരെയുള്ള പല തിരുവനന്തപുരത്തോ പ്രദേശങ്ങളിൽ ആദ്യം ദൂരേക്കൊക്കെയാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ഓർമ്മ മുതല് ചങ്ങനാശ്ശേരി തന്നെയുണ്ട്. വടക്കേക്കരയാണ്. അത് ശരി. വടക്കേക്കര ചങ്ങനാശ്ശേരിയുടെ അടുത്തുള്ള വടക്കേക്കര എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു 2-3 മൈൽ ദൂരം വരും. ചെത്തിപ്പുഴ പറഞ്ഞാൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് അറിയാം. ചെത്തിപ്പുഴ ആശുപത്രി, കുരിശുമൂട് ഇതിനൊക്കെ കഴിഞ്ഞ ഇത്തിത്താനത്തോട്ട് പോകണ്ട. അത് 2 വഴിയാണ്. അതായത് പിന്നെ കുരിശുമൂട്ടിൽ നിന്ന് വരുമ്പോഴത്തേനും ഒരു വഴി ഇത്തിത്താനം ആ ഭാഗത്തേക്ക് പോകും, ഒരു വഴി പിന്നെ വടക്കേക്കരയ്ക്ക് പോകും. ആ വഴി എന്ന് ചേരുന്നത് പാലാത്രച്ചിറയിലാണ്, MC റോഡിൽ, കോട്ടയം MC. അപ്പം ശരിക്കും പറഞ്ഞാൽ വാഴൂർ റോഡിനും കോട്ടയം MC റോഡിനും SB ഞങ്ങളുടെ അവിടുന്ന് പിന്നെ വേറെ വഴിയാണ്, പല വഴിയിൽ കൂടെ പോവാം. അതായത് മോർക്കുളങ്ങര അനന്താശ്രമമൊക്കെ വഴിയാണ് ഞങ്ങളൊക്കെ അന്ന് നടന്നു പോയിക്കൊണ്ടിരുന്നത്. SB ഹൈസ്കൂളിലാണ് ആദ്യം 4 വയസ്സ് വരെ ഞാൻ 4-ാം ക്ലാസ് വരെ വടക്കേക്കര പഠിച്ചു. ഫാദറിന്റെ പഠിപ്പിക്കുന്ന സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 4-ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ SB ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയായിരുന്നു. അപ്പം അവിടെ കൊണ്ട് എന്നെ ചേർത്ത്. അവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം ചങ്ങനാശ്ശേരിയിൽ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ 2ാമത്തെ ബാച്ച്, ആദ്യത്തെ ബാച്ച് SH-ലാണെന്നാണ് എൻ്റെ ഓർമ്മ, 2ാമത്തത് SB-യിലാണ് തുടങ്ങിയത്. അവിടുത്തെ 2ാമത്തെ ബാച്ചിലാണ് ഞാൻ 5-ാം ക്ലാസ് മുതൽ പഠിത്തം തുടങ്ങിയത്. അന്ന് ഇംഗ്ലീഷ് മീഡിയം തുടങ്ങാനുള്ള കാരണം എന്തെങ്കിലും അറിയാമോ? നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പലതും നമ്മൾ കാത്തലിക് മാനേജ്മെന്റുകളാണ് കൂടുതലും തുടങ്ങിയത്. അതായത് ചങ്ങനാശ്ശേരിയിൽ ആദ്യം തുടങ്ങി, അതും പിന്നെ ഇത് SH ഹൈസ്കൂൾ എന്ന് പറയുന്നത് അവിടെ നല്ല 100% പിന്നെ ഈ പിന്നെ ഇതൊക്കെ കിട്ടുന്ന നല്ല ഒരു സ്ഥാപനമാണ്. അതും കാത്തലിക് മാനേജ്മെന്റിലുള്ളതാണ്. SB ഹൈസ്കൂളും അതുപോലെ തന്നെ കാത്തലിക്കിന്റെ. അപ്പം അതും പോരാഞ്ഞിട്ട് എൻ്റെ അപ്പൻ്റെ ചേട്ടൻ പേരപ്പൻ അവിടെ അധ്യാപകനായിരുന്നു SB ഹൈസ്കൂളിൽ. അത് മാത്രമല്ല ചങ്ങനാശ്ശേരി MLA CF സാറും ഒക്കെ ആ സമയത്ത് എന്നെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നവരാണ്. ശരി. അങ്ങനെ നല്ല പ്രശസ്തരായ അധ്യാപകന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അത് ഇംഗ്ലീഷ് മീഡിയം തുടങ്ങാന്നുള്ള അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് മീഡിയത്തിന് നല്ല ഡിമാൻഡുള്ള കാലമാണ്. അപ്പം ചങ്ങനാശ്ശേരിയിൽ ആദ്യത്തെ SH തുടങ്ങി, 2ാമത് ചങ്ങനാശ്ശേരി SB ഹൈസ്കൂളിൽ തുടങ്ങിയപ്പോൾ എന്നെ 5-ാം ക്ലാസ് മുതൽ അവിടെ ചേർത്തു. അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു തുടക്കത്തിൽ? അത് ഇൻട്രസ്റ്റ് ആയിരുന്നു? ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒക്കെ പഴയ കാലങ്ങളിൽ ഒരു എന്തുവാ ഡിക്ഷണറി പോലും നമുക്ക് ഇല്ലാത്ത ഒരു കാലത്ത് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ കാര്യം നമ്മൾ മലയാളം പിന്നെ തന്നെ ശരിക്കും അറിയാൻ മേലാത്ത പിള്ളേരെ ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അതൊക്കെ അതിന് ശീലമായി. അന്ന് പഠിപ്പിച്ച സാർമാര് ഇംഗ്ലീഷിൽ എങ്ങനെയായിരുന്നു? ഇംഗ്ലീഷിൽ തന്നെ പറയണോ എടുക്കണമെന്നോ നിർബന്ധമായിരുന്നു. അവിടെ പിന്നെ ഒരു OJ വർഗീസ് സാർ എന്നും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. പിന്നെ ക്ലാസ് ടീച്ചർ നേരത്തെ ഒരു തൈക്കാട്ടുശ്ശേരി സാറുള്ള നാടകമൊക്കെ എഴുതുന്ന ഒരു അധ്യാപകനായിരുന്നു. നല്ല കഴിവുള്ള ആ സാറായിരുന്നു നേരത്തെ ക്ലാസ് ടീച്ചർ. പോയി കഴിഞ്ഞാൽ 7-ാം ക്ലാസ് വരുമ്പോഴത്തേക്ക് OJ വർഗീസ് സാർ എന്നും പറഞ്ഞൊരു സാറാണ്. പുള്ളി ക്ലാസ്സിലിങ്ങനെ പഴമൊക്കെ കൊണ്ടുവന്ന് വെച്ച് പിള്ളേർക്ക് ഓരോരുത്തരെ വിളിക്കും. എന്നിട്ട് തിന്നോണ്ടിരിക്കുന്നവരെ ചോദിക്കും വാട്ട് യു ഡൂയിങ്. കാരണം നമ്മൾ പറയണം പഴം വായിട്ടുണ്ട് ഇറക്കാൻ പറ്റില്ല, ഐ എം ഈറ്റിംഗ് ബനാന എന്നൊക്കെ പറഞ്ഞിങ്ങനെ വളരെ രസകരമായിട്ടുള്ള ക്ലാസ്സുകളാണ്. അങ്ങനെ എൻ്റെ പുള്ളിയുടെ ആ സാറിന്റെ വൈഫും പിന്നെ എൻ്റെ ഫാദറിന്റെ കൂടെ വടക്കേക്കര സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ കൂട്ടുമ്മൽ സാറ്, നൈനാൻ സാർ എന്ന് പറഞ്ഞ് കണക്ക് പഠിപ്പിക്കുന്ന, അതുപോലെ ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു KJ മാത്യു എന്ന് പറഞ്ഞ ഒരാള്. ഇവരെ നല്ല അടിയും കിട്ടുമായിരുന്നു. വിദ്യാഭ്യാസ രീതി അതാണല്ലോ, വിദ്യാഭ്യാസ രീതി. ചൂരലുകൊണ്ടുള്ള അടിയൊക്കെ ഒത്തിരി കിട്ടുമായിരുന്നു. ഈ ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ ചൂരലിങ്ങനെ ചൂരലും വെച്ച് ഇങ്ങനെ നടക്കും. എന്നിട്ട് ക്ലാസ്സിൽ ആരെങ്കിലും പുറത്ത് ഇപ്പൊ ആരെങ്കിലും നിർത്തിയിട്ടുണ്ട് അവരെ അടിയും കൊടുക്കും. കണക്ക് സാറന്മാരാണെങ്കിലും ഒത്തിരി അടിയൊക്കെ തന്നു. സാർ ഫാദറിനെ പറ്റി പറഞ്ഞു. മദറും സ്കൂളിലെ ടീച്ചറായിരുന്നു? സെയിം സ്കൂളിൽ തന്നെ അല്ല, ജോലി ഇല്ലായിരുന്നു. മദർ ഹൗസ് വൈഫ്. ഓക്കെ. അന്ന് അങ്ങനെ പെണ്ണുങ്ങളധികം കുറവാ ഇല്ലെന്നല്ല. എന്നെ പഠിപ്പിച്ച സ്കൂളിൽ ഒത്തിരി പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ പാർവതി ടീച്ചർ, ജാനകി ടീച്ചർ, അങ്ങനെ കുറച്ച് ടീച്ചർമാരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ മദർ എന്ന് പറഞ്ഞാൽ എരവിചിറ തോട്ടക്കാട്ട് പിന്നെ കുടുംബം. അപ്പം അവരൊന്നും അങ്ങനെ വലിയ വിദ്യാഭ്യാസമൊന്നും ഉള്ള ആൾക്കാരൊന്നും അല്ല. അതെ അതെ, അത് ശരി. സാറിന്റെ സിബ്ലിങ്സ്, സാർ എത്രാമത്തെ മകനായിരുന്നു? ഞാൻ ആക്ച്വലി പറഞ്ഞാൽ മൂന്നാമനാണ് കണക്കിൽ. പക്ഷേ എൻ്റെ മൂത്തത് ഒരു പിന്നെ തോമസ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാളാണ്. പുള്ളിയുടെ ഇളയതായിട്ട് ഒരാളുണ്ടായിരുന്നു. ആ പുള്ളി ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. അങ്ങനെ ഞാൻ കണക്കിന് മൂന്നാമനാണ്. മരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമത്. ശരി. വീട്ടിൽ അന്ന് ഇളയത്തുങ്ങളെയൊക്കെ നോക്കുന്ന കാര്യത്തിലൊക്കെ സാറിന് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? അവർ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ മൊത്തം പിന്നെ ഈ മരിച്ച ആൾ കൂടാതെ 8 പേരുണ്ടായിരുന്നു. അതില് ഞാൻ മൂന്നാമൻ. കണക്ക് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞപ്പോൾ രണ്ടായി. ബാക്കി പിന്നെ 2 സഹോദരിമാരുണ്ട്. പിന്നെ അതിന്റെ ശേഷം 3 ആൺപിള്ളേരായിരുന്നു. അവരൊക്കെ കുഞ്ഞിലെ പിന്നെ എടുത്തുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്ത ഓർമ്മയുണ്ട്. ശരി. സാറ് കളരിയിലൊക്കെ പോയതായിട്ട്? കളരിയൊക്കെ പറഞ്ഞാൽ അത് ഇപ്പോഴും കവിതകളിൽ പോലും ഞാൻ ലേഖനത്തിലും ഒക്കെ പലപ്പോഴും ചില കവിതകളിലൊക്കെ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. കളരി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത്, അതായത് വീടിൻ്റെ പുറകിലേക്ക് ഇങ്ങനെ കണ്ടം കിടക്കുക. വീട് പിന്നെ വസ്തു കുറച്ച് നീളത്തിൽ പുറകോട്ട് കിടപ്പുണ്ട്. അതിൻ്റെ പുറകിൽ ഒരു കണ്ടം, അതിൻ്റെ അപ്പുറത്തായിട്ടാണ് ഈ ആശാൻകളരി. പിന്നെ കിട്ടുശാരെന്നോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വിളിച്ചിരുന്ന പേര്. അതായത് ആശാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഒരു തോർത്ത് കൊടുത്ത അകത്ത് പോണം കാണാവുന്ന രീതിയിൽ എപ്പോഴും ഒരു ഒറ്റമുണ്ട് അത് എടുത്തോണ്ട് നടക്കുന്നതാണ് ആശാൻ. ആശാന്റെ ഓർമ്മകളെന്ന് പറഞ്ഞാൽ കളരി ചെല്ലുമ്പോഴത്തേക്കിന് പിന്നെ ഞാൻ 3-3.5 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മളെ കളരി ചേർക്കുന്നത്. പുള്ളി ഒരു കുഴപ്പമില്ല വെച്ചാൽ ഈ അകംതൊടയിലാണ് സ്പിച്ച് തരുന്നത്. അത് വൈകിട്ട് അമ്മ കുളിക്കാൻ വിളിക്കുമ്പോഴത്തേന് നമ്മൾ തൊലിയൊക്കെ കരിവാളിച്ച് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് കാരണം എനിക്ക് കളരി പോകാൻ പേടിയാണ്. അത് കഴിഞ്ഞപ്പോ കുസൃതി കാണിച്ചതിനാണോ അതോ നമുക്ക് അന്നത്തെ ഓർമ്മയുണ്ടോ? അന്നത്തെ ഒരു രീതിയാണ് പിച്ചുക, തെല്ലുക, പിച്ചുക. ഇതൊക്കെ അന്നത്തെ അക്സെപ്റ്റബിൾ. കളരി മുതലേ ഉള്ള ഈ പണിഷ്മെന്റ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അക്സെപ്റ്റബിൾ ഇതാണ്. അന്നാരും ചോദിക്കത്തൊന്നുമില്ല. പിന്നെ അമ്മ വൈകിട്ട് കുളിക്കാൻ പിടിപ്പിക്കുമ്പോഴത്തേക്കിനാണ് എന്റെ കാലിലെ ഇപ്പോഴത്തെ പാടൊക്കെ കാണുന്നത്. പക്ഷെ എന്നിട്ടും നിർത്തിയതായിട്ട് എനിക്കറിയില്ല. പിന്നെ ആ പിച്ച് കിട്ടുന്ന പേടി കൊണ്ട് എനിക്ക് കളരി പേടിയായിരുന്നു. കളരി പഠിക്കാനൊക്കെ ഇഷ്ടമാണ്. കാര്യം അവിടെ പോയി ഇരുന്നുകൊണ്ട് ചോദിച്ചാൽ ഒരു ചെറിയൊരു ഷെഡ് പോലെ എടുത്തിട്ട് ഈ മണ്ണൊക്കെ വിരിച്ച്, മുറ്റത്തല്ല, അവരുടെ വീടിന്റെ ഒരു നായർ കുടുംബമാണ്. അതിലെ പിന്നെ മൂത്ത ആളാണ് ഈ ആശാൻ എന്ന് പറയുന്നത്. ആശാന്റെയാണ് കളരി. അപ്പൊ അവിടെ പിന്നെ ഈ തറയില് പിന്നെ മണ്ണ് വിരിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ചെറിയ തഴപ്പായില്ലേ, ചെറിയ ആ തഴപ്പായ ചുരുട്ടി അന്ന് ഓലയില പിന്നെ ഈ അതായത് ഈ ഓല പിന്നെ ഉണങ്ങിയത് കോട്ടി അതിന്റെ അറ്റം വെട്ടി, അത് പുള്ളിയുടെ കുറെ ഓല ഉണ്ടാവും. അത് നമ്മുടെ ആവശ്യം അനുസരിച്ച് അതെടുത്ത് പിന്നെ കട്ട് ചെയ്ത് അതിന്റെ അറ്റം ഇങ്ങനെ കുമ്പിള് കൂട്ടുന്ന പോലെ ഇങ്ങനെ കൂട്ടി മടക്കി അതിന്റെ അറ്റം മുറിച്ച് പിന്നെ അതേലാണ് നാരായണം കൊണ്ട് എഴുതുന്നത്. ആ എഴുതുന്ന അക്ഷരങ്ങൾ തെളിയിക്കാൻ വേണ്ടി നമ്മൾ ഈ ചെമ്പരത്തിപ്പൂ തൂക്കുമ്പോഴത്തേക്കും ചുമന്ന് വരും അക്ഷരങ്ങൾ. അപ്പൊ ഈ പേടി കാരണം, ഞാൻ ഈ പിച്ച് കിട്ടുന്ന പേടി കാരണം എനിക്ക് പോകാൻ വലിയ മടിയായിരുന്നു. അപ്പോഴത്തേക്കിന് അച്ചായനെ അധ്യാപകനായതുകൊണ്ട് പിന്നെ എടുത്തോണ്ടാ പോകുന്നത്. എന്നെ എടുത്ത് തോളെ ഇട്ടോണ്ട് പോകും. ഞാനും അച്ചായന്റെ തോളയിലൊക്കെ കടിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഈ കളരി ചേർത്തപ്പം കൂട്ടത്തിലുള്ള സഹോദരങ്ങളോ സഹോദരിമാരോ ആരെങ്കിലും നന്നായിട്ട് ഓർമ്മയുണ്ടോ? ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് തോന്നുന്നു ചേട്ടനെ അതിന് മുമ്പ് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞ് പ്രൈമറി സ്കൂളിൽ സാർ പറഞ്ഞ് അത് കഴിഞ്ഞ ഇതെല്ലാം എൻ്റെ വീടിന്റെ വടക്കേക്കര ഒരു ജംഗ്ഷൻ ഉണ്ട്, ഒരു ചെറിയ ജംഗ്ഷൻ. ആ ജംഗ്ഷനില് പിന്നെ തൊട്ടടുത്തായിട്ടാണ് വീടിന്റെ പുറകിലായിട്ട് കളരിയും, മുന്നിലൊരു പിന്നെ ഒരു 100-300 അടി അകലെ, അത്ര അകലേ ഉള്ളൂ. സ്കൂളിൽ നിന്ന് വിളിച്ചാൽ അവന്റെ വീട്ടിൽ കേൾക്കാം. അതുപോലെ അടുത്താണ്. ഫാദർ ആ സ്കൂളിൽ തന്നെ? ആ സ്കൂളിലായിരുന്നു. റിട്ടയർ ചെയ്തു അവിടുന്ന്? ഞാൻ അവിടെ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സ്കൂളിൽ പോകുമ്പോഴത്തേക്കിന് ആദ്യത്തെ പിന്നെ പ്രാവശ്യം എല്ലാം സ്കൂളിൽ അച്ചായന്റെ കൂടെ പോകുന്നത്. മനസ്സിലായി. പിന്നെ അച്ചായൻ തന്നെയായിരുന്നു പഠിപ്പിക്കുന്നത് 1-ാം ക്ലാസ്സിലൊക്കെ. അപ്പൊ പഠിപ്പിച്ച് പിന്നെ ചെന്നേച്ച്
ക്ലാസ്സിലെ ഇത് കഴിയുമ്പോഴത്തേന് ടീച്ചേഴ്സ് റൂമിൽ പോകും ഞങ്ങൾ. അച്ഛൻ്റെ കൂടെ ക്ലാസ്സിലിരിക്കും ടീച്ചേഴ്സ്. ക്ലാസ് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് റൂമിൽ പോകും. അവരുടെ കൂടെ ഇരുന്ന് അവരുടെ ഒക്കെ കഴിക്കാറുണ്ടായിരുന്നു. അതെ അതെ. അങ്ങനെ അച്ഛൻ എന്നോട് വലിയ സ്നേഹമായിരുന്നുകൊണ്ട് എപ്പോഴും എന്നെ കൂടെ കൂട്ടി നടത്തി. അങ്ങനെ 4 വയസ്സ് അവിടെ വെച്ച് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ SBI സ്കൂളിലേക്ക്. നേരിട്ട് 5ാം ക്ലാസ് SBI സ്കൂളിലോട്ടാണ് പോയത്. ഓ അത് ശരി. അന്ന് ഹൈസ്കൂളിലെ പിള്ളേരും നമ്മളെ UP സ്കൂളിലെ പിള്ളേരും അന്ന് മിക്സിങ് ഉണ്ടോ? അന്ന് അവിടെ എല്ലാം പിന്നെ 5ാം ക്ലാസ് ഞങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നോണ്ട് ഒരു പിന്നെ കോളേജിൽ ഹൈസ്കൂളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു 3 നില കെട്ടിടം ഇപ്പോഴും ഉണ്ട്. അല്ല, സ്കൂളിന്റെ മെയിൻ വഴിയില്ല, അതായത് നമ്മുടെ ബസ് വാഴൂർ റോഡ്, റോഡിന്റെ അവിടുന്ന് കയറി ഒരു വലിയ ഗേറ്റ് ഉണ്ട്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഒരു 3 നില കെട്ടിടം. ഞാൻ അകത്തോട്ട് കയറിയിട്ടില്ല, പക്ഷെ റോഡിൽ ആ കെട്ടിടത്തിൽ തന്നെ ആ 3 നില കെട്ടിടത്തിലെ താഴത്തെ നില സ്കൂൾ അധ്യാപകരും ഹെഡ് മാസ്റ്ററും വരെല്ലാം ഇരിക്കുന്നത്. അതിന്റെ മുകളിലത്തെ ലെവലില് 7ാം ക്ലാസ്സിൽ പഠിച്ചത് ഞാൻ. അതും കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ 5ഉം 6ഉം അല്ല, അതിന്റെ 3ാമത്തെ നില മുകളിലത്തെ നിലയിലായിരുന്നു. അത് പലകയായിരുന്നു അതോ വാർപ്പായിരുന്നു? ഈ നടക്കുന്നതൊക്കെ നമ്മൾ കാരണം SBI കോളേജിനും അങ്ങനെ ഒരു 3 നില കെട്ടിടം ഉണ്ടായിരുന്നേ. അതെ അതെ, നമുക്കറിയാമല്ലോ, ആർട്സ് കോളേജിന്റെ ഹിന്ദിയൊക്കെ പഠിക്കുന്ന അവിടെ ആയിരുന്നല്ലോ. അത് ഇങ്ങനെ സൈഡിൽ തന്നെ നമ്മുടെ പള്ളി ചാപ്പലിന്റെ സൈഡിലായിട്ടിരിക്കുന്നത്. അവിടെ ലിറ്ററേച്ചറിന്റെ ക്ലാസ് എല്ലാം. എക്സാക്ട്ലി, അതെ അതെ. അത് ശരി. അപ്പം ഹൈസ്കൂളിൽ 5ാം ക്ലാസ്സിൽ വന്നു, 5 മുതൽ 10 വരെ അതേ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ സാറ് പഠിച്ചു. SLC അവിടം വരെ പഠിച്ചു. ഈ കാലഘട്ടത്തിൽ സാറിന് ഈ സാഹിത്യമായിട്ടുള്ള ബന്ധം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ വരെ ഞാൻ വായിക്കുമെന്നൊക്കെ, എനിക്ക് കുഞ്ഞിലെ പോലെ വായിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോഴത്തേന് ഞങ്ങൾ ചെത്തിപ്പുഴ പള്ളിയിലാണ്, ഇടവകയായിട്ട് തിരിഞ്ഞിട്ടില്ല. കാര്യം അന്ന് ഈ CMI അച്ഛന്മാർ നടത്തുന്ന പള്ളിയാണ്. അപ്പം പിന്നെ അവിടെ ഈ പിന്നെ സെമിനാരിയൊക്കെ ഉണ്ട്. അപ്പൊ അവിടുത്തെ അച്ഛന്മാർക്കെന്ന് പറഞ്ഞാൽ അവർ വലിയ കലയോടും സാഹിത്യത്തോടും ഇതിനോടൊക്കെ വലിയ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദീപി അവിടെയാണല്ലോ. ദീപി പത്രം നടത്തുന്ന CMI അച്ഛന്മാർ. അപ്പൊ അവരുടെ ഈ പിന്നെ സൺഡേ സ്കൂളില് പഠിക്കാൻ പോകുമ്പോഴത്തേന് ഞങ്ങൾക്ക് അവിടെ കളിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ഞാൻ യൂത്തിന്റെ സെക്രട്ടറി ആയിരുന്ന ആ കാലത്തൊക്കെ അവിടെ ഞാൻ കളിക്കാത്ത സ്പോർട്സ് ഒന്നുമില്ല. അതായത് ഫുട്ബോള്, വോളിബോള്, ബാഡ്മിന്റൺ, ടെന്നീസ്, വോളിബോള്, പിന്നെ ഇൻഡോർ ഗെയിംസ് ആണെങ്കിൽ മഴയത്തൊക്കെ പിന്നെ കാർഡ് ചീട്ട് കളിക്കാൻ, ക്യാരംസ്, ടേബിൾ ടെന്നീസ്, എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. അപ്പൊ ഇൻഡോർ ഔട്ട്ഡോർ ഇഷ്ടം പോലുള്ള ഗെയിംസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ആ ഒരു പിന്നെ സാധാരണ നമ്മുടെ കത്തോലിക്ക ഇടവുകൾ കാണുന്നതിനേക്കാളും കുറെ കൂടി സാഹിത്യത്തോടും എഴുത്തിനോടും പിന്നെ ഉള്ളതാണ്. അപ്പൊ ഞാൻ ഈ സൊഡാലിറ്റിയിലൊക്കെ ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിച്ചാൽ കുർബാനയ്ക്ക് കൂടാനൊക്കെ പോകുമായിരുന്നു, സ്കൂളിൽ പഠിച്ചിരുന്ന കാലം. പിന്നെ സൊഡാലിറ്റിയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ പിന്നെ ബുക്കൊക്കെ പിന്നെ പിരിവെടുത്ത ചെറിയ ലൈബ്രറി ഒക്കെ അവിടെ ഉണ്ടാക്കിയത് ഓർമ്മയുണ്ട്. പിന്നെ അവിടെ നാടകങ്ങളൊക്കെ അവിടെ മിക്കവാറും ഈ പല കാര്യങ്ങൾ പെരുന്നാളിനോടോ അല്ലൊക്കെ അനുബന്ധിച്ച് എപ്പോഴും നാടകങ്ങളൊക്കെ കളിക്കായിരുന്നു. പക്ഷെ അന്ന് ഈ പെണ്ണുങ്ങളെ നായികയാക്കത്തില്ല. ഇല്ല, അത് ആണുങ്ങളാണ് വേഷം കെട്ടുന്നത്, പിന്നെ സ്ത്രീയായിട്ട്. അപ്പം ഞാൻ അവിടെ രണ്ട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഫുൾ ലെങ്ത് നാടകത്തിലെ നായികയായിട്ട് വേഷം കെട്ടി, അത് നമ്മുടെ CL ജോസിന്റെ മനം തെളിഞ്ഞു എന്ന് പറഞ്ഞൊരു നാടകം, ഫുൾ ലെങ്ത് നാടകം അവിടെ ഞങ്ങൾ അവതരിപ്പിച്ചായിരുന്നു. അതിനകത്ത് അതിലെ ഒരാങ്ങളെയും പെങ്ങളുമാണ് മെയിൻ ക്യാരക്ടേഴ്സ്. അതിലെ പെങ്ങളായിട്ട് വേഷം കെട്ടിയത് അന്ന് 2-3 നാടകങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ചില പ്ലോട്ടുകൾ ആബേലും കായനും ഒക്കെ കളിക്കുന്ന പ്ലോട്ടുകളും ഒക്കെ നടത്തുമായിരുന്നു. ലൈബ്രറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ യൂത്ത് ഓർഗനൈസേഷന്റെ സെക്രട്ടറി ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ പല ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ വോളിബോളൊക്കെ കളിക്കാൻ എപ്പോഴും കൂടുമായിരുന്നു അവിടെ. അങ്ങനെ അവരുടെ ആ ഒരു പ്രോത്സാഹനം പിന്നെ വായനയിലേക്ക് കുറച്ചുകൂടി എനിക്ക് വായിക്കാനുള്ള ഈ സമയത്തൊക്കെ സാറിന്റെ ജ്യേഷ്ഠനൊരാൾ, അദ്ദേഹം ഏത് ക്ലാസ്സിലെത്തിയിരുന്നു അറിയാം? അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഇടയ്ക്ക് ഒരാൾ മരിച്ച കാരണം ഇച്ചിരി പിന്നെ വ്യത്യാസം ഉണ്ടാകുക. പുള്ളി അപ്പോഴത്തേന് പിന്നെ അല്ലല്ല വടക്കേ ഞാൻ പിന്നെ ഹൈസ്കൂളിൽ വടക്കേക്കര സ്കൂളിൽ പഠിക്കുമ്പം പുള്ളി അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി കോളേജിൽ പോയി, ഞാനും കോളേജിലായി. അദ്ദേഹം SBI ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. പുള്ളി കോളേജിൽ ഉണ്ടായിരുന്നു മാത്രമല്ല, യുവദീപ്തി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതായത് യുവദീപ്തിയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. യുവദീപ്തി പറപ്പള്ളിയിൽ അച്ഛൻ ഒരു ഓഫീസൊക്കെ തുടങ്ങിയ നമ്മുടെ ആ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ അസംഷന്റെ പോസ്റ്റ് ഓഫീസിലോട്ട് കയറി ചെല്ലിയത്. അവിടുന്ന് കയറി ചെല്ലുമ്പോഴത്തേക്കിന് ആ കാവാട്ട് കാളിഞ്ചും ഒക്കെ ഇടത്തായിട്ടുള്ള ഒരു പിന്നെ ടൈപ്പിങ്ങും എല്ലാം ഷോർട്ട് ഹാൻഡും ഇങ്ങനത്തെ എല്ലാം പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിന്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. യുവദീപ്തിയുടെ അതൊന്നും കാത്തലിക് മാനേജ്മെന്റിന്റെ അണ്ടറിൽ തന്നെ എല്ലാം കോളേജിന്റെ കീഴിലുള്ള. എന്നാലും സെപ്പറേറ്റ് ആണ്. അതായത് ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ കൊടുക്കാം. പറപ്പള്ളിയിലെ ആണ് അന്നത്തെ അതിന്റെ എനിക്ക് പിന്നെ യുവദീപ്തിയുടെ 78 തോന്നി. ഞാൻ കൃത്യം ഓർക്കുന്നില്ല. ഞാൻ അതിനകത്ത് കുറിച്ചിട്ടുണ്ട്. കൃത്യം പറയാം പിന്നീട്. അതായത് അന്ന് യുവദീപ്തിയുടെ പ്രവർത്തനമായിരുന്നു. അന്ന് പിന്നെ യുവദീപ്തിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് യൂത്ത് ഓർഗനൈസേഷൻ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഈ യുവദീപ്തി തുടങ്ങുന്നത്. യുവദീപ്തി തുടങ്ങിയപ്പോഴത്തേക്കിന് ഒരു പ്രാവശ്യം അതിരമ്പുഴ വെച്ചൊരു ഓൾ കേരള പിന്നെ ഇത് നടന്ന സമ്മേളനം നടന്നു. അപ്പൊ അവിടെ വെച്ച് നമുക്ക് ഒരു സബ്ജക്ട് തരും. നമുക്ക് എന്നിട്ട് അത് 2 മത്സരത്തിന് ഞാൻ പങ്കെടുത്തു. ഒന്ന് ലേഖന മത്സരം, ഒന്ന് കഥാമത്സരം. അന്ന് കവിത ഒന്നും പിന്നെ എഴുതിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ല. എന്നാലും ഇതിനാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 2 പിന്നെ അതിൽ 2നും അഖില കേരള അടിസ്ഥാനത്തിൽ നടത്തിയ യുവദീപ്തിയുടെ മത്സരത്തില് പിന്നെ ലേഖനത്തിന് 1ാം സ്ഥാനവും കഥയ്ക്ക് 2ാം സ്ഥാനവും കിട്ടി. അത് ശരി. അന്ന് അങ്ങനെയാണ് ആകെ ഒരു അവാർഡ് കേരളത്തിൽ നിന്ന് കിട്ടി. എങ്കിലും സാറിനെ കേരളം ഒട്ടുക്ക് നടന്ന ഒരു സമ്മേളനത്തിൽ അത് ക്രിസ്ത്യൻ കാത്തലിക് പോലും ഔട്ട്സ്റ്റാൻഡിങ് ആണ് സാർ അന്ന്. അതെ. അത് ശരി. അപ്പം അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇപ്പോഴും ഇവിടെ ഇല്ല. ഞാൻ മെസ്കീറ്റിലെ വീട് വിറ്റിട്ടില്ല. മെസ്കീറ്റിലെ ഡാളസിലെ വീട് ഇപ്പോഴും അവിടെ തന്നെ. അവിടെ ലൈബ്രറി ഉണ്ട്. എന്റെ ഒരു 1000-ലധികം പുസ്തകമുള്ള ലൈബ്രറിയും വീട്ടിലുണ്ട്. അതെല്ലാം അവിടെ ഇരിക്കുക. ഇങ്ങോട്ട് കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ. കാര്യം ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞ് ഇനി അതുമല്ല ഇനി ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് പോകുമെന്നും അറിയത്തില്ല. അപ്പോൾ സാറ് ഈ 10ാം ക്ലാസ് വരെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് സ്വല്പമൊക്കെ രചന ഉണ്ടായിരുന്നു എന്ന് ഉള്ളിൽ ഒതുക്കി, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. സാർമാർ ആരെങ്കിലും ആരെയും കാണിച്ചിട്ടില്ല. ഇല്ല. സാർ എഴുതിപ്പിച്ച ക്ലാസ്സിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഈ സാഹിത്യ രുചിയുമായിട്ട് ബന്ധപ്പെട്ട്? ഞാൻ സത്യം പറഞ്ഞ ക്ലാസ്സിൽ വെച്ച് ഒരു പിന്നെ വളരെ ക്വയറ്റായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഫാദർ അധ്യാപകൻ, പിന്നെ പഠിക്കുന്ന സ്കൂളിലെ പേരപ്പൻ അധ്യാപകൻ. അപ്പം നമ്മൾ വളരെ ഒതുങ്ങിക്കൂടി നല്ല പയ്യനായിട്ട് തന്നെയാണ് പോകുന്നത്. സ്കൂളിൽ വെച്ചൊന്നും എന്നെ അറിയുന്നവർ തന്നെ പിന്നെ പഠിച്ച പിള്ളേർക്കൊക്കെ അറിയാവുന്നല്ലാതെ അങ്ങനെ ഒരു വലിയ. പിന്നെ NCC-യിലുണ്ടായിരുന്നു. സാറിന് അന്നും നല്ല നീളം ഉണ്ടായിരുന്നു അല്ലേ? NCC-യിൽ പിന്നെ എനിക്കിഷ്ടമായിരുന്നു. ഞങ്ങള് ബാൻഡ് സെറ്റിലൊക്കെ ഉണ്ട്. ആ രീതിയിലൊക്കെയാണ്. എന്തെങ്കിലും സാഹിത്യവുമായിട്ട് സ്കൂൾ കാലഘട്ടത്തില് ആർക്കും അറിയത്തുമില്ല. ഞാൻ ചെറുതായിട്ടൊക്കെ ഏതാണ്ടൊക്കെ തോന്നി. അന്ന് വലിയ സാഹിത്യ വിവരമൊന്നുമില്ല, പക്ഷെ വായിക്കുമായിരുന്നു. ഒത്തിരി വായിക്കും. അന്നത്തുള്ള ഏതെങ്കിലും എഴുത്തുകാരെയോ ആരെങ്കിലും നേരിൽ കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? ചങ്ങനാശ്ശേരിയിലെ അല്ലെ തകഴിയോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആദ്യം പറയാനാണെങ്കിൽ ഞങ്ങളുടെ നാട്ടുകാരനാണല്ലോ മുട്ടത്ത് ചെത്തിപ്പുഴയും വടക്കേക്കരയും നേരെ തൊട്ടടുത്ത ഏതാണ്ട് 2-3 ഫർലോങ് ദൂരമേ ഉള്ളൂ വീടുകളിൽ നിന്ന്. അതുമല്ല, മുട്ടത്തുവർക്കിയുടെ ഒരു പാട് ഞങ്ങളുടെ വീടിന്റെ താഴെ, പണ്ട് ഞങ്ങളുടെ ആയിരുന്നു എന്നാ പറയുന്നത് കേട്ടത്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പം ഞങ്ങളുടെ വീടിന്റെ താഴെ കുറെ കണ്ടമുണ്ട്. ആ കണ്ടം അങ്ങനെ വാഴപ്പള്ളി വരെ കാണാം വീട്ടിൽ ഇരുന്നാൽ. ഞങ്ങളുടെ പറമ്പിൽ അവിടെ വാഴപ്പള്ളി റെയിൽവേ ക്രോസും കഴിഞ്ഞ് വാഴപ്പള്ളിയുടെ പള്ളിയുടെ ഈ കുരിശു ഇതെല്ലാം ഞങ്ങളുടെ അവിടെ നിന്നാ കാണാം. അപ്പൊ അവിടെ പിന്നെ ഈ മുട്ടത്തുവർക്കിക്ക് ഒരു കണ്ടം ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം അത് ഇവർ കൃഷി ചെയ്ത് വെച്ച് പാട്ടത്തിന് കൊടുക്കുകയോ ഏതാണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞേച്ച് പിന്നെ അത് തിരിച്ചെടുക്കാൻ വേണ്ടി പുള്ളിക്ക് 2 കേസൊക്കെ കളിച്ചാണ് കണ്ടം തിരിച്ചു കിട്ടിയപ്പോഴത്തേക്കിന് ആ പാടത്തെ കൃഷി ഇറക്കി പാട്ടുമൊക്കെ പാടി, ഈ കൊയ്ത്തുപാട്ടൊക്കെ പാടിക്കൊണ്ട് ആൾക്കാരിനെ ഞാറ് നടുന്ന പാട്ടുമൊക്കെ പാടിക്കൊണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് പാടിപ്പിച്ചു. അപ്പൊ പുള്ളി ഇതെല്ലാം നോക്കാനായിട്ട് ചിലപ്പോഴൊക്കെ അവിടെ വരും. അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുമല്ല, നമ്മുടെ നാട്ടുകാരൻ മാത്രമല്ല, ചെത്തിപ്പുഴ ഞങ്ങളെല്ലാം ഇടവക തിരിഞ്ഞിട്ടില്ലേലും ആ ചെത്തിപ്പുഴ പള്ളിയായിരുന്നു ഞങ്ങൾ സൺഡേ സ്കൂളൊക്കെ പഠിക്കുകയും അതായത് പിന്നെ ഒഫീഷ്യലായിട്ട് ഒരു ഇടവക അല്ലെങ്കിൽ ഞങ്ങളുടെ സ്കൂൾ ഈ സൺഡേ സ്കൂൾ പഠനവും എല്ലാ പഠനങ്ങളും ഖുർആൻ കാണാൻ പോകുന്നതും മാമോസ നോക്കുന്നതും എല്ലാം മരിക്കുമ്പോൾ മാത്രമേ ചങ്ങനാശ്ശേരി പള്ളി കൊണ്ടുപോകും. അപ്പൊ ആ പള്ളിയിലും ആ മെമ്പറായിരുന്നു ഈ മുട്ടത്തുവർക്കി. പിന്നെ അതുപോലെ സ്കൂളിലെ
മുട്ടത്തുവർക്കിയുടെ മക്കളൊക്കെ എൻ്റെ കൂടെ പഠിച്ചു, രണ്ടുപേരും എൻ്റെ കൂടെ പഠിച്ചു. ശരി. മുട്ടത്തുവർക്കിയെ കൂടെ വേളൂർ കൃഷ്ണൻകുട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ആലുമൂടനെ ഒക്കെ കണ്ടിട്ടുണ്ടോ? എല്ലാവരെയും. ആലുമൂടൻ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ചെത്തിപ്പുഴ പള്ളി വരുന്ന ആളാണ്. അപ്പം ഞാൻ ചിലപ്പം പിന്നെ ഈ ജോലി കഴിഞ്ഞൊക്കെ നടന്നു വരുമ്പോഴത്തേക്കിന് ചിലപ്പോൾ ചില ദിവസം ആള് ബസ് കാണത്തില്ല. അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് രാത്രി ചിലപ്പോൾ നടന്ന് വീട്ടിലോട്ട് വരുമ്പോഴത്തേന് പല പ്രാവശ്യം പുള്ളി ഓരോരുത്തരത്ത് പോയിട്ട് തിരിച്ചു വരുന്ന പിന്നെ ആലുമൂടനെ പല പ്രാവശ്യം എന്നെ പുള്ളിയുടെ വണ്ടിയെ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. പുള്ളിയുടെ വണ്ടിയല്ല, പുള്ളി ഓട്ടോറിക്ഷയൊക്കെ എടുത്തായിരിക്കും. അപ്പം ഞാൻ സാധാരണ പോകുന്ന പറഞ്ഞാൽ കുറുക്ക് കയറി എളുപ്പത്തിലുള്ള വഴിയായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഇടയ്ക്ക് വെച്ചാലും പുള്ളി വരുന്ന കണ്ട ഉടനെ ആലുമൂടനെ എന്നെ അതുപോലെ ആലുമൂടന്റെ മക്കളൊക്കെ എന്റെ ഫാദർ പഠിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ ദീപികയിൽ എഴുതുമ്പോൾ വേളൂർ കൃഷ്ണൻകുട്ടിയെ എനിക്കറിയാം. പിന്നെ തഴിയുടെ കാര്യം പറഞ്ഞാൽ അതിലും ഞാൻ ട്രാൻസ്പോർട്ടിലെ കണ്ടക്ടറായിട്ട് ജോലി ചെയ്തിരുന്നു. അപ്പോൾ പലപ്പോഴും ഞാൻ സ്റ്റേഷൻ മാസ്റ്ററായിട്ടോ ഓഫീസിലോ ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത്. റിസർവേഷൻ ചെയ്യാൻ സ്റ്റേഷൻ മാസ്റ്ററില് അല്ലെങ്കിൽ അനൗൺസ്മെന്റിനൊക്കെ ഇരിക്കുന്ന ഒരു ദിവസം പിന്നെ ഒരു ആള് ഒന്ന് മുറിക്കകത്തോട്ട് കയറി ഞങ്ങളിരിക്കുന്ന ഓഫീസിൽ വന്നേച്ച് ഞങ്ങളുടെ അവിടെ ഇരിക്കുന്ന ഒരു ബെഞ്ചുണ്ട്, അവിടോട്ട് വന്ന ഒരാൾ ഇരിക്കുന്നതാണ്. ആരാന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാനപ്പോ എന്തോ സ്റ്റേഷൻ മാസ്റ്ററുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനും എന്തോ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഒരാൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നതുണ്ട്. അപ്പൊ അവിടെ ഇരുന്നവരെല്ലാം എഴുന്നേക്കുന്നതാണ്. അപ്പോഴാണ് മനസ്സിലായത് തകഴിയാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ പൊന്നിയേന്ദ്ര സാറിന്റെ വീട്ടിൽ പോയി പൊന്നാടയൊക്കെ കൊടുക്കുകയും കുറെ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വിനയേന്ദ്രൻ എന്ന് പറഞ്ഞ അദ്ദേഹം ചങ്ങനാശ്ശേരിയിലുണ്ട്. വിനയേന്ദ്രൻ സാർ എന്ന് പറഞ്ഞാൽ വലിയ കവിയാണ് നാട്ടിൽ. വിനയേന്ദ്രൻ സാർ ആണ് ആക്ച്വലി ഞാൻ ആദ്യത്തെ പുസ്തകത്തിന് എനിക്ക് അവതാരി എഴുതാനായിട്ട് ഞാൻ പിന്നെ അല്ല പുള്ളിയുടെ അടുത്തല്ല, ഞാൻ ഇവിടെ ആദ്യം പിന്നെ 1-2 പേരെ നമ്മുടെ ക്രിസ്ത്യാനി എഴുത്തുകാരിൽ 2 പേരോട് ചോദിച്ചു. ഒന്ന് എൻ്റെ അധ്യാപകനായിരുന്ന പിന്നെ പുള്ളി മരിച്ചുപോയി, അവരെ പറ്റി പറയുന്നത് ശരിയല്ല എങ്കിലും ആ ഒരു സക്കറിയ സാറാണ് എന്നെ കോളേജിൽ പഠിപ്പിച്ചത്. അന്ന് പഠിപ്പിച്ചതിലൊരാൾ. അങ്ങനെ ഒരു വലിയ നല്ല അധ്യാപകൻ. അവർ 2-3 പേരുണ്ടായിരുന്നു. NS സുഭാഷൻ സാറ്, സക്കറിയ സാറ്, പിന്നെ അഞ്ചനാട്ട് സാറ്, പിന്നെ അങ്ങനെ കുറെ പ്രഗത്ഭരായ മലയാളം ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ പഠിപ്പിച്ച അധ്യാപകനായതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടൊരു പുസ്തകം എഴുതിയപ്പോഴത്തേക്കിന് എനിക്ക് പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട്, അതായത് മൾബറി എന്നോട് താല്പര്യപ്പെട്ടിരിക്കും ഇങ്ങനെ 3 പുസ്തകങ്ങളും കൂടെ ഇറക്കണമെന്ന്. അപ്പം അവർ താല്പര്യം അനുസരിച്ചപ്പോഴത്തേന് ആരെ കൊണ്ടേലും ഒരു അവതാരി എഴുതിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നപ്പോഴത്തേക്കിന് ഞാൻ ഈ പറഞ്ഞ സക്കറിയ സാറിനെയും പിന്നെ വേറെ അന്ന് പ്രശസ്തനായിരുന്ന സാഹിത്യ അക്കാദമിയുടെ ആളായിരുന്ന തരകൻ സാറിനോടും ഒക്കെ എന്റെ ഈ മാറ്റർ എല്ലാം കൊടുത്തു. മാറ്റർ എല്ലാം കൊടുത്ത് 2 പേരും എഴുതി തന്നില്ല. കുറെ നാൾ 2 പേരുടെ കയ്യിൽ ഇരുന്ന് ആരും എഴുതി തന്നില്ല. അപ്പൊ എനിക്കൊരു വലിയ വിഷമമായി. KM തരകൻ. അപ്പം തരകൻ സാറിനോടും സീസറല്ല സക്കറിയ സാറിനോടും ഒക്കെ ഇങ്ങനെ പിന്നെ മാറ്റർ കൊണ്ട് കൊടുത്തു, എഴുതി തരാൻ പറഞ്ഞിട്ട് ഒന്നിനും ആരും എഴുതിയില്ല, 2 പേരും എഴുതിയില്ല. അപ്പൊ എഴുതിക്കഴിഞ്ഞാൽ എനിക്കൊരു വലിയ വിഷമം വരും. കാര്യം ഒന്നാമത്തെ കാര്യം നമ്മൾ തുടക്കക്കാരനാണ്, എനിക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതാണ് അന്ന്. അപ്പം ഇവർക്ക് 2 പേരും കൊടുത്ത് നമുക്ക് അർഹത ഇല്ലാഞ്ഞിട്ടായിരിക്കാം, നമ്മുടെ ഒരു അസംഷൻ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനാണ് ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ഒരു ദിവസം അപ്പം വിനയേന്ദ്ര സാറിന് അതിനു മുമ്പ് തന്നെ എനിക്ക് പരിചയമുണ്ട്. ഇവിടെ അങ്ങേരെ വലിയ പ്രശസ്തനായ കവിയായിരുന്നു. മാത്രമല്ല അദ്ദേഹം പിന്നെ എന്തുവാ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോഴത്തേന് സ്കൂൾ ഓഫ് ലെറ്റേഴ്സിന്റെ ഹെഡായിട്ട് വരികയൊക്കെ ചെയ്ത അങ്ങനെ ഇരുന്ന അധ്യാപകനായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ഞാൻ ലാനയുടെ സമ്മേളനത്തിനാണ് ഫൊക്കാനയുടെ സമ്മേളനത്തിന് വേണ്ടി പുള്ളിയെ പിന്നെ ഞങ്ങൾ പല സാഹിത്യകാരന്മാരെ കൊണ്ടുവരുന്ന ഒരു പതിവ് നാട്ടിൽ നിന്ന്. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ പിന്നെ ഇനിഷ്യേറ്റീവ് എടുത്താണ് പുള്ളിയെ കൊണ്ടുവന്ന്. പുള്ളി വന്ന് ഞങ്ങളുടെ വീട്ടിൽ വരികയൊക്കെ ചെയ്യും, പാട്ട് പാടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പരിചയം വെച്ചുകൊണ്ട് ഞാൻ നാട്ടിൽ ചെന്നപ്പോഴത്തേക്കിന് സാറിനോട് എഴുതി തരാൻ എനിക്കൊരു ചോദിക്കാനൊരു മടി. കാര്യം ഇത്ര 2 പ്രശസ്തർ നമുക്ക് തരാനപ്പം നമുക്ക് അതിനുള്ള അർഹത ഇല്ലായിരിക്കും, ഒരു പേടിയുണ്ട് മനസ്സിൽ. അപ്പം സാറിനെ ഇങ്ങനെ വിളിച്ചു. ഒരു ദിവസം രാവിലെ ഒരു 7 മണിയായപ്പോൾ ഞാൻ ഉണ്ടെന്ന് വെച്ച് സാറിനെ വിളിച്ചു കോട്ടയത്തോട്ട് വിളിച്ചു. സാറേ ഇങ്ങനെ എനിക്കൊരു പുസ്തകം ഇങ്ങനെ ഞാൻ ഇറക്കുന്നുണ്ട്, എനിക്കൊരു അവതാരി കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. അപ്പം സാർ എഴുതി തരണമെന്നാണ് എനിക്ക് ചോദിക്കാൻ വന്നത്. പക്ഷേ വിഷമം കാരണം ഞാൻ ചോദിച്ചില്ല. അത്രേ ഉള്ളൂ. നീ ഒരു 10 മണി ആകുമ്പോഴത്തേന്
ചങ്ങനാശ്ശേരി സ്റ്റാൻഡിലോട്ട് വന്നേക്കാം. ഓ ശരി. അതായത് രാവിലെ 7 മണിക്കായി വിളിക്കുന്നു, എന്നോട് പറയുക 10 മണിയാകുമ്പോഴത്തേന് നീ സ്റ്റാൻഡിലോട്ട് വന്നേക്കെ, ഒരു 2-3 ദിവസത്തേക്കിനുള്ള സാധനങ്ങളും കൂടി എടുത്തോണമെന്ന് പറഞ്ഞു. ഓ ശരി. എവിടോട്ടാ പോകുന്നൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. ചങ്ങനാശ്ശേരി സ്റ്റാൻഡിൽ 10 മണിയാകുമ്പോൾ വന്നേക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതുമാതിരി പെട്ടെന്ന് എല്ലാം റെഡിയാക്കി അവിടെ പിന്നെ സ്റ്റാൻഡിൽ ചെന്ന് അവിടെ നോക്കി നിൽക്കുക. അപ്പോഴത്തേക്കിന് ഒരു ബസ് പുള്ളി വന്ന്, പുള്ളി ബസ്സിന് തല പുറത്തോട്ടിട്ട് കാണിച്ചു കയറി വരാം. അപ്പം ബസ് എങ്ങോട്ടാ പോകുന്നത് എനിക്കറിയത്തില്ല. സാറ് വിളിച്ചു, സാറിനെ കണ്ടു, സാറിൻ്റെ കൂടെ പോയി. അങ്ങനെ തിരുവനന്തപുരത്ത് ചെന്ന് ആദ്യം എന്നെ കൊണ്ടുപോയത് നമ്മുടെ എന്തുവാ റോസ്മേരിയുടെ അടുത്തേക്ക്. റോസ്മേരി അപ്പോൾ ആ റോസ്മേരിയുടെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് വെച്ച് പിന്നെ വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ അന്ന് തിരുവനന്തപുരത്ത് പിന്നെ ഉണ്ടായിരുന്ന പ്രശസ്തരായ പലരുടെയും വീട്ടിൽ എന്നെയും കൂട്ടിക്കൊണ്ടുപോയി സാറ്. ഈ റോസ്മേരിയുടെ വീട്ടിലും വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ വീട്ടിലും 2-3 വീടുകളിൽ 3-4 സ്ഥലങ്ങളിലെല്ലാം കയറി വെച്ച് അവസാനം ഇരുട്ടിയപ്പോഴത്തേക്കിനും ഒരു വീട്ടിലോട്ട് ചെയ്തു. പിന്നെ അവൻ ആരായെത്താന്നൊന്നും ഞാനടുത്ത് സാറിൻ്റെ വല്ല കൂട്ടുകാരെ കാണാൻ പോവായിരിക്കും എന്നാണ് ധരിച്ചത്. അപ്പോൾ എന്നെ പുറത്തിരുത്തിയേച്ച് ഉള്ളി അകത്ത് പോയി സാറുമായിട്ട് ഇറങ്ങി വരുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത് അത് പിന്നെ അയ്യപ്പ പണിക്കര് സാറാണ്. അയ്യോ, അയ്യപ്പ പണിക്കര് സാർ എന്ന് പറഞ്ഞാൽ മലയാള സാഹിത്യത്തിൽ അന്നത്തെ ഉത്തരാധുനികതയുടെ തലതൊട്ടപ്പൻ എന്ന് പറയുന്ന സ്ഥാനമുള്ള, അതും അവിടുത്തെ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന അധ്യാപകനും അങ്ങനെ പിന്നെ വളരെ മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ പേരുള്ള ഒന്നാണ് അന്നത്തെ. ആ സാറിനെ പോലെ ഒരാളെ കാണുക എന്ന് തന്നെ എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇവരുടെ എല്ലാം വീട്ടിൽ പോയ വെച്ച് തിരിച്ച് അവസാനം അവിടെ ചെന്ന് പുള്ളി തന്നെ എന്നു വെച്ച് പിന്നെ ഇതെല്ലാം എൻ്റെ കവിതയുടെ ഇതെല്ലാം കൈ കൊടുത്തു. ഒടുവിൽ അദ്ദേഹം എനിക്ക് ആദ്യമായിട്ട് ഒരു അവതാരി എഴുതുന്ന ആ പുസ്തകം ദൈവത്തിന്റെ കരുതൽ സാറേ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിതത്തില് അതെ സാധാരണക്കാർക്കൊന്നും സംഭവിക്കാൻ, അത് നടക്കാൻ എന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നു. മറ്റേ സാറുമാർ ആദ്യം എഴുതി തന്നിരുന്നെങ്കിൽ ഇതിനൊന്നും പോകത്തില്ല. അപ്പൊ അതൊക്കെ ഓരോ നിയമമാണ്. എക്സാക്ട്ലി സാർ. സാർ ഏത് ലെവലിൽ എത്തണം എന്നാണ് അതിനൊക്കെ നിയമത്തിന്റെ കരുതലായിട്ടാണ് ഇന്ന് ഞാൻ കാണുന്നത്. ആ സാർ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ ഞാൻ 7 മണിയായപ്പം വിളിച്ച ആള് 10 മണിയാകുമ്പം വരിക പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പോയി പിന്നെ സാറ് അത് എഴുതി തന്നു. ആ അവതാരിയാണ് എൻ്റെ ആദ്യത്തെ പുസ്തകത്തിന് കിട്ടുന്നത്. അയ്യപ്പ പണിക്കര് സാറിന്റെ അതും ടോപ്പ് വൺ. അതാണ് നമുക്ക് ആദ്യത്തെ സൃഷ്ടിക്ക് സാറിന്റെ തന്നെ ഒരു അവതാരിക വരുമ്പോൾ ആ പുസ്തകത്തിന് മഹാത്മ്യം അത് കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറുകഥയ്ക്ക് അല്ല, അത് ഞാൻ അതങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ വേറൊരു കാര്യം കൂടെ പറയാം. അതായത് സാറ് എന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയി. അത് കൂടാതെ പിന്നെ എന്നെയും കൂട്ടിക്കൊണ്ട് എം കൃഷ്ണൻ നായർ സാറൊക്കെ അല്ല പിന്നെ മലയാള നാടിനകത്ത് പിന്നെ ഇത് സാഹിത്യ വാരഫലം എഴുതി നായർ സാർ. ആ സാറിന്റെ പിന്നെ സാറിനെ ഞാൻ കാണാൻ പോയി. പിന്നെ അപ്പൊ അതിനു മുമ്പ് തന്നെ എൻ്റെ ഒരു ലേഖനം അരുന്ധതിയെ പറ്റി എഴുതിയ ലേഖനത്തിന് സാറ് ആ മലയാളം പത്രം എൻ്റെ ഇപ്പോഴും, അതായത് ജോസഫ് നമ്പിമേണം ഡാളസ് എഴുതിയ കൊച്ചുകാര്യങ്ങളുടെ തമ്പുരാനന്ദ അരുന്ധതി നക്ഷത്രം, അതെൻ്റെ ഒരു ലേഖനമാണ്. ആ ലേഖനം സാറ് വായിച്ചു അതിനെപ്പറ്റി ഒരു നിരൂപണമാണ് ഈ മലയാളം പത്രത്തിൽ ന്യൂയോർക്കിൽ നിന്നുള്ള പത്രത്തിനകത്ത് ഇട്ടിരുന്നത്. പിന്നെ ജോസഫ് നമ്പിമേണം ഡാളസ് എഴുതിയ കൊച്ചുകാര്യങ്ങളുടെ തമ്പുരാനന്ദ അരുന്ധതി നക്ഷത്രം അന്തരംഗ സ്പർശിയാണ്. ഞാനത് വായിച്ച് അനൽപമായ ആനന്ദത്തിൽ വിലയം കൊണ്ടു എന്നാണ്. സാറിന് പുള്ളി എല്ലാവരെ പറ്റിയും നെഗറ്റീവ് കമന്റ്സ് എഴുതുന്ന ഒരു വ്യക്തിയാണ്. ആ കൃഷ്ണൻ നായർ സാറാണ് ഇങ്ങനെ എഴുതിയത്. അപ്പൊ ആ ഒരു സന്തോഷം കാരണം എനിക്ക് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞ സാറിനെ ഒന്ന് കാണണമെന്നൊരാഗ്രഹം തോന്നി. അപ്പം ഞാൻ സാറിനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, പിന്നെ സാറിനെ ഒന്ന് കാണണം, ഞാനിത് നമ്പിമഠമാണ്, ഞാൻ അമേരിക്കയിൽ നിന്ന് പിന്നെ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ നാട്ടിലുണ്ട്, അപ്പം ഇപ്പം തിരുവനന്തപുരത്തുണ്ട്, ഞാൻ സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യുക, നീ 3-3:30 ആകുമ്പോഴത്തേനും ഉള്ളി എപ്പോഴും അവിടെ ഒരു പുസ്തകം വിൽക്കുന്ന ഒരു കടയുണ്ട്. അവിടെ ഇവര് ഈവനിങ് ആകുമ്പോഴത്തേന് സാറിൻ്റെ ആരാധകരും കുറേ പേര് ഇങ്ങനെ അവിടെ വന്ന് ഇരിക്കും. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്ന് ഈ പുസ്തക കടയിലോട്ട് ചെന്ന് കയറുമ്പോഴത്തേക്കിന് സാർ എന്നെ പിന്നെ സാറിനെ കൈ കാണിച്ചു. ഉടനെ ചുറ്റും നിന്നവരോട് പറയുക, ഇതാണ് മിസ്സിസ് റോയിയെ പറ്റി ലേഖനം എഴുതി ജോസഫ് നമ്പിമേടം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ പരിചയപ്പെടുത്തി.
എന്നിട്ട് അവിടെ ഇരുന്ന് അവരോടെല്ലാം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ തൊട്ടടുത്തൊരു കോഫി ഷോപ്പിൽ പോയി ഞങ്ങളിരുന്നു. കുറേ നേരം വർത്താനം പറഞ്ഞു കഴിഞ്ഞ് വെച്ച് അപ്പോൾ എനിക്ക് തിരിച്ച് ലോഡ്ജിലോട്ട് സാറ് താമസിക്കും. സാറ് എൻ്റെ കൂടെ വന്നില്ല. അപ്പോൾ അവിടെ പോയി തിരിച്ചു പോകാൻ വേണ്ടി ഞാൻ സാറിനോട് യാത്ര പറഞ്ഞേച്ച് ഞാൻ ഇറങ്ങിയപ്പോഴത്തേന് പുള്ളി എൻ്റെ കൂടെ ഇറങ്ങി വന്നേച്ച് വഴിയിൽ നിന്നേ. അപ്പം ഞാനൊരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചപ്പോഴത്തേന് അദ്ദേഹം ഞാനൊന്നും പറയാതെ എൻ്റെ തലയെ കൈവച്ച് അനുഗ്രഹിച്ചു. അതൊക്കെ ഒരു ദൈവാനുഗ്രഹം. ഇതൊക്കെ 1972-76 ഞാൻ ആ ലേഖനത്തിൽ ഡേറ്റുകളെല്ലാം അങ്ങോട്ട് ഓർക്കുന്നില്ല. അത് കഴിഞ്ഞ് കഥയുടെ സമാഹാരത്തിന് അവതാരിക എഴുതിയത് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ മലയാളം ഡിപ്പാർട്ട്മെന്റ് തലവനായിരുന്ന ഡോക്ടർ എം ബഷീറാണ് അതിനെഴുതിയത്. അങ്ങനെ ചുരുക്കി പറഞ്ഞ 3 പുസ്തകത്തിന്, ഒന്ന് അയ്യപ്പ പണിക്കർ സാറ്, ഒന്ന് ഡോക്ടർ എം ബഷീർ, പിന്നെ മൂന്നാമത്തെ പുസ്തകത്തിന്റെ കഥയ്ക്കല് എം കൃഷ്ണൻ നായർ എഴുതിയ കമന്റും കൂടെ ചേർത്താണ്. അങ്ങനെ ഈ 3 പേരുടെയും കയ്യൊപ്പതിൽ പൊതിഞ്ഞു. പിന്നീട് 4ാമത്തെ പുസ്തകം 2004 പ്രസിദ്ധീകരിച്ചു. അപ്പോൾ 2004 പ്രസിദ്ധീകരിച്ചപ്പോഴത്തേക്കിന് അതിന് ഈ പറഞ്ഞ മാതിരി ഒരു അവതാരിക ആരെ കൊണ്ട് എഴുതിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനാണ് എൻ്റെ ഒരു സുഹൃത്താണ് KP രാമനുണ്ണി. രാമനുണ്ണി ഉദയഭാനുവിന്റെ ബ്രദർ അല്ലേ അത്? അതുമായിട്ടൊന്നും വന്നില്ല, ഇത് കോഴിക്കോട്ടാണ്. അപ്പം രാമനുണ്ണി എന്നോട് പണ്ട് മുതലേ വലിയ കാര്യമാണ്. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. പലപ്പോഴും ഇവിടെ പൊക്കാനേക്കും ഒക്കെ വരുമ്പോഴും പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അപ്പം പിന്നെ ഇതിൻ്റെ പുസ്തകം, പിന്നെ 4ാമത്തെ പുസ്തകം ഇറക്കാൻ നേരത്തെ എനിക്കിങ്ങനെ അവതാരിക വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിയെ വിളിച്ചത്. അത്തോണാക്ഷിയുടെ ധൈര്യമുണ്ട് നമുക്ക്. നമ്മൾ രാമനുണ്ണിയെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അവതാരിക വേണമെന്ന് പറഞ്ഞ് പുള്ളി പിന്നെ നമ്മുടെ ഇങ്ങനെ മധുസൂദനൻ നായർ, പിന്നെ അതായത് പിന്നെ ഇതെഴുതിയിട്ടില്ലേ എന്തോ നാറാണത്ത് പ്രാന്തൻ കവിതയൊക്കെ എഴുതിയ ഭയങ്കര പ്രശസ്തമായിട്ടുള്ള കവിതയാണ് അത്. അങ്ങനെ തുമ്പ സെന്റ് സേവിയേഴ്സിലെ മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ ഇരിക്കുന്ന കാലത്ത് അത് അധ്യാപകനുമായിരുന്നു. അതായത് യൂണിവേഴ്സിറ്റി ലെവലിലുള്ള തലത്തിലുള്ളവരാണ് ഈ എന്റെ പുസ്തകങ്ങളുമായിട്ടുള്ള എഴുതിയതൊക്കെ. അപ്പം ആ സാറിനെ രാമനുണ്ണി ബന്ധപ്പെട്ട് എനിക്ക് അവതാരിക മേടിച്ചു തന്നു. അത് പ്രസിദ്ധീകരിച്ചത് കോഴിക്കോട്ട് പ്രസ് ക്ലബ്ബിൽ വെച്ചായിരുന്നു 2004 എൻ്റെ പ്രകാശനം നടത്തി. അതിനുവേണ്ടി കനിമൊഴിയാണ് പുള്ളി എല്ലാം അറേഞ്ച് ചെയ്ത്. ഞാനിവിടെ ഇരിക്കുക. അപ്പം അതെല്ലാം പുള്ളി പിന്നെ രാമനുണ്ണി ആണ് അറേഞ്ച് ചെയ്തത്. അത് പിന്നെ എന്തോ ഈ കനിമൊഴി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അതായത് പിന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മകള്, നമ്മുടെ കരുണാനിധിയുടെ മകളല്ലേ? കരുണാനിധിയാണ്. അല്ലല്ല, ഇപ്പോഴത്തെ സ്റ്റാലിന്റെ പെങ്ങളല്ലേ കനിമൊഴി? എനിക്ക് ആ ബന്ധം എനിവേ കനിമൊഴി ആണ് അന്ന് പുള്ളി അറേഞ്ച് ചെയ്തത്. അന്ന് എഴുത്തുകാരിയാണ്. അപ്പം പുള്ളിക്കാരത്തെ കൊണ്ടുവരാനായിരുന്നു രാമനുണ്ണി പ്ലാൻ ഇട്ടെങ്കിലും പുള്ളി വന്നില്ല. അതിന് പകരം ഒരു കന്നഡ കവിയെ കൊണ്ട്, പിന്നെ കന്നഡ കവി ഉണ്ടായിരുന്നു, ഡോക്ടർ എം ബഷീർ ഉണ്ടായിരുന്നു, കാരശ്ശേരി മാഷ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പാറക്കടവ്, PK പാറക്കടവ്, അങ്ങനെ ഒത്തിരി പ്രഗത്ഭരുടെ ഇടയിൽ വെച്ച് പിന്നെ കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ വെച്ചാണ് ആ പുസ്തക പ്രകാശനം. വളരെ സന്തോഷം സാറ്. നമുക്ക് ഈ ഇഷ്ടമുള്ള വിഷയങ്ങളല്ലായിരുന്നു, കൂടുതലും സാഹിത്യമായിരുന്നു എൻ്റെ താല്പര്യമുള്ള വിഷയം. എന്ന് പറഞ്ഞാൽ സാഹിത്യകാരനാണെന്നോ സാഹിത്യം എഴുതണമെന്നോ അന്നൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ പൊതുവെ ശാസ്ത്ര വിഷയങ്ങളിലോ കണക്കിലോ ഒന്നും വലിയ മിടുക്കനല്ലായിരുന്നത് കൊണ്ട് തന്നെ വലിയ മാർക്കൊന്നും കിട്ടിയിട്ടില്ല. അതിപ്പം കോളേജിൽ പഠിക്കണമെങ്കിൽ ഒന്നുകിൽ കോമേഴ്സ് അല്ലെങ്കിൽ ഹിസ്റ്ററി എടുക്കുക എന്നുള്ളത് ആയിരുന്നു അന്നത്തെ പറ്റുന്നത്. അതുകൊണ്ട് പ്രീ ഡിഗ്രിക്ക് പിന്നെ തേർഡ് ഗ്രൂപ്പാണ് എടുത്തത്. അത് ആർട്സ് ബിൽഡിങ്ങിൻ്റെ, അതായത് ഓഡിറ്റോറിയത്തിനും ചാപ്പലിനും ഒക്കെ സമീപത്തായിട്ടിരിക്കുന്ന ആ ബിൽഡിങ്ങിലായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സുകൾ പലതും നടക്കുന്നത്. അപ്പോൾ പ്രീ ഡിഗ്രിക്ക് എൻ്റെ പഠിപ്പിച്ച അധ്യാപകർ പ്രധാനമായിട്ട് ഞാൻ ഓർക്കുന്നത് ഡീവറി സാറാണ്. പിന്നെ അദ്ദേഹം, സാറിൻ്റെ മകൻ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ്. അപ്പം സാറിനെ അവിടെ വെച്ച് ആണ് പരിചയപ്പെടുന്നത് കൂടുതൽ. അങ്ങനെ കലകളിലൊക്കെ അദ്ദേഹം പോലെ നല്ല കഴിവുള്ള ആളും, പിന്നെ അതുപോലെ തന്നെ
കോളേജിലെ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഡി.വറി സാറിനെ ഓർമ്മിക്കുന്നുണ്ട്. പിന്നെ A.E. അഗസ്റ്റിൻ സാർ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള A.E. അഗസ്റ്റിൻ സാറിനെ ഓർമ്മയുണ്ട്. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, എക്കണോമിക്സും ആയിരുന്നു മെയിൻ സബ്ജക്റ്റുകൾ. സബായിട്ട് എപ്പോഴും മലയാളമാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. അതായത് പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പ്രീ ഡിഗ്രിക്ക് അന്ന് പാറേപ്പള്ളിയിൽ നിന്ന് വരുന്ന സെമിനാരി സ്റ്റുഡൻസ് ഒത്തിരി പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ ടോം എന്ന് അറിഞ്ഞ എൻ്റെ കൂടെ അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിച്ച ആളാണ്. പിന്നീട് അദ്ദേഹം കോളേജിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 70-ഇടയ്ക്കാണ് ഞാൻ ഏതാണ്ടൊക്കെ കഥകളൊക്കെ ചെറുതായിട്ടൊക്കെ എഴുതാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് 68-70 കാലഘട്ടത്തിൽ. അപ്പോൾ എഴുതിയ കഥകൾ പല കഥകൾ എൻ്റെ ഇന്നും ഒരിടത്തും പ്രസിദ്ധീകരിക്കാതിരിക്കുന്ന ചില കഥകൾ കൂട്ടത്തിൽ ആ കഥകളും വരുന്നുണ്ട്. അത് കോളേജ് ലൈഫിൽ ചില കാര്യങ്ങൾ അടിസ്ഥാനമാക്കി എഴുതിയ കഥകൾ ഉൾപ്പെടെ ചില കഥകൾ ഒക്കെ കോളേജ് മാഗസിനിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി അന്ന് അതിൻ്റെ തലപ്പത്തിരുന്ന സക്കറിയ സാറിനെ കൊടുത്തു. എങ്കിലും ഒന്നും പ്രസിദ്ധീകരിച്ചില്ല. അന്ന് പോലെ 70 തൊട്ട് ആ കഥകളൊക്കെ എഴുതി ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞാൽ 68-70 പ്രീ ഡിഗ്രി പഠനം. അത് കഴിഞ്ഞ് പിന്നെ 70-73 BA-ക്ക് ചേരുന്നത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. അപ്പോഴാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മെയിനും സബായിട്ട് മലയാളം ലിറ്ററേച്ചറുമായിരുന്നു. അപ്പോൾ മലയാളം ലിറ്ററേച്ചറിൽ 2 ഡിപ്പാർട്ട്മെൻറ്റിലും, അതായത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ വളരെ പ്രഗത്ഭരായ A.E. അഗസ്റ്റിൻ, V.J. അഗസ്റ്റിൻ സാറായിരുന്നു പ്രധാനപ്പെട്ട എൻ്റെ പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ A.E. അഗസ്റ്റിൻ സാറ്, പിന്നെ ഫ്രാൻസിസ് സാറ്, അങ്ങനെ കുറേയേറെ അധ്യാപകരുണ്ട്. അതുപോലെ തന്നെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഫസർ ഉലഹന്നാൻ മാപ്പിള, അഞ്ചനാട്ട് സാറ്, ആൻ്റണി സാറ്, അതുപോലെ 3 ചെറുപ്പക്കാർ, അതായത് എന്നെക്കാൾ 1-2 വയസ്സിന് അവരെ അങ്ങോട്ട് കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങിയപ്പോഴേ ജോലി കിട്ടിയവരാണ് അവരൊക്കെ. അതായത് N.S. സെബാസ്റ്റ്യൻ സാറ്, ഇസ്താഖ് സാറ്, സക്കറിയ സാറ്, ഇവരൊക്കെ അവരുടെയൊക്കെ ക്ലാസ്സുകൾ വേറെ മറ്റുള്ള പിന്നെ ഹിന്ദിയും പിന്നെ മറ്റുള്ള ലാംഗ്വേജ് എടുക്കുന്നവർ പോലും ചിലപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സുകളിൽ വന്ന് ഇവരുടെയൊക്കെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വരുമായിരുന്നു. അതുപോലെ പ്രഗത്ഭരായ മലയാള അധ്യാപകരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പഠിച്ച് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് പഠിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ അക്ബർ പോലെയുള്ള പിന്നെ പഴയ വലിയ കടുകട്ടി ഭാഷയുള്ള നോവലുകൾ പലതും പഠിച്ചിട്ടുണ്ട് ക്ലാസ്സുകളിൽ. അതുപോലെ തന്നെ കവിതകൾ, പിന്നെ പല പ്രശസ്ത കവികളുടെയും സുഭദ്രാഹരണം പോലെയുള്ള പേരുകൾ ഞാനെല്ലാം ഓർക്കുന്നില്ല. പിന്നെ അങ്ങനെയുള്ള പിന്നെ കവിതകളും ഒക്കെ ക്ലാസ്സിൽ വെച്ച് പഠിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം ക്ലാസ്സുകളിൽ നിന്ന് കൂടുതൽ താല്പര്യം അതിനകത്തുണ്ടായി. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിലാണ് ഷേക്സ്പിയർ കൃതികളൊക്കെയാണ് ഞങ്ങൾ പഠിക്കുന്ന 5 ഷേക്സ്പിയർ കൃതികൾ, ഷെല്ലി, കീറ്റ്സ്, ഇങ്ങനെയുള്ള പിന്നെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് സാഹിത്യത്തിലുള്ള ഉന്നതന്മാരായിട്ടുള്ളവരുടെ അതുപോലെ എസ്ഐസ്, ബേക്കൻ്റെ എസ്ഐസ്, പിന്നെ ഇതെല്ലാം ഓരോ സെപ്പറേറ്റ് ക്ലാസ്സുകളാണ്. SIക്ക് ഒരു ക്ലാസ്, പിന്നെ ഡ്രാമയ്ക്ക് ഒരു ക്ലാസ്, അങ്ങനെ പോയട്രിക്കുള്ള ക്ലാസ്, ഇങ്ങനെ ഇതെല്ലാം പഠിപ്പിച്ചിരുന്നതെല്ലാം നല്ല വിദഗ്ധരായ അധ്യാപകരായിരുന്നു. അപ്പം ഇംഗ്ലീഷ് സാഹിത്യത്തിലും മലയാള സാഹിത്യത്തിലും ഏതാണ്ട് ഒരുമാതിരി ജ്ഞാനം കിട്ടി. അവിടെ കിട്ടിയതിനേക്കാൾ കൂടുതൽ പിന്നീട് ഞാൻ വായിച്ചാണ് ഇതെല്ലാം പഠിക്കുന്നത്. കോളേജിൽ നിന്നുള്ള ഈ പിന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിലും മലയാള സാഹിത്യത്തിലും കിട്ടിയ ബേസിക്സ് വെച്ചുകൊണ്ട് പിന്നീട് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തോ അത് കഴിഞ്ഞും പലപ്പോഴും പിന്നെ മുനിസിപ്പൽ ലൈബ്രറിയിൽ പോകുമായിരുന്നു പുസ്തകങ്ങളെടുത്ത് വായിക്കാൻ വേണ്ടി. അവിടെ അതുപോലെ തന്നെ പ്രധാനമായിട്ടും ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ലൈബ്രറിയിൽ പോയിരുന്നത് M. കൃഷ്ണൻ നായർ സാറിൻ്റെ വാരഫലം വായിക്കാൻ വേണ്ടിയായിരുന്നു. ആ വാരഫലത്തിൻ്റെ കളക്ഷനായിട്ടുള്ള ഒരു പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതെൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ആ പിന്നെ M. കൃഷ്ണൻ നായരുടെ നിരൂപണങ്ങൾ ഒത്തിരി പേർക്ക് അരോചകമായിട്ടുണ്ടെങ്കിലും അതിനകത്തൊന്ന് പോസിറ്റീവായിട്ടുള്ള സൈഡാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് ഒത്തിരിയേറെ വിശ്വസാഹിത്യത്തിലുള്ള കൃതികളെ പരിചയപ്പെടാൻ എനിക്ക് സഹായിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ അദ്ദേഹം ഓരോ ഇത് പറയുമ്പോഴത്തേക്കിന് ഇന്നാരുടെ കഥ അല്ലെങ്കിൽ വിശ്വസാഹിത്യത്തിലെ ഓരോ കൃതികളെ കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പം അദ്ദേഹം ഭയങ്കര ഒരു വായനക്കാരനാണ്. ഏതാണ്ട് 10,000-ഓളം പുസ്തകങ്ങൾ വീട്ടിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പം അത്ര അറിവുള്ള, അപ്പം അതുമല്ല ഇംഗ്ലീഷ്
പ്രൊഫസറുമായിരുന്നു, യൂണിവേഴ്സിറ്റി കോളേജിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിരുന്നു അദ്ദേഹം. അപ്പം അക്കാഡമിക് തലത്തിലും വായനാ തലത്തിലും ഒക്കെ വളരെയേറെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആ കൃഷ്ണൻ നായർ സാർ എന്ന് പറയുന്നത്. ആ കൃഷ്ണൻ നായർ സാറിൻ്റെ വാരഫലം പുസ്തകം ആയിട്ട് എൻ്റെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് അന്ന് മലയാളനാട് വാരികയ്ക്കകത്താണ് വരുന്നത്. അപ്പോൾ ആ മലയാളനാട് വാരിക കിട്ടാനും വായിക്കാനും എളുപ്പമുള്ള ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ അത് ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ലൈബ്രറി മാത്രമുണ്ട്, എൻ്റെ ഓർമ്മയിലുള്ളൂ. മറ്റേ വടക്കേക്കര എൻ്റെ അടുത്ത വള്ളത്തോൾ മെമ്മോറിയൽ ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടെ ഇങ്ങനത്തെ പുസ്തകങ്ങളൊന്നും ഇങ്ങനത്തെ ഇതൊന്നും വായിക്കാൻ കിട്ടുമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചങ്ങനാശ്ശേരി എൻ്റെ വീട്ടിൽ നിന്ന് നടന്ന് 2-3-4 മൈൽ നടന്നു പോയി ആണ് അന്ന് പുസ്തകം വായിച്ചിരുന്നത്. ആ വായന ഒത്തിരിയേറെ നമ്മുടെ ഈ വിശ്വസാഹിത്യത്തിലുള്ള കൃതികളെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരം തന്നു. അപ്പം അതെല്ലാം വായിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കോളേജിൽ ഒരു ബേസിക് കിട്ടിയത് എന്നുള്ളതിനേക്കാളും ഉപരിയായി പിന്നെ അതിനുശേഷം ഞാൻ കൂടുതൽ വായിക്കാൻ തുടങ്ങി. അതിനുശേഷം ഇവിടെ അമേരിക്കയിൽ വന്നതിന് ശേഷമാണ് കൂടുതലും പിന്നെ വിശ്വസാഹിത്യത്തിലുള്ള ഈ ഗ്രീക്ക് മിത്തോളജിയിലുള്ള പുസ്തകങ്ങളും അതുപോലെ തന്നെ പിന്നെ ഷേക്സ്പിയറിൻ്റെ അല്ല പിന്നെ ടോൾസ്റ്റോയുടെയും ഡോസ്റ്റോവസ്കിയുടെയും പോലെയുള്ള വിശ്വസാഹിത്യകാരന്മാരിൽ പലരുടെയും പിന്നെ ഓ ഹെൻറി, ഇങ്ങനെ ഒത്തിരിയേറെ പേരുകളുണ്ട്. പ്രധാനികളുടെ എല്ലാം കഴിവുള്ളിടത്തോളം ഒരു പുസ്തകമെങ്കിലും വായിച്ചിരിക്കണമെന്നുള്ളൊരു നിർബന്ധമായിരുന്നു അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ പുസ്തകങ്ങൾ ഒത്തിരി കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സൽമാൻ റുഷ്ദിയുടെ നോവലുകൾ, ശശി തരൂരിൻ്റെ പുസ്തകങ്ങൾ, അങ്ങനെ ഒത്തിരിയേറെ പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അതിലെ ലിസ്റ്റ് ചെയ്യാൻ പോയ ഏതാണ്ട് 1000-ഓളം പുസ്തകം വീട്ടിലുണ്ട്. ആവശ്യമുള്ളപ്പോൾ എടുത്ത് വായിക്കും. അതിന് പിന്നെ അങ്ങനെ ഒരു കോളേജിൽ നിന്ന് കിട്ടിയ വിദ്യയിൽ നിന്നും അപ്പുറത്തേക്ക് എൻ്റെ വായന കൊണ്ടുപോവുകയും അത് എഴുത്തിൽ ഒത്തിരി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ആ പ്രോമത്തീസ് എന്നുള്ള കവിതയൊക്കെ ആണെങ്കിൽ അത് ഗ്രീക്ക് മിത്തോളജി അടിസ്ഥാനപ്പെടുത്തി എഴുതിയ കവിതയാണ് ഈ പറഞ്ഞ പ്രോമത്തീസ്. അതുപോലെ തന്നെ ഓരോ കവിതയ്ക്കും നമ്മൾ ഒരാശയം അല്ലെങ്കിൽ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ഇപ്പം ഓരോ കവിതയെപ്പറ്റി ഇപ്പം എഴുതുന്നതിന് മുമ്പേ അതിനെപ്പറ്റി ഇപ്പം ഞാൻ ഓം മണി പത്മേഹം എന്ന് പറഞ്ഞൊരു മലയാള കവിത എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പിന്നെ ടിബറ്റൻ സഹ്യസാനുക്കളിലെ ഇവർ ഒരുതരം കൊടി പറത്തുന്ന ഒരു ഇതുണ്ട് പിന്നെ ബുദ്ധിസത്തിൽ. അതിൻ്റെ ആ കൊടിയുടെ അർത്ഥം എന്താണ്, കൊടിയുടെ ഹിസ്റ്ററി എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഓം മണി പത്മേഹം എന്നുള്ള കവിത എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഓരോ കവിതയ്ക്കും നമ്മൾ അല്ലെ ഓരോ കവിതയ്ക്കായാലും കഥയ്ക്കായാലും പിന്നെ ലേഖനം എഴുതാനായാലും പിന്നെ മുട്ടത്തുവർക്കിയെ പറ്റി ഞാൻ പിന്നെ ഒരു മുട്ടത്തുവർക്കിയുടെ 100 വർഷ ശതാബ്ദി ആഘോഷത്തിന് വേണ്ടി ഒരു ലേഖനം എഴുതി കൊടുക്കണമെന്ന് മുട്ടത്തുവർക്കിയുടെ മരുമകൾ, എൻ്റെ സുഹൃത്താണ് ബേബിച്ചൻ്റെ വൈഫ്, പുള്ളിയുടെ വൈഫ് പിന്നെ എന്നോട് ആവശ്യപ്പെട്ട് ഇങ്ങനെ മുട്ടത്തുവർക്കിയുടെ ശതാബ്ദി ആഘോഷിക്കുന്ന ഒരു സ്മരണീയ ഇറക്കുന്നുണ്ട്, അതിനുവേണ്ടി ഒരു ലേഖനം എഴുതി തരണമെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ അന്ന് എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ മുട്ടത്തുവർക്കിയുടെ പുസ്തകങ്ങൾ പണ്ടൊക്കെ വായിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ വായിച്ച് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതാനോ കുറച്ച് നമുക്ക് റെഫറൻസ് വേണമല്ലോ. അപ്പോൾ അതിന് പുള്ളിക്കാരത്തി എനിക്ക് ന്യൂയോർക്കിൽ നിന്നും 5-6 പുസ്തകങ്ങൾ അയച്ചു തന്നു. അങ്ങനെ അത് വായിക്കുകയും കൂടുതൽ എനിക്കറിയാവുന്ന മുട്ടത്തുവർക്കിയും അല്ലെങ്കിൽ ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടുന്ന മുട്ടത്തുവർക്കിയേക്കാളും ആ പുസ്തകങ്ങൾ വായിച്ചിട്ട് എഴുതുന്നതാണ് എനിക്കിഷ്ടമുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ ആ കരകാണക്കടൽ പോലെയുള്ള കൃതികൾ എനിക്ക് ഏറ്റവും ഇഷ്ടം, മുട്ടത്തുവർക്കിയുടെ നോവലുകളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് കരകാണക്കടലും അതുപോലെ തന്നെ ഒരു കൂടെയും സ്കൂളിൽ പഠിച്ചതാണെന്ന് തോന്നുന്നു. അത് മറ്റു പിള്ളേർ പഠിച്ചതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും സ്കൂൾ സിലബസിലുണ്ടായിരുന്ന ഒരു പുസ്തകമാണ്. ആ ഒരു കൂടെയും കുഞ്ഞുങ്ങളും പിന്നെ മുട്ടത്തുവർക്കിയുടെ കരകാണക്കടലും ഇതെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മുട്ടത്തുവർക്ക് എൻ്റെ നാട്ടുകാരനായതുകൊണ്ട് തന്നെ ഗ്രാമീണ അന്തരീക്ഷമുള്ള കഥകളായിരുന്നു, നോവലുകളാണ് അദ്ദേഹം എഴുതിയിരുന്നത് മുഴുവൻ. പിന്നെ അപ്പം ആ പുസ്തകങ്ങളെല്ലാം പഠിച്ച് വളരെ നല്ലൊരു ലേഖനം എഴുതി. ആ ലേഖനം പിന്നെ ഈ മലയാളിയിൽ ഇപ്പോഴും കിടപ്പുണ്ട്, എൻ്റെ ആർക്കൈവ്സിനകത്ത് കിടപ്പുണ്ട്. അതായത് ഞാൻ എഴുതി ഇവിടെ കൊടുക്കുന്നതിൽ പലരും ആർക്കൈവുകളൊന്നും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ ഈ മലയാളിയിൽ കുറേയേറെ എൻ്റെ ആർക്കൈവ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ മലയാളി.com എഴുത്തുകാർ എന്നുള്ള സെക്ഷനിൽ പോയാൽ ജോസഫ് നമ്പിയുടെ എന്നൊരു ബട്ടണുണ്ട്, അതിൽ കുത്തിയാൽ എനിക്ക് കുറേയേറെ കൃതികൾ അതിനകത്ത് കാണാൻ സാധിക്കും.
പിന്നെ അടുത്ത എന്താ പറയേണ്ടത്? സാറ് കോളേജിലെ 5 വർഷം സാറ് സാഹിത്യപരമായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടുതൽ പ്രാവീണ്യം നേടി. ഈ കാലയളവിൽ സാറിന് കോളേജിൽ നിന്നും കിട്ടിയ മറ്ററിവുകൾ എന്തൊക്കെയാണ്? അതായത് അവിടുത്തെ സ്പോർട്സ് ആണേലും അവിടുത്തെ സമരങ്ങളാണേലും ചങ്ങനാശ്ശേരിയിലെ പ്രമുഖരെ. ഞാൻ കോളേജ് സ്കൂളിലും പഠിക്കുന്ന കാലത്ത് സത്യം പറഞ്ഞാൽ വളരെ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു, അന്തർമുഖൻ എന്ന് പറയും. വളരെ ക്വയറ്റായിട്ട് ഈ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ വലിയ ആരോപണത്തിനൊന്നും അതായത് യൂണിയൻ പ്രവർത്തനമൊക്കെ ശക്തമായിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ അതിലൊന്നും പോകാറില്ലായിരുന്നു. പക്ഷേ KSCയുടെ ഒരു അനുഭാവിയായിരുന്നു അന്ന്. അതുകൊണ്ട് യൂണിയന്റെ പ്രവർത്തനങ്ങളിലൊന്നും പോവുക, ഞാൻ ഒരു സമരങ്ങളിലും പങ്കെടുക്കാൻ പോകും. അതിന്റെ കൂടെ ചിലപ്പം പോയെന്നിരിക്കാം. പക്ഷെ ഒരു കല്ലേറോ വല്ലതും ഉണ്ടായാൽ അപ്പോൾ ഞാൻ തിരിഞ്ഞു നടക്കും. എനിക്ക് ഈ അക്രമ പ്രവർത്തനം, നശീകരണ പ്രവർത്തനം, സ്കൂൾ, അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇതിനകത്ത് എനിക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ കലാലയ അന്തരീക്ഷം കലാപ ആലയങ്ങളാക്കി മാറ്റുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് ഈ കോളേജിൽ പോകുന്നത് പഠിക്കാനാണ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നും അറിയണമെന്ന് അർത്ഥമില്ല. പക്ഷെ അതെല്ലാം പലപ്പോഴും തീരുന്നത് കൊലപാതകങ്ങളിലും അങ്ങനെയൊക്കെയുള്ള അങ്ങനത്തെ വയലൻസിനോട് എനിക്ക് ഒരിക്കലും ഒരു കാലത്ത് യോജിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് കോളേജിൽ പഠിച്ചിരുന്ന കാലത്തായാലും പിന്നീട് ഞാൻ ജോലിയുടെ കാര്യത്തിലായാലും വന്നപ്പോഴും യൂണിയനുകളിൽ ഇടപെട്ടപ്പോഴായാലും എന്നായാലും ഒരിക്കൽ പോലും ഒരു പൊതുമുതലെ നശിപ്പിക്കാനോ കല്ലെറിയാനോ ഞാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് കോളേജിലെ അത്ര വലിയ ഫേമസ് എന്നെ സ്കൂളിലും കോളേജിലും പഠിച്ച പിള്ളേർക്ക് അറിയാവുന്നുള്ളതല്ലാതെ അതിനപ്പുറം വലിയ ഇത് തോന്നില്ല. പക്ഷെ അന്ന് ലൈബ്രറിയിൽ പോയി എടുത്ത് പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു. അതുപോലെ തന്നെ NCCയിൽ, അവിടെയും കോളേജിൽ NCCയിലുണ്ടായിരുന്നു. പിന്നെ NCCയിൽ ആക്റ്റീവായിരുന്നു. പിന്നെ അതല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞില്ല, സ്പോർട്സിൽ കൂടുതൽ ഞാൻ ഇടപെട്ട് ലോങ് ജമ്പ്, ഹൈ ജമ്പ് ഇതെല്ലാം ചെയ്തത് ചെത്തിപ്പുഴ പള്ളിയിലെ ഇതായിരുന്നപ്പോഴത്തേനാണ്. അന്ന് എല്ലാ സ്പോർട്സിലും ഉണ്ടായിരുന്നു. ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതെല്ലാം കൂടാതെ ലോങ് ജമ്പ്, ഹൈ ജമ്പ്, പിന്നെ ഇങ്ങനെ ഓട്ടം, 100 മീറ്റേഴ്സ് റേസിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അത് ഇവിടെ അമേരിക്ക വന്നിട്ടും പള്ളിയിൽ പല പ്രാവശ്യം എനിക്ക് ഓട്ടത്തിന് ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ കോളേജിൽ ഞാൻ പൊതുവെ പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് സാമ്പത്തികമായ അത്ര വലിയ ഭദ്രതയുള്ള ഒരു കുടുംബമായിരുന്നില്ല ഞങ്ങൾ ഫാമിലി വളരെ പേരുള്ള കുടുംബമായിരുന്നെങ്കിലും പ്രശസ്തമായ കുടുംബമാണെങ്കിലും പിന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്കൊന്നും കുറേ വസ്തുക്കളുണ്ട്, അതിൽ കൃഷി ചെയ്തുകൊണ്ടാക്കുന്നു. പിന്നെ പിതാവ് പറയുമ്പോൾ സ്കൂൾ അധ്യാപകൻ്റെ വരുമാനം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് കോളേജിൽ പോയി സ്പെൻഡ് ചെയ്യാൻ അതിന് മാത്രം പണമൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതാണ് സത്യം. അപ്പം കഴിവുള്ളിടത്തോളം പഠിക്കുന്ന കാലത്ത് അടങ്ങി നോക്കി നല്ല പയ്യനായിട്ട് ജീവിച്ചു. എങ്കിലും പിന്നെ ഞാൻ പറഞ്ഞില്ലേ, യൂണിയൻ പ്രവർത്തനങ്ങളിൽ അന്ന് കോളേജ് യൂണിയന്റെ 2 പ്രാവശ്യം ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നായിരുന്നു പിന്നെ യൂണിയൻ ചെയർമാൻമാർ 2 പേരുണ്ടായിട്ടുണ്ട്. AC ചാക്കോയും പോളും 2 പേരും ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ ഉള്ളവരായിരുന്നു. അതുപോലെ യൂണിയൻ ചെയർമാനായിട്ടും സെക്രട്ടറി ആയിട്ടും ഒക്കെയുള്ള പലരും ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നുണ്ടായിരുന്നു. അപ്പം അവരുമായിട്ടൊക്കെ പിന്നെ ബന്ധപ്പെടും. പിന്നെ പോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ KSCയുടെ സംസ്ഥാന സമ്മേളനം ഇവിടെയൊക്കെ നടക്കുമ്പോഴത്തേന് അതൊരു ഓളത്തിന് അവരുടെ എല്ലാം കൂടെ ഒരു എൻജോയ്മെന്റ് എന്നുള്ള നിലയിൽ കഴിഞ്ഞാണ് പോകുന്നത്. അങ്ങനെ പല പ്രാവശ്യം സംസ്ഥാന സമ്മേളനങ്ങൾക്കൊക്കെ പിന്നെ എറണാകുളത്തൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്തും പോയിട്ടുണ്ട്. അത് പിന്നെ അതല്ലാതെ വലിയതായിട്ട് സ്പോർട്സിലൊന്നും അവിടെ വെച്ചില്ല. പിന്നീട് ഈ പിന്നെ കോളേജിലെ പഠനം കഴിഞ്ഞേച്ച് പിന്നെ ഞാൻ SI ടെസ്റ്റിന് പോയത് ഓർമ്മയുണ്ട്. അത് ഞാനിപ്പം പറയണോ പിന്നെ കോളേജിൽ ഇനി എന്താ ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ, ഞാൻ അവിടെ കോളേജിൽ പിന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റും ഞാൻ പറഞ്ഞല്ലോ മലയാളവും എല്ലാ ലാംഗ്വേജും സോഷ്യോളജിയും ഒക്കെ ആയിരുന്നു എൻ്റെ വിഷയങ്ങൾ. അന്ന് പ്രിൻസിപ്പളായിരുന്നിരുന്നത് ആദ്യത്തെ തവണ ഒരു ഇവരുടെ എല്ലാം പേര് ഞാൻ പുളിക്കപ്പറമ്പിലച്ചൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, സോഷ്യോളജി പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി താടിയൊക്കെ വെച്ചൊരു പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, കാളാശ്ശേരി അച്ഛനെ. പിന്നെ അത് കഴിഞ്ഞേച്ച് വന്നത് വേറെ ഒരാള് വന്ന കുരിയാളശ്ശേരി. ഇവരെല്ലാം ആയിരുന്നു അന്നത്തെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അഗസ്റ്റിൻ സാറായിരുന്നു ഞങ്ങളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഉലയന മാപ്പിള സാറായിരുന്നു. പ്രൊഫസർ ഡോക്ടർ അഞ്ജനാട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കവിതയൊക്കെ എഴുതുന്ന ഒരാളായിരുന്നു. അപ്പൊ ഈ ഇവരുടെയൊക്കെ ക്ലാസ്സുകളിൽ ഇരിക്കുകയും സ്വാധീനം ആ ക്ലാസ്സിൻ്റെതായ അല്ലെ അന്ന് കിട്ടിയ അറിവുകളും ഇതൊക്കെ ഒത്തിരി എഴുത്തിനെ സ്വാധീനിച്ചു.
ഇനി ചോദ്യങ്ങൾ ചോദിക്കും. ഗ്രാജുവേഷൻ സാറ് BA അവിടുന്ന് കംപ്ലീറ്റ് ചെയ്തു. അന്ന് ഈ പറഞ്ഞ മാതിരി ഞാൻ ഒരിക്കലും പഠനത്തിൽ വലിയ മിടുക്കനായിരുന്നിട്ടില്ല. അതുകൊണ്ട് വലിയ മാർക്കൊന്നും കിട്ടിയില്ല. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റി, പിന്നീട് തുടരാനും പറ്റിയില്ല. അതുമല്ല, സാമ്പത്തിക സ്ഥിതി അല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് കോളേജ് പഠനം നിർത്തേണ്ടി വന്നു. അത് പിന്നെ അതിനുശേഷം ഞാൻ അമേരിക്ക വന്നതിന് ശേഷം കാലിക്കട്ട് യൂണിവേഴ്സിറ്റി മലയാളം പിന്നെ അതിന് ചേർന്നതാണ്, കറസ്പോണ്ടൻസ് കോഴ്സിന് ചേർന്ന്. എന്നിട്ട് PhDക്ക് എന്നിട്ടെങ്കിലും ഒരു പിന്നെ റിസർച്ച് നടത്തി PhD എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്യും നമ്മുടെ എല്ലാം ചെയ്തതാണ്. ആ ഇടയ്ക്കാണ് വൈഫിനൊരു ആക്സിഡന്റ് വന്ന് അതും മുടങ്ങി. അപ്പോൾ PhDയും ഡോക്ടറേറ്റും എല്ലാം അതോടെ പോയി. സാറ് ഈ BAക്ക് 3 വർഷം ആ കോളേജിൽ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് കോളേജ് ഡേ പറ്റി സാറിന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? 3 ദിവസത്തെ പ്രോഗ്രാം ഉണ്ടല്ലോ SB കോളേജിൽ, ഒരു കോളേജ് ഡേ. അത് കോളേജ് ഡേ മാത്രമല്ല, അവിടെ എപ്പോഴും എല്ലാ വർഷവും പിന്നെ നാടകങ്ങൾ അരങ്ങേറുവായിരുന്നു. അതുപോലെ ഈ മലയാളത്തിലുള്ള ശാകുന്തളം, പിന്നെ അതുപോലെ പ്രശസ്തമായിട്ടുള്ള ഓരോ കൃതികൾ, പിന്നെ അല്ലെങ്കിൽ ഷേക്സ്പിയറിന്റെ മാക്ബത്ത്, ഇങ്ങനെയുള്ള ഓരോ നാടകങ്ങൾ അവിടെ ഓരോ പ്രാവശ്യം ഉണ്ടായിരുന്നു. അത് പിന്നെ അതുകൂടാതെ ഈ കോളേജ് ഡേക്കൊക്കെ മധു ഒരു പ്രാവശ്യം വന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. മധു വന്ന് എപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട്. അദ്ദേഹം സംസാരിച്ച് അത് സത്യം മരിച്ച സമയത്തായിരുന്നു. അപ്പം പിന്നെ പുള്ളി സ്റ്റേജിൽ കയറിയുന്നതുകൊണ്ട് പലരും പറഞ്ഞു, അപ്പം പുള്ളി പ്രസംഗം പറയുന്നതിന് മുമ്പ് ചിലരൊക്കെ പറഞ്ഞു സത്യന്റെ വിടവ് നികത്താൻ ആണ് മധു എന്നുള്ള മട്ടിൽ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് അത് പിടിച്ചില്ല, മധുവിന് അത് തീരെ പിടിച്ചില്ല. അപ്പം പ്രസംഗത്തിന് വന്നപ്പോഴത്തേക്കിനും സത്യന്റെ വിടവ് നികത്താൻ ഞാൻ പോയ പിന്നെ എന്റെ വിടവ് ആരും നികത്തും എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു. ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ശരിയാ. അങ്ങനെ സംഭവബഹുലമായ 5 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ സാറ് പഠിപ്പിക്കാൻ പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കറിയാമല്ലോ, നാട്ടിൽ ഈ ജോലിയൊക്കെ കിട്ടാൻ അന്ന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പരീക്ഷകൾ എഴുതണം. പിന്നെ അപ്പം ഞാനിങ്ങനെ പഠിച്ചു കഴിഞ്ഞേച്ച് പിന്നെ ജോലിക്ക് പലതും അപ്ലൈ ചെയ്തു. അതിലൊന്നാണ് പിന്നെ ഞാൻ ആദ്യം ഈ പറഞ്ഞ പിന്നെ ക്ലാസ് പഠിപ്പിക്കാൻ പോയി. അതായത് 5 പാരലൽ കോളേജ് മാത്രമല്ല, നമ്മുടെ SH ചങ്ങനാശ്ശേരി SH എന്ന് പറയും, കുട്ടപ്പൻ എന്ന് പറയും. അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അത് പാരലൽ കോളേജ് അല്ല, അവിടെ 8ാം ക്ലാസ് തൊട്ട് BAക്ക് വരെ ക്ലാസ്. അപ്പൊ അവിടെ ക്ലാസ് എടുക്കുന്നതിൽ ഇംഗ്ലീഷ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. അതിന്റെ കൂടെ തന്നെ വേറെ 4 പാരലൽ കോളേജിലെ ട്യൂട്ടോറിയൽ കോളേജ് എന്ന് പറയും. അന്ന് SSLCക്ക് തോക്കുന്ന പിള്ളേരെ ഇടയ്ക്കൊരു സെമസ്റ്റർ പരീക്ഷ ഉണ്ടല്ലോ, അവർക്ക് അവരെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പിന്നെ പഠിപ്പിക്കുന്നതായിരുന്നു. അപ്പൊ അതായത് ഇംഗ്ലീഷ് തോറ്റ പിള്ളേർക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് 4 സ്ഥലത്ത്. അത് ഒന്ന് SH പിന്നെ ഉണ്ട്, അത് അവിടെ ഞാൻ പറഞ്ഞില്ല, 8ാം ക്ലാസ് തൊട്ട് സെക്കൻഡ് DC വരെയുള്ള പിള്ളേർക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുരിശുമൂട്ടിലൊരെണ്ണം, അത് ട്യൂട്ടോറിയൽ കോളേജ്. പിന്നെ പെരുമ്പനച്ചിയില്, വാകത്താനം, കൈതേപ്പാലം, അങ്ങനെ 5 സ്ഥലത്ത് ഒരിടത്തുനിന്ന് ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോകും. കറുകച്ചാലല്ല, ഇല്ല അവിടെ വന്നില്ല. അതായത് പെരുമ്പനച്ചിയാണ്, കുരിശുമൂട് ചങ്ങനാശ്ശേരി കവല തുടങ്ങി കുരിശുമൂട്ടില് കഴിഞ്ഞ് പെരുമനച്ചി മാന്ത്ര സാർ അറിയുമോ? മാന്ത്രയുടെ ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ജനാർദ്ദന സാറെന്ന് പറഞ്ഞ ഒരാളാണ് പിന്നെ വാകത്താനത്ത് നടത്തുന്നത്. പിന്നെ കൈതേപ്പാലം. ഇങ്ങനെ 5 സ്ഥലത്ത് കുറെ നാൾ ദിവസം പോകും. നമുക്ക് പിന്നെ പോവുക എന്നുള്ള, ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് വണ്ടി കയറുക. അങ്ങനെ കുറെ നാൾ അവിടെ ട്യൂഷൻ. പിന്നെ അതിനു മുമ്പ് കുറച്ച് നാൾ എൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു റിലേറ്റീവ് എന്ന് പറയാം, അങ്ങനെ ഒരാളുടെ വീട്ടിൽ കുറച്ച് പിള്ളേരെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഈ കോളേജ് പഠനം കഴിഞ്ഞ് നമുക്ക് ചിലവിന് കാശ് ഉണ്ടാക്കണം. അന്ന് സാറിന് ഓർമ്മയുണ്ടോ, അന്ന് ഒരു ദിവസം ഈ 5 അടുത്ത് പഠിപ്പിച്ചാൽ എത്ര രൂപ കിട്ടുമായിരുന്നു അന്ന് ഒരു മാസം? ഞാൻ പലരും വളരെ തുച്ഛമായിട്ടുള്ള പൈസ ഉള്ളു, ഞാൻ കൃത്യം ഓർക്കുന്നില്ല. അത് തന്നെ തരാൻ ചിലർക്ക് ബുദ്ധിമുട്ട് കിട്ടിയ സത്യത്തിൽ പൈസ പിന്നെ നമുക്ക് വട്ടച്ചെലവിനുള്ള എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഐക്യവന്യ ഒരു വലിയ വരുമാനം എന്നുള്ള ജോലിയൊന്നും അല്ലായിരുന്നു, സമ്പാദ്യത്തിനല്ലല്ലോ. ടൈം പാസ്. ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക്, അതായത് ജോലി കിട്ടുന്ന ഈ പിന്നെ അതിനുശേഷം പല പ്രാവശ്യം ഞാൻ പല ജോലിക്ക്, അതായത് പിന്നെ
എയർഫോഴ്സിൽ ജോലിക്ക് വേണ്ടി നോക്കി, ഇന്റർവ്യൂവിനൊക്കെ BSF ജോലിക്ക് വേണ്ടി വേലാങ്ക എന്ന് പറയും ബാംഗ്ലൂർ 2 പ്രാവശ്യം പോയിട്ടുണ്ട്, 2-3 തവണ. അത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ചേരാൻ നോക്കി, എയർഫോഴ്സിൽ ചേരാൻ നോക്കി. അങ്ങനെ ഏതാണ്ട് 2-3 സ്ഥലത്ത് അവിടെ എല്ലാം പോയി ഗ്രൗണ്ടിൽ കൂടെ 5 ഗ്രൗണ്ട് ഫിസിക്കൽ ടെസ്റ്റിനൊക്കെ ഓടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും കിട്ടിയില്ല. അതിനുശേഷം പിന്നീട് പിന്നെ SI ടെസ്റ്റിന് അപ്ലൈ ചെയ്തു കേരള പോലീസിലെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക്. അന്ന് ഡിഗ്രി ആണായിരുന്നു ക്വാളിഫിക്കേഷൻ. അപ്പൊ ഞാൻ അതിന് അപ്ലൈ ചെയ്തു. തൃശ്ശൂർ വെച്ചായിരുന്നു അതിന്റെ ഈ ഫിസിക്കൽ ട്രെയിനിങ് എല്ലാം. അതായത് പിന്നെ പടത്തെ കൂടെ കയറി വലിഞ്ഞു കയറുക, മതിൽ ചാടി കയറുക, ഇങ്ങനെ ഒത്തിരിയേറെ ഫിസിക്കൽ ഓട്ടം ചാട്ടം എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പാസ്സായി. റിട്ടേൺ ടെസ്റ്റിനും പാസ്സായി. പക്ഷേ അന്നത്തെ പിന്നെ കോൺഗ്രസ് ആയിരുന്നു ഒന്ന് ഭരിക്കുന്നത്. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആണ്. ഇൻഫ്ലുവൻസ് അല്ല, 50,000 രൂപ കൈക്കൂലി കൊടുത്താൽ അന്ന് കിട്ടിയേനെ. അത് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അന്ന് അത് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് സാറിന് PSC ടെസ്റ്റ് വഴിയാണോ KSRTC കിട്ടുന്നത്? അങ്ങനെ ഇരിക്കുക. പിന്നെ ടെസ്റ്റ് എഴുതി. പിന്നെ നമ്മുടെ നാട്ടുകാരന് MLA ഉണ്ടായിരുന്നു, അന്ന് ട്രാൻസ്പോർട്ടിലായിരുന്നു അദ്ദേഹം. പിന്നെ അതിന്റെ ഓർമ്മ ഞാൻ കൃത്യം ഇല്ല, KJ ചാക്കോ ആയിരുന്നു അതിന്റെ ഓർമ്മ, എനിക്ക് കൃത്യം അറിയത്തില്ല. ചിലപ്പോ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ചേട്ടന് ചിലപ്പോ രാഷ്ട്രീയക്കാരനൊക്കെ ആയിരുന്നതുകൊണ്ടായിരിക്കും. എങ്ങനെയോ കിട്ടി. ടെസ്റ്റ് എഴുതിയതാണോ അതായിരുന്നു, കോമ്പിനേഷൻ ഓഫ് ബോത്ത്. അതെ, അതിനെപ്പറ്റി നമുക്ക് അടുത്ത വരിലൊക്കെ പറയാം. താങ്ക് യു സോ മച്ച്. സാറിന് KSRTCയിലെ ഉദ്യോഗത്തെ പറ്റിയാണ് ഇനി നമ്മോട് സംസാരിക്കാൻ പോകുന്നത്. KSRTCയിലെ അനുഭവങ്ങളെ, യാത്രാ വിശേഷങ്ങളെ, കൂടെ ജോലി ചെയ്തവരെ, KSRTCയിലെ പ്രവർത്തനം, ലാഭത്തിൽ എങ്ങനെ പ്രവർത്തിക്കുക, ഇതിനെ പറ്റിയൊക്കെ സാറ് സംസാരിക്കുന്നതാണ് നമ്മളോട്. താങ്ക് യു. KSRTCയിൽ എനിക്ക് ജോലി കിട്ടുന്നത് 78-ലാണ്. 78-ലാണ് എനിക്ക് KSRTC ജോലി കിട്ടുന്നത്. അത് അവിടുന്ന് ആദ്യം പോസ്റ്റിംഗ് കിട്ടുന്നത് തൃശ്ശൂരായിരുന്നു. അപ്പം തൃശ്ശൂർ എനിക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലമാണ്. ഞാൻ അധികം യാത്രയൊന്നും ചെയ്തിട്ടില്ല. കോളേജ് പഠനത്തിന് മുമ്പ് അധികം യാത്രകളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ തൃശ്ശൂർ പോലും എനിക്ക് ഒരു അപരിചിതമായ സ്ഥലമായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടുത്തെ പൊതുവായ രീതി എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ കണ്ടക്ടറായിട്ട് ജോലി ചെയ്യാൻ ചെന്നാൽ അവിടുത്തെ യൂണിയൻകാരാദ്യം കയറി ചാക്കിടും. അവരുടെ യൂണിയനിൽ ചേർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അവിടെ അന്ന് പ്രധാനമായിട്ടുണ്ടായിരുന്നത് INTUC, CITU അതായത് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും പിന്നെ യൂണിയനുകളാണ് അന്ന് മുന്നിട്ട് നിന്നിരുന്നത്. ആ യൂണിയൻകാരെ നമ്മളെ ഏത് കണ്ടക്ടറായാലും അല്ലെ ഏത് ജോലിക്കാരൻ വന്നാലും അവരാണ് ആദ്യം അവരെ പിന്നെ അവരുടെ കൂട്ടത്തിൽ ചേർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ എന്നെ കൊണ്ടുപോയാലും CIT-കാർ എന്നോട് അല്ല പിന്നെ INTUC-കാരും എന്നെ സമീപിച്ചില്ല. ഇങ്ങനെ 2 ആണ് പ്രധാനമായിട്ടുള്ള. അവർക്ക് അവിടെ ലോഡ്ജുണ്ട്. ഇപ്പം ജോലിക്ക് ചെല്ലുമ്പോഴത്തേനും നമുക്ക് താമസിക്കാൻ ഒരു ദിവസം പോരല്ലോ. അപ്പം ദിവസം സ്ഥിരമായിട്ട് താമസിക്കാൻ സൗകര്യം ഉള്ളിടത്താണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിനൊക്കെ ഒത്തിരി പണച്ചെലവുള്ള കാര്യങ്ങളാണ്. അതുമല്ല എനിക്ക് പരിചയമില്ല. അപ്പോൾ ആദ്യം വന്ന് എന്നെ കുളിച്ചവരുടെ കൂട്ടത്തിൽ അങ്ങ് പോയി. വിളിച്ചത് CITU-കാരാണ്. അവരുടെ കൂടെ ഞാൻ അങ്ങ് പോയി. അവരുടെ ലോഡ്ജിലായിരുന്നു പിന്നെ താമസം എന്ന് പറഞ്ഞാൽ അല്പം അത്ര വലിയ സൗകര്യങ്ങളൊന്നുമില്ല. അതൊക്കെ പറയാൻ പോയാൽ ഒത്തിരി ദുരിതപൂർണമായിട്ടുള്ള കാലമായിരുന്നു എന്ന് മാത്രമേ ഞാൻ ചുരുക്കി പറയാം. നമ്മൾ പിന്നെ ഇങ്ങനെ പ്രത്യേകിച്ച് മുറികളോ ഇങ്ങനൊന്നും ഇല്ല. ഒരു കോമൺ ആയിട്ടുള്ളൊരു ഇതിനകത്താണ് നമുക്ക് താമസിക്കേണ്ടത്. അപ്പം നമ്മൾ വൈകിട്ട് ചിലപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ സ്ഥലത്ത് വേറെ ഒരുത്തം കയറി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഇടമുള്ളിടത്തോട്ട് കയറി കിടക്കുക, അത്രേ ഉള്ളൂ. അപ്പം 2 ലോഡ്ജുകളാണ്. അത് തന്നെ അതിൻ്റെ പേര് ഞാൻ മറന്നു. ഒന്ന് കറുപ്പനത്ത് ലോഡ്ജ് എന്ന് പറഞ്ഞാൽ തോന്നുന്നു INTUC-കാരുടെ, മറ്റവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിരുന്നു 2ൻ്റെയും താമസ സ്ഥലങ്ങൾ. അവിടെ 1 വർഷത്തോളം ഉണ്ടായിരുന്നു ഞാൻ. പിന്നെ ഉണ്ടായിരുന്നു അന്ന് തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ അവിടുത്തെ ലോക്കൽ സർവീസ് മുതൽ അന്നത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു പച്ച വണ്ടി ഉണ്ടായിരുന്നല്ലോ, എന്താ എക്സ്പ്രസ്, കണ്ണൂർ എക്സ്പ്രസോ എന്തോ അങ്ങനെ, സുൽത്താൻ ബത്തേരി എക്സ്പ്രസ് അങ്ങനെയാണ്ടും പറഞ്ഞൊരു ബസ്സാണ്. അതായത് ഓർഡിനറി ബസ് മുതൽ ഏറ്റവും കൂടിയ സുൽത്താൻ ബത്തേരി ബസ്സിൽ വരെ കണ്ടക്ടറായിട്ട് ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം
ഈ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ പലപ്പോഴും പലരും ടിക്കറ്റ് എടുക്കുകയില്ല. നമ്മൾ അവരുമുണ്ടാതിരിക്കും. നമ്മൾ എപ്പോഴും ഈ തിരക്കിനിടയിൽ ഈ ടിക്കറ്റിന് കൊടുക്കുകയോ എണ്ണി നോക്കുകയൊക്കെ ചെയ്യുന്നത് പ്രായോഗികമായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം ഒരു പ്രാവശ്യത്തെ ഒരു ദുരനുഭവം ഉണ്ടായത് പറഞ്ഞാൽ, ഞാൻ പിന്നെ ബസ്സിലിങ്ങനെ ഡ്യൂട്ടിയിലിരിക്കെ ഞാൻ എണ്ണി നോക്കി. അപ്പോൾ അതായത് കുഴപ്പം എന്നാന്ന് വെച്ചാൽ നമ്മൾ ജോലി ചെയ്യുന്ന എത്ര തിരക്കാന്ന് പറഞ്ഞാലും ആര് ടിക്കറ്റ് എടുത്തില്ലെന്ന് പറഞ്ഞാലും ഒരു ചെക്കിംഗ് ഇൻസ്പെക്ടർ കയറി കഴിഞ്ഞാൽ നമ്മുടെ പുറത്താണ് എൻ്റെ കുറ്റം മുഴുവൻ. നമ്മുടെ ജോലി പോകുന്ന ഏർപ്പാടാണ്. അപ്പം ഇത് ഒരു പ്രാവശ്യം ഞാൻ എണ്ണി നോക്കി ഒരാൾ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അപ്പം വിളിച്ചു ചോദിക്കുന്നു, 100 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ഒന്നും ഒരുത്തരും മിണ്ടുന്നില്ല. ഒടുവിൽ ഒരു മനുഷ്യൻ ഇരുന്ന് ഉറങ്ങുന്ന പോലെ ഏറ്റവും ബാക്ക് സീറ്റ് ഇരിപ്പുണ്ട്. ആ മനുഷ്യനെ ഞാൻ ഉണത്തുകയല്ല, സത്യത്തിൽ കള്ളയുറക്കമായിരുന്നു, ഉറങ്ങുന്നില്ലായിരുന്നു. ആ ആള് അവിടെ ഒരു മജിസ്ട്രേറ്റായിരുന്നു. അത് അങ്ങനെ ഒരു കോടതിയിൽ മജിസ്ട്രേറ്റായിരിക്കുന്ന ആളാണ് ടിക്കറ്റ് എടുക്കാതെ ഈ വണ്ടിക്കകത്തിരിക്കുന്നത്. അപ്പം അത് ആരാന്ന് പറഞ്ഞാലും ഞാൻ ഒരു ചെക്കിംഗ് ഇൻസ്പെക്ടർ കയറിയാൽ ഞാൻ ഔട്ടക്കാരൻ. ഇയാള് ഇതിൽ കൂടുതൽ നമ്മൾ എന്താ ചെയ്യണ്ട, വിളിച്ചു പറയാൻ ചോദിക്കുന്ന ആളെന്നു ഇതൊക്കെ ഇത്രയുമായിട്ടും പിന്നെ ഒടുവിൽ സംശയത്തിന്റെ പേരിലായി പുള്ളിയോട് ചോദിക്കുന്നത്. അപ്പോഴാ പുള്ളിയാണ് ടിക്കറ്റ് എടുക്കാതിരുന്ന ആള്. ശരി. അത് പിന്നെ പുള്ളി കേസാക്കി ഞാൻ കോടതി കയറേണ്ടി വന്നു. പുള്ളി എൻ്റെ പേര് കേസ് കൊടുത്തു. പുള്ളി ഞാൻ അവഹേളിച്ചെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആയി. പിന്നെ എൻ്റെ സ്റ്റേറ്റ് യൂണിയൻ ആയിരുന്നു. അതുകൊണ്ട് യൂണിയൻകാർ ഇടപെട്ട് അത് ഒതുക്കി തീർക്കായിരുന്നു പിന്നീട് ചെയ്തത്. എന്നിട്ട് കോടതി പോണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള ചില ദുരനുഭവങ്ങളുണ്ട്. പിന്നെ KSRTC എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും, ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല, അവിടെ ഒരുമാതിരിപ്പെട്ട പല സ്ഥലത്തും രാത്രി ഈ നൈറ്റ് സ്റ്റേ കിടക്കുക എന്ന് പറയാൻ. അതായത് അത് ചിലപ്പം നല്ല എന്താ ഈ ഉൾനാടുകളിലൊക്കെ ആയിരിക്കും പോകുന്നത്. അവിടെ പോയി നമ്മൾ അവിടെ കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് തിരിച്ച് സർവീസ് എന്തോ തിരിച്ച് അവിടുന്ന് രാവിലെ തിരിച്ച് സർവീസ് വരിക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേ കിടക്കുന്നവരുടെ വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മളെ ഈ വണ്ടിയെ തന്നെ കിടക്കണം, അല്ലാതെ വേറൊരു ലോഡ്ജിങ്ങും ബോർഡിങ്ങും ഒന്നും. ആ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ KSRTC വണ്ടി മുഴുവൻ മൂട്ടയുടെ ഇതിന്റെ ഈ സീറ്റുകളുടെ മുഴുവൻ ചകിരി റബ്ബർ കൊണ്ടുണ്ടാക്കുന്നത്. അപ്പൊ ഇതിനകത്ത് മുഴുവൻ മൂട്ടയുടെ വാസമാണ്. അപ്പം രാത്രി നമ്മൾ കിടക്കുമ്പോ ഈ മൂട്ട നമ്മളെ അത് ആ രാത്രി വണ്ടിയിൽ കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് അവിടുന്ന് പോരുന്നതിന് മുമ്പ് നമുക്ക് അറ്റ്ലീസ്റ്റ് വലുതൊക്കെയും ഇതൊക്കെ വേണം. അതിനൊക്കെ ഒന്നിനും സ്ഥലമില്ല. അവിടെ പോയി പെരുവഴി കിടന്നുറങ്ങുക, പെരുവഴി ബസ്സിൽ കിടന്നുറങ്ങുക, മൂട്ടകടി കൊള്ളുക. ഒരു പ്രാവശ്യം ഞാൻ അവിടെ അടുത്ത് കിടന്നപ്പോഴത്തേക്കിന് ഈ ചോരുന്ന ബസ്സായിരുന്നു. അപ്പം എൻ്റെ ഈ മൂട്ടകടി കാരണം ഞാൻ പുറകിൽ നിന്ന് എടുത്തു മാറി വേറൊരു സീറ്റ് വന്ന് കിടന്നു. അപ്പോഴാണ് രാത്രി നല്ല കോരിച്ചൊരിയുന്ന മഴ. അതിനകത്തൊന്നും ദേഹം മുഴുവൻ നനഞ്ഞു. രാവിലെ നോക്കിയപ്പോഴത്തേന് എൻ്റെ നല്ല അന്ന് കാക്കിയാണ്, പോലീസിന്റെ വേഷം പോലെയാണ്, കാക്കി പാൻസും കാക്കി ഷർട്ടും ഒക്കെയാണ്. അതും മുഴുവൻ നനഞ്ഞു. അത് കാരണം ഞാൻ കൊണ്ടുപോയിരുന്ന മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ട് എനിക്ക് ജോലി ചെയ്യേണ്ടി വന്നു. അതിന് ഇൻസ്പെക്ടർ പിടിച്ച അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ്. അതുപോലെ പിന്നെ എന്താ വെച്ചാൽ എപ്പോഴും ഈ തിരക്കാണ് ബസ്സിനകത്ത്. നമുക്ക് ആൾക്കാർ ഇടിച്ചങ്ങ് കയറുകയാണ്. ആ ഇടിച്ചു കയറി ചില നല്ല ഡ്രൈവർമാരാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ചങ്ങനാശ്ശേരി കടങ്ങറ പണ്ട് ബസ് പാലമില്ലായിരുന്ന കാലത്താണ് ഈ നമ്മൾ കടങ്ങറ വരെ ഒരു ട്രിപ്പ്, പിന്നെ കടങ്ങറയിൽ നിന്ന് നെടുമുടിക്ക് വരണം, പിന്നെ പള്ളാത്തുരുത്തിക്ക് വരണം, അങ്ങനെയാണ് ആലപ്പുഴയ്ക്ക് പോകുന്നത്. അപ്പോൾ ഈ പല സ്ഥലത്തും ഈ കിടന്ന് നനഞ്ഞ് പോകേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പം കടങ്ങറ ടു ചങ്ങനാശ്ശേരി സർവീസ് പോവുകയാണെങ്കിൽ ഈ 20 മിനിറ്റാണ് അവർ പറയുന്നതെങ്കിലും നല്ല ഡ്രൈവർമാരാണ് 10 മിനിറ്റ് കൊണ്ട് ഓടി അവർ
ചങ്ങനാശ്ശേരി സ്റ്റാൻഡിലെത്തും. അതിനോടകം വണ്ടി നിറച്ചുള്ള പിള്ളേർ നിറച്ച് കാണും, അങ്ങനെ കോളേജ് പിള്ളേർ കാണും, ജോലിക്ക് വരുന്നവർ കാണും. അത് നിറച്ചുള്ള ടിക്കറ്റ് കൊടുക്കാനുള്ള സമയമൊന്നും നമുക്ക് കിട്ടത്തില്ല. നിർത്തിയിട്ടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാർ പ്രശ്നം ഉണ്ടാക്കും, പിള്ളേർ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അനുഭവം ഒത്തിരി കടുത്ത ജോലിയായിരുന്നു എനിക്ക് ആ ജോലി. സത്യം പറഞ്ഞാൽ അതിൻ്റെ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഈ പിന്നെ നിന്നുകൊണ്ട് നമ്മൾ ഓടുന്ന വണ്ടിയിൽ കൈ പിടിക്കാതെന്ന് വേണം അതിൽ ജോലി ചെയ്യാൻ. അപ്പം അങ്ങനെ എൻ്റെ നടുവിന് കുറേ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വൈകിട്ട് ജോലി കഴിയുമ്പോഴത്തേന് ഭയങ്കര പുറത്തിന് വേദനയൊക്കെ ആയിട്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. വളരെ കഷ്ടപ്പാട് പിടിച്ച ഒരു ജോലിയാണ്. പിന്നെ ഒരു ജോലി വേണം. ഈ സമയത്ത് ഡ്രൈവർമാരുടെ സ്ഥിതി എന്തുവാ? ശരിക്കും പറഞ്ഞാൽ അവർക്കാണോ ബുദ്ധിമുട്ട് കൂടുതൽ അതോ കണ്ടക്ടർമാർക്കാണോ? ഞാൻ നോക്കിയിട്ട് കണ്ടക്ടർമാരുടെ അത്രയും ബുദ്ധിമുട്ട് ഡ്രൈവർക്ക് ഇല്ല. അവര് വണ്ടി ഓടിച്ച ആൾക്ക് യാത്രക്കാരുമായിട്ട് ഇടപെടുവായിട്ട് കുടിക്കൊന്നും പ്രശ്നമില്ല. നമ്മൾ ഈ പിള്ളേരുമായിട്ട് 100 തരം സ്വഭാവക്കാരാണ് വരുന്നത്. ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. പിന്നെ വളരെ ദുരിതം പിടിച്ച പരിപാടിയായിരുന്നു. പക്ഷേ ചങ്ങനാശ്ശേരി വന്ന് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പിന്നെ കുറെ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ വന്ന് സ്റ്റേഷൻ മാസ്റ്ററായിട്ടും പിന്നെ റിസർവേഷനിലും അനൗൺസ്മെന്റിലും ഒക്കെ ആയിട്ട് കൂടുതലും ഇരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം കണ്ടക്ടറായിട്ട് പോകുന്നതിനേക്കാളും ഒത്തിരി സുഖമാണ് ആ ജോലി എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ കൂടെ അന്നത്തെ കാലത്ത് കണ്ടക്ടേഴ്സ് ജോലി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഭൂരിഭാഗവും MA ക്കാരും MA BEdും ഒക്കെയുള്ള വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് കണ്ടക്ടർ കാര്യം. ജോലിക്ക് നല്ല ശമ്പളമുണ്ട്. പിന്നെ നാട്ടിൽ ജോലി കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് എൻ്റെ കൂടെ ഒത്തിരി പേരുണ്ടായിരുന്നു. MAയും BEdും പഠിച്ച പിള്ളേർ പോലെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഈ തൃശ്ശൂരിലായാലും ചങ്ങനാശ്ശേരി വന്നപ്പോഴായാലും MA എടുത്തവർ, MA BEdും MAMEdും എടുത്തവർ വരെ കണ്ടക്ടേഴ്സായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം ചങ്ങനാശ്ശേരിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ അവിടെ ഒരു കണ്ടക്ടേഴ്സ് യൂണിയൻ അവരെ പുതുതായിട്ടുണ്ടാക്കി. അതായത് പിന്നെ നേരത്തെ ഈ CITUവിൻ്റെയും INTUCയും കുത്തകയായിരുന്നു KSRTC എന്ന് പറയുന്നത്. അപ്പം അവിടെ പുതിയതായിട്ട് TS ജോൺ മന്ത്രിയായിരുന്നപ്പോഴാണ് അതോ MLA ആയിരുന്നപ്പോഴാണ്, ഞാൻ കൃത്യം ഓർക്കുന്നില്ല, പിന്നെ ഒരു കണ്ടക്ടേഴ്സ് യൂണിയൻ തുടങ്ങി അഖില കേരള അടിസ്ഥാനത്തിൽ. പിന്നെ ഒരു കണ്ടക്ടേഴ്സിന് മാത്രം. അതായത് കേരള കോൺഗ്രസിന്റെ TS ജോൺ ആയിരുന്നു അന്നത്തെ അല്ല ഈ യൂണിയന്റെ ഹെഡായിട്ട് വന്നത്. അപ്പൊ ആ TS ജോണിന്റെ നേതൃത്വത്തിലുള്ള കണ്ടക്ടേഴ്സ് യൂണിയനിലെ ചങ്ങനാശ്ശേരി ഡിപ്പോയിലെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അപ്പം ആ പിന്നെ യൂണിയൻ തലപ്പത്തിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ കുറെ കൂടെ നമുക്ക് അത് പിന്നെ KSRTCയുടെ ഒരു ശാപമാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ എന്തെങ്കിലും തലപ്പത്തിരിക്കുന്നവർക്ക് ജോലിയൊന്നും ചെയ്യേണ്ട, അവർക്ക് സുഖമുള്ള ജോലികളൊക്കെ കിട്ടുക അവർക്കിരിക്കും. പലരും ഈ കണ്ടക്ടേഴ്സായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവർ പലരും പിന്നെ 2-3 പേരെ ക്ലറിക്കൽ ജോബിലേക്ക് മാറി. ഈ കണ്ടക്ടേഴ്സ് ജോലി എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാട് പിടിച്ചതായിരുന്നുകൊണ്ട് അവർ പിന്നെ ഈ വേറെ ഈ പിന്നെ ഓപ്പണിങ് വരുമ്പോഴത്തേക്കിന് അതെല്ലാം സ്വാധീനമൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ ഈ ഇതിലേക്ക് കയറി ക്ലറിക്കൽ ജോബിലേക്ക് മാറി. അവരൊക്കെ അതുകൊണ്ട് സുഖമായിട്ട് പിന്നെ ആയുഷ്കാലം പിന്നീട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് അമേരിക്കയ്ക്ക് വരാനുള്ള വിസ ഒക്കെ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് ഞാൻ ആ ലെവലിലേക്ക് നോക്കിയില്ല. എങ്കിലും ബാക്കി 7 വർഷത്തിൽ 1 വർഷം തൃശ്ശൂർ ഒഴിച്ചു കഴിഞ്ഞാൽ 6 വർഷം ഞാൻ ചങ്ങനാശ്ശേരി ഡിപ്പോയിലാണ് ജോലി ചെയ്തത്. അപ്പോൾ ആ ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ ജോലി ചെയ്തിരുന്നപ്പോഴും ഇതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും ചെറിയ വഴികൾ തൊട്ട് ഒത്തിരി ദൂരോട്ടുള്ളതുമായിട്ടുള്ള വലിയ പിന്നെ എല്ലാ സ്റ്റേഷൻ മാസ്റ്റർ ജോലിയും റിസർവേഷനും അങ്ങനെ ഒത്തിരിയേറെ വൈവിധ്യമാർന്ന ജോലികളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. പിന്നെന്തുവാ കൂടുതൽ സാറേ ഇതിൻ്റെ ഇടയ്ക്ക് സാറിന് ഇപ്പം റോഡിലൊക്കെ ഭയങ്കര ഗുണ്ടാ വർക്കുകളാണല്ലോ. ഒരു സൈഡ് കൊടുത്തില്ല, അത് ചെയ്ത് ഇത് ചെയ്തെന്നൊക്കെ പറഞ്ഞ് അടിയുമ്പോഴേ അന്ന് ആ കാലത്ത് ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അന്ന് പിന്നെ ഈ കുണ്ടും കുഴിയില്ലാത്ത കേരളം ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ആ ദുരിതം പിടിച്ച വഴികളിലൂടെയുള്ള ആണ് ഡ്രൈവർമാരുടെ യാത്ര. അവർക്ക് ബുദ്ധിമുട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പിന്നെ ഒരു കണ്ടക്ടർ ജോസഫ് സാറിനോട് ഇനി നമുക്ക് ചോദിച്ചറിയാനുള്ളത് അമേരിക്കയിലുള്ള മലയാളികളുടെ സാഹിത്യ പ്രവർത്തനങ്ങളെ പറ്റിയാണ്. എത്രമാത്രം മലയാളികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലെ
പ്രമുഖരായിട്ടുള്ളവരുണ്ട്. അറിയാവുന്ന കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. താങ്ക് യു സോ മച്ച് സർ. ഞാൻ ആദ്യത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞ മാതിരി 1970 തൊട്ട് എഴുതാൻ തുടങ്ങി. ഞാൻ നാട്ടിലുള്ള പത്രങ്ങളിലും ഒക്കെ എഴുതുമായിരുന്നു. ദീപികയിലും കേരളഭൂഷണം പോലെയുള്ള പത്രങ്ങളിൽ ഒക്കെയാണ് എഴുതി തുടങ്ങിയത്. അത് കഴിഞ്ഞ് 85 അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു. സാഹിത്യം തൽക്കാലത്തേക്ക് കാത്തു വെക്കേണ്ടി വന്നു. അപ്പം ആദ്യത്തെ 2-3 വർഷമൊന്നും കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല. കാരണം അമേരിക്കയിൽ വന്ന് കാലുറപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ പറിച്ചു നടപ്പെട്ട മറ്റൊരു രാജ്യത്തു നിന്ന് വന്നവർക്ക് നിലനിൽപ്പ് എന്നുള്ളതാണ് മറ്റുള്ള എല്ലാത്തിനേക്കാളും പ്രധാനം. അതുകൊണ്ട് ആയിരുന്നു ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തത്. അതിനുശേഷം പതുക്കെ നമ്മുടെ തനി സ്വഭാവം പുറത്തു വന്ന് നമുക്ക് ഇതിനകത്തൊക്കെ ഇടപെടാതിരിക്കാൻ പറ്റില്ലാത്തൊരു പണ്ട് പോലെ എഴുത്തിനോട് താല്പര്യമുണ്ട്. അപ്പം അത് തുടരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഡാളസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു കേരള അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു, മലയാളികളുടെ സംഘടന. അപ്പം ആ സംഘടനയിൽ പോവുകയും പിന്നെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലൈബ്രറിയനായിട്ടൊക്കെ ഞാൻ അവിടെ പിന്നെ ലൈബ്രറിയനായിട്ട് ആയിരുന്നു അവിടെ വർക്ക് ചെയ്തിരുന്നത്. അവിടെ കമ്മിറ്റിയിൽ കേരള അസോസിയേഷൻ ലൈബ്രറിയനായിട്ട് കുറച്ച് വർഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ ഒരു കയ്യെഴുത്ത് മാസിക ഉണ്ടായിരുന്നു, കൈരളി എന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്ന് പിന്നെ ഇന്നത്തെ മാതിരിയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കയ്യെഴുത്ത് മാസികയായിട്ടാണ് അത് പ്രവർത്തിച്ചിരുന്നത്. മനു എന്ന് പറഞ്ഞൊരു ഇവിടുത്തെ ഒരു പിന്നെ കലാകാരനുമാണ്. അങ്ങനെ നാടകം അഭിനയിക്കും, പിന്നെ വരയ്ക്കും, എഴുതും. പിന്നെ പുള്ളിയായിരുന്നു അതിൻ്റെ പ്രധാന പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ മനുവിൻ്റെ പിന്നെ ഇതിലുള്ള ഒരു കൈകളിക്കകത്തൊക്കെ എൻ്റെ ചില കഥകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പാക്കരൻ മുതലുള്ള ചില കഥകളൊക്കെ അതിനകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം ലൈബ്രറിയനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പം നാട്ടിൽ പോയിട്ട് വന്നപ്പം 2-3 വീട്ടിൽ നിറച്ച് പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്നത് ഓർമ്മയിലുണ്ട്. പിന്നെ അന്ന് അമേരിക്കയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പിന്നെ അമേരിക്കയിലുള്ള എഴുത്തുകാരുമായിട്ട് പിന്നെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ ലൈബ്രറി തുടങ്ങി. അവിടെ ഞാൻ തുടങ്ങിയതല്ല, ഞാൻ വന്നപ്പോൾ ആ ലൈബ്രറി ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് കുറേ കൂടെ പുസ്തകങ്ങൾ ശേഖരിക്കാൻ സാധിച്ചു എന്നുള്ളതുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ സാഹിത്യവുമായി താല്പര്യമുള്ളവരുടെ ഒരു സംഘടന ഉണ്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ തോന്നി. അങ്ങനെ ഈ പറഞ്ഞ മനു മാത്യു, അതുപോലെ തന്നെ അന്ന് ഡാളസും പരിസരത്തും ഉണ്ടായിരുന്ന ചിലരെ ഉൾപ്പെടുത്തി ഞങ്ങളൊരു KLS എന്ന് പറഞ്ഞ പേരിലൊരു സാഹിത്യ സംഘടന രൂപം കൊടുത്തു. KLS എന്ന് പറഞ്ഞാൽ കേരള ലിറ്റററി സൊസൈറ്റി ഓഫ് ഡാളസ് എന്നാണ് എൻ്റെ മുഴുവൻ പേര്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയും 2ാമത് പ്രസിഡൻറ്റും ഇരുന്നിട്ടുണ്ട് ഞാൻ. KLS ഈ സാഹിത്യ സംഘടന എന്ന് പറഞ്ഞാൽ എഴുത്തുകാരെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു സാഹിത്യ സംഘടനയ്ക്ക് സാധിക്കുന്നതല്ല. എനിക്ക് അതിനകത്ത് വിശ്വാസവുമില്ല. സാഹിത്യ സംഘടന ഉണ്ടായതുകൊണ്ട് സാഹിത്യകാരനുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നില്ല. സാഹിത്യ സംഘടന എന്ന് പറഞ്ഞാൽ സത്യത്തിൽ സാഹിത്യകാരന്മാരുടെ ഒരു കൂട്ടായ്മ, അങ്ങനെയുള്ള താല്പര്യമുള്ളവർക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും ഒക്കെയുള്ള ഒരു വേദി. പിന്നെ അപ്പോൾ അന്ന് കേരള അസോസിയേഷന് ഉണ്ടായിരുന്നെങ്കിലും അവിടെയും വിഷയം സാഹിത്യമൊന്നും അത്ര വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അപ്പം എങ്കിലും ഈ കയ്യെഴുത്ത് മാസികയിലൂടെ അവിടെയുള്ള കഴിവുള്ളവർക്ക് സാഹിത്യ സൃഷ്ടികളൊക്കെ പ്രസിദ്ധീകരിക്കുമായിരിക്കും. പിന്നെ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്നുള്ള പത്രമൊക്കെ ഇവിടെ വരണമെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞായിരിക്കും പത്രങ്ങളൊക്കെ വരുന്നത്. അന്നേരം അതൊക്കെയായിരുന്നു അന്നത്തെ മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ. തീരെ നമ്മൾ അന്ന് ഇൻ്റർനെറ്റ് ഇല്ല, സെൽഫോണില്ല, ഒന്നുമില്ല. അപ്പം ലാൻഡ് ഫോണിൽ കൂടെ ഉള്ള ബന്ധവും പിന്നെ നാട്ടിൽ നിന്ന് വല്ലപ്പോഴും വരുന്ന പത്രങ്ങളും ഒക്കെയാണ് മലയാള പിന്നെ താല്പര്യമുള്ളവർക്ക് വായിക്കാനായിട്ടും വാർത്ത വായിക്കാനോ അല്ലെങ്കിൽ കഥ വായിക്കാനോ ഒക്കെ എന്നുള്ള സൗകര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നീടുള്ളത് ഈ പറഞ്ഞ ലൈബ്രറിയിലൊക്കെയാണ്. അപ്പോൾ അവിടുന്ന് പുസ്തകങ്ങൾ വായിക്കാമെന്നല്ലാതെ പത്രമാസികകളൊന്നും അന്ന് കോമൺ അല്ലായിരുന്നു, വരത്തുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേന് ഞങ്ങൾ ഈ സാഹിത്യ പിന്നെ സ്നേഹമുള്ള കുറേ പേര് കൂടിയാണ് ഈ KLS തുടങ്ങിയത്. അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയും 2ാമത്തെ പ്രസിഡൻറ്റും മാത്രമല്ല അതിൻ്റെ ഭരണഘടന എഴുതിയതും ഞാനാണ്.
അങ്ങനെ അത് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഞങ്ങളെ ഈ ഫൊക്കാനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ അന്ന് ഫോമായൊന്നുമില്ല. ഫൊക്കാന പിന്നെ ആയിരുന്നു ഉണ്ടായിരുന്ന ഒരു ദേശീയമായിട്ട് അല്ല മൊത്തമുള്ള ഒരു സംഘടന എന്ന് പറയുന്നത്, മലയാള സംഘടന എന്ന് പറയുന്നത് ഫൊക്കാനയായിരുന്നു. അപ്പം ഫൊക്കാനയുടെ സമ്മേളനങ്ങളൊക്കെ പോകുമ്പോഴും സാഹിത്യ താല്പര്യമുള്ളവർക്ക് ഒരു അംഗീകാരവും പരിഗണനയും ഒന്നും കിട്ടുന്നില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഞങ്ങൾ 1996 ഡാളസിൽ നടത്തിയ ഫൊക്കാനയിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഒരു 2-3 പേര് ഒരു ദേശീയ സാഹിത്യ സംഘടന ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാനും അതുപോലെ തന്നെ അന്ന് നാട്ടിലുണ്ടായിരുന്ന ഒരു CMI അച്ഛൻ്റെ പേര് മറന്നുപോയി, ഞാൻ പിന്നീട് പറയാൻ പേര്. അങ്ങനെ 2-3 പേര് ഞങ്ങൾ അന്നത്തെ പ്രശസ്തമായ പത്രം എന്ന് പറഞ്ഞാൽ മലയാളം പത്രമായിരുന്നു. അപ്പോൾ ആ മലയാളം പത്രത്തിനകത്ത് ഞാനും പിന്നെ ഈ പറഞ്ഞ വേറെ 2 പേര്, എനിക്കൊന്ന് ഹ്യൂസ്റ്റണിൽ നിന്നുള്ള ജോൺ മാത്യു, പിന്നെ CMI അച്ഛനൊരു എഴുത്തുകാരനാണ്, എന്തോ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പുസ്തകത്തിലുണ്ട്. അങ്ങനെ ഞങ്ങൾ 2-3 പേര് മലയാളം പത്രത്തിൽ ഇങ്ങനെ ഒരു ദേശീയ സാഹിത്യ സംഘടന ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യത്തെപ്പറ്റി ഞങ്ങൾ പത്രങ്ങളിൽ എഴുതി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ടാണ് പിന്നെ അങ്ങനെ ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത് എഴുതിയത്. അങ്ങനെ ന്യൂസ് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 96 ഫൊക്കാന നടത്തിയപ്പോഴത്തേക്കിന് അവിടെ വെച്ച് ഒരു അന്ന് എല്ലാവരും ഈ ഒരുമിച്ച് കൂടാനുള്ള ഏക അവസരം എന്ന് പറയുന്നത് ഫൊക്കാനയായിരുന്നു. അപ്പോൾ ആ ഫൊക്കാനയിൽ സാഹിത്യത്തിന് വലിയ സ്ഥാനമൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു പരിമിതിയും പരാതിയും ഒക്കെ ഉള്ളതുകൊണ്ട് സമാന ചിന്താഗതിക്കാരെല്ലാം കൂടി ഒരു ദിവസം ഈ 96 ഫൊക്കാന ഡാളസിലെ ആനറ്റോൾ ഹോട്ടലിൽ വെച്ച് നടത്തിയപ്പം അവിടെ വെച്ച് ഞങ്ങളെല്ലാവരും കൂടി ഒരു മുറിയിൽ വൈകിട്ട് സമ്മേളിച്ചു. കുറേ പേര് ഇങ്ങനെ താല്പര്യമുള്ളവരെല്ലാം കൂടെ അവിടെ കൂടി. ആ സമ്മേളനത്തിൽ വെച്ച് ഡോക്ടർ MST നമ്പൂതിരി ടൈലറിലുണ്ടായിരുന്ന അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, കമ്പ്യൂട്ടർ സയൻസിലെ അധ്യാപകനാണ്. അദ്ദേഹത്തിനെ ചെയർപേഴ്സണും എന്നെ ചെയർപേഴ്സണുമായിട്ട് ഒരു കമ്മിറ്റി എടുത്തു ഫൊക്കാന സമ്മേളനത്തിൽ വെച്ച് ഇങ്ങനെ ആലോചിക്കാനും അങ്ങനെ സംഘടന രൂപീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി. ചെയർപേഴ്സണായിട്ട് MST നമ്പൂതിരിയെയും ചെയറായിട്ട് ജോസഫ് നമ്പിയോട് എന്നെയും തിരഞ്ഞെടുത്തു. അങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞ് 97 ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തപ്പോൾ KLS വേണ്ടി എഴുതിയ ഭരണഘടന ഞാൻ കുറച്ചുകൂടെ രൂപമാറ്റം വരുത്തി ദേശീയ സംഘടനയ്ക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കി. അതായത് കേരള ലിറ്റററി സൊസൈറ്റി എന്ന ലോക്കൽ സാഹിത്യ സംഘടനയ്ക്ക് വേണ്ടി എഴുതിയ ഭരണഘടന ദേശീയ സംഘടനയായ ലാനയ്ക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി. അങ്ങനെ തയ്യാറാക്കി അവിടെ അന്ന് നിലവിലുണ്ടായിരുന്ന അമേരിക്കയിലെല്ലാം ഉള്ള സാഹിത്യ സംഘടനകളുടെ ആൾക്കാരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ട് അവരെയൊക്കെ ക്ഷണിച്ചിട്ട് കേരള അസോസിയേഷൻ്റെ ഡാളസിലെ കേരള അസോസിയേഷൻ്റെ ഓഫീസിൽ വെച്ചൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അപ്പം ഹ്യൂസ്റ്റണിൽ നിന്നുള്ള 5 പേര് അന്ന് അതിൽ പങ്കെടുത്തിരുന്നു. അന്ന് ഹ്യൂസ്റ്റൺ റൈറ്റേഴ്സ് ഫോറം ഉണ്ട്. അന്ന് എല്ലായിടത്തും ഈ ലോക്കൽ സാഹിത്യ സംഘടനകളുണ്ടായിരുന്നു, പക്ഷേ ദേശീയമായ സാഹിത്യ സംഘടന ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയർപേഴ്സണായിട്ടിരുന്നപ്പം ദേശീയ സംഘടന ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ സെലക്ട് ചെയ്തത്. അപ്പം ഞാൻ പലയിടത്തും ആൾക്കാരെ വിളിച്ച് അന്ന് നിലവിലുണ്ടായിരുന്ന സാഹിത്യ സംഘടനയുടെ ആൾക്കാരുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് കുറച്ച് പേരൊക്കെ വന്നു. ഫിലാഡൽഫിയയിൽ നിന്ന് ഒരാൾ വന്നു, ചാക്കോ ശങ്കരത്തിൽ വന്നു, ന്യൂയോർക്കിൽ നിന്ന് മനോഹർ തോമസ് വന്നു, ഹ്യൂസ്റ്റണിൽ നിന്ന് 6 പേര് വന്നു. അങ്ങനെ കുറേ പേരെല്ലാം അതിനകത്ത് ഞാൻ എല്ലാവരുടെയും പേര് ഓർക്കുന്നില്ല. അന്ന് ചിക്കാഗോയിൽ നിന്നുള്ള അവിടെ മലയാള സാഹിത്യവേദി എന്ന് പറഞ്ഞിരുന്നുണ്ട്, അവരുടെ ആൾ വന്നു. അങ്ങനെ അന്ന് അറിവിലുണ്ടായിരുന്നിടത്തു നിന്ന് എല്ലാ ആൾക്കാരെ വിളിച്ച് ആണ് ആ സമ്മേളനം നടത്തിയത്. അപ്പോൾ ആ സമ്മേളനം നടത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഒരു പേര് ഇതിനു വേണ്ടി കണ്ടുപിടിക്കും. ആ ഭരണഘടന ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ല. ഭരണഘടന ഉണ്ടാക്കി അതുപോലെ തന്നെ ഒരു പറ്റിയൊരു പേര് ഞാൻ ഇട്ടു. ഞാൻ ഇട്ടിരുന്ന പേരെന്ന് പറഞ്ഞാൽ ഫോളോ എന്നായിരുന്നു. അതായത് ഫെഡറേഷൻ ഓഫ് ലിറ്റററി ഓർഗനൈസേഷൻ, ഫെഡറേഷൻ ഓഫ് ലിറ്റററി ഓർഗനൈസേഷൻസ് ഇൻ അമേരിക്ക എന്നുള്ള അർത്ഥത്തിൽ FOL എന്ന് പറഞ്ഞൊരു പേരാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. അപ്പം അവിടെ വെച്ച് മീറ്റിംഗ് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് എല്ലാവരും
പിന്നെ ചർച്ചകൾ നടത്തി ഡാളസിലെ കേരള അസോസിയേഷൻ്റെ ഓഫീസിൽ വെച്ചാണ് അതിൻ്റെ സമ്മേളനം നടക്കുന്നത്. പിന്നെ അന്ന് എന്നിട്ട് ഇതെല്ലാം ചർച്ച ചെയ്തപ്പോഴേക്കും ഞാൻ എഴുതിയ ഭരണഘടന അതുപോലെ തന്നെ അപ്രൂവ് ചെയ്തു. പിന്നെ പേര് എല്ലാവരും കൂടെ ചർച്ച ചെയ്തിട്ട് ലാന എന്നാക്കി. ഞാൻ വിട്ട പേരിന് പകരം ലിറ്റററി അസോസിയേഷൻ, അന്ന് ആക്ച്വലി ഉണ്ടായിരുന്ന പേരെന്ന് പറഞ്ഞാൽ കേരള ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക, ക്ലാന എന്ന് വായിക്കാം. പക്ഷേ കെ സൈലന്റ് ആയിട്ടിരുന്നുകൊണ്ട് ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക ലാന എന്ന പേര് സ്വീകരിച്ചു. അപ്പോൾ അത് ഞാൻ ഇട്ട പേര് മാറ്റിയിട്ട് വേറൊരു പേരിട്ടു. ഞാൻ കൊണ്ടുവന്ന ഭരണഘടന അതുപോലെ അംഗീകരിച്ചു. അങ്ങനെ ആണ് ഒഫീഷ്യലായിട്ട് അന്ന് തുടക്കമിടുന്നത്. അത് 97, അതായത് 96 ഫൊക്കാനയ്ക്കാണ് പ്ലാൻ ഇട്ടത്. പിന്നെ കമ്മിറ്റിയെ സ്വീകരിച്ചു. അതിൽ കോ ചെയർപേഴ്സൺ ഞാനായിരുന്നു. അപ്പം ഈ പിന്നെ ഡാളസിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ആ കോ ചെയർപേഴ്സണെ ലാനയുടെ പ്രസിഡന്റായിട്ടും കോ ചെയർപേഴ്സണായ എന്നെ സെക്രട്ടറി ആയിട്ടും എടുത്തു. അങ്ങനെ ഒഫീഷ്യൽ ലാന ഉണ്ടായത് 97-ലാണെങ്കിലും പിന്നീട് പിന്നെ ഈ നമുക്ക് ഒരു പൊതുവേദി ഫൊക്കാന നടക്കുമ്പോഴാണല്ലോ കൂടേണ്ടത്. അല്ല, അതുകൊണ്ട് ആ 98 ആയപ്പോഴേ പിന്നെ ആദ്യത്തെ പിന്നെ ഇത് വാർഷികം പോലെ, അതായത് 2 വർഷം കംപ്ലീറ്റ് ചെയ്തതുപോലെ ആക്കി. കാര്യം എന്നാന്ന് ചോദിച്ചാൽ 96-ൽ ഫൊക്കാന നടന്ന് അടുത്ത 98-ൽ അടുത്ത ഇത് വേണം. അപ്പം 96 മുതൽ 97 വരെ ഞാനും അദ്ദേഹവും ചെയർപേഴ്സണും കോ ചെയർപേഴ്സണുമായി. പിന്നീട് ഉള്ള 1 വർഷം സെക്രട്ടറിയും പ്രസിഡന്റും സെക്രട്ടറിയുമായി. അങ്ങനെ അത് നടത്തി കഴിഞ്ഞ് 98-ല് റോച്ചസ്റ്ററിൽ വെച്ചായിരുന്നു ഫൊക്കാന കൺവെൻഷൻ. അപ്പോൾ ആ കൺവെൻഷനിൽ ഞാൻ അവിടെ ഞങ്ങളെല്ലാം കൂടെ കൂടി ഈ അന്നത്തെ നിലവിലുണ്ടായിരുന്ന കമ്മിറ്റികളും ആൾക്കാരെല്ലാം കൂടെ കൂടി വെച്ച് എന്നെ പ്രസിഡന്റുമാക്കി, ചാക്കോ ശങ്കരത്തിൽ സെക്രട്ടറി ആക്കി. അപ്പം 1 കൊല്ലം ഒഫീഷ്യലി പറഞ്ഞ ലാനയുടെ 1 കൊല്ലം സെക്രട്ടറി ആയിട്ടും 98 മുതൽ 2000 വരെ പ്രസിഡന്റുമായി. അപ്പം പിന്നെ പ്രസിഡന്റ് ആദ്യത്തെ സെക്രട്ടറി, ലാനയുടെ ആദ്യത്തെ സെക്രട്ടറിയും രണ്ടാമത്തെ പ്രസിഡന്റ്. ആദ്യത്തെ പ്രസിഡന്റ് MST, രണ്ടാമത്തെ പ്രസിഡന്റ് ജോസഫ് നമ്പിയോടും, ആദ്യത്തെ സെക്രട്ടറി ലാനയുടെ ആദ്യത്തെ സെക്രട്ടറി. അപ്പോൾ അങ്ങനെ നടത്തി. അങ്ങനെ ഈ പിന്നെ ലാനയുമായിട്ട് പ്രവർത്തിച്ചപ്പോൾ അമേരിക്കയിലുള്ള അതുമല്ല മലയാളം പത്രം എന്നുണ്ടായിരുന്നത് കൊണ്ട് ഒത്തിരി പേര് അതിനകത്ത് എഴുതുമായിരുന്നു, മലയാളം പത്രത്തിൽ എഴുതുമായിരുന്നു. അപ്പം ഇവരെ എല്ലാവരുമായിട്ട് പരിചയപ്പെടാനുള്ള അവസരങ്ങൾ കിട്ടി, ഇവിടുത്തെ എഴുത്തുകാരുമായിട്ട് പൊതുവെയുള്ള. അപ്പം പിന്നെ വളരെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. ഇങ്ങനെ എഴുത്തുകാരാരൊക്കെയാണെന്നും ഇവിടെ താല്പര്യമുള്ളവരാണ്. അങ്ങനെ ഈ സമ്മേളനങ്ങൾ കൂടി പിന്നെ ഒത്തിരി പേരെ പരിചയപ്പെടാനും ബന്ധപ്പെടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഒന്നും ഇതിനകത്ത് സംഘടനയിൽ ചേർന്നൊന്നുമില്ല. ഈവൻ അന്ന് വന്ന ഹ്യൂസ്റ്റണിൽ നിന്ന് വന്നവർ പോലും ലാനയിൽ ചേരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് മാറി നിന്നു. അപ്പം അപ്പോഴും ഞാൻ പല ലേഖനങ്ങളും അന്ന് ലാന എന്താണ്, എന്തിനു വേണ്ടിയാണെന്നൊക്കെയുള്ള പേരിൽ വെച്ചുകൊണ്ട് ഞാൻ പല ലേഖനങ്ങളും ഒക്കെ എഴുതി. അങ്ങനെയൊക്കെയാണ് ലാന ഒരു അറിയപ്പെടുന്ന സംഘടനയായിട്ട് മാറുന്നത്. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരും ഒക്കെ ആയിട്ട് ഒത്തിരി പരിചയമായി. അങ്ങനെയാണ് ഞാൻ 90 അതിന് മുമ്പാണ്, അതായത് ലാനയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണ് 96-ലെ ഫൊക്കാനയ്ക്ക് ഞാൻ ലിറ്റററി സൊസൈറ്റിയുടെ കേരള ലിറ്റററി സൊസൈറ്റി ഡാളസിന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് പിന്നെ ഈ മലയാള കവിത അമേരിക്കയിൽ നിന്ന് പറഞ്ഞൊരു കവിതാ പുസ്തകം ഇറക്കുന്നത്. ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്. അപ്പം അതിന് അവതാരി എഴുതിയ വിനയേന്ദ്ര സാറായിരുന്നു. സാറിനെ കൊണ്ടാണ് അവതാരി എഴുതിച്ചത്. അവതാരി എഴുതി പിന്നെ ഞാൻ അതിനകത്ത് വേറൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഇവിടെ ഉള്ള പിന്നെ ആ പുസ്തകമായിട്ട് പിന്നെ കാണിക്കണം. അപ്പൊ ആ പുസ്തകം പിന്നെ ആ പുസ്തകത്തിലാണ് ഇവിടെ അപ്പുറത്തിരിക്കുന്നത്. ഈ പുസ്തകമാണത്. പിന്നെ മലയാള കവിത അമേരിക്കയിൽ എന്ന് പറഞ്ഞുള്ള പുസ്തകം. അത് അതിൻ്റെ പടമെല്ലാം വരച്ചിരിക്കുന്നതും ലേഔട്ടും കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച മനു മാത്യു എന്ന് പറഞ്ഞ ആളാണ് ഇതെല്ലാം ചെയ്തത്. പിന്നെ ലിറ്റററി സൊസൈറ്റിയുടെ മെമ്പേഴ്സാണ് ഇതിൻ്റെ ഫണ്ട് ശേഖരിച്ചത്. അങ്ങനെയെല്ലാം ആണ് ആ പുസ്തകം അന്ന് വന്നത്. അത് അന്ന് ഏതാണ്ട് പിന്നെ 40-40 കവികൾ, 35 കവികളുടെ, അതായത് പിന്നെ ഇവിടെ അമേരിക്കയിലുള്ള 35 കവികളുടെ ഏതാണ്ട് 100-103 കവിതകൾ അതിനകത്തുണ്ട്, എൻ്റെ ഉൾപ്പെടെ. അങ്ങനെയാണ് അത് അമേരിക്കയിലെ ആദ്യത്തെ മലയാളികളുടെ തന്നെയായിട്ടുള്ള ആദ്യത്തെ കവിതാ സമാഹാരമാണ് ആ പുസ്തകം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് 2008-ൽ ഞാൻ കേരള സാഹിത്യ അക്കാദമിയുമായിട്ട് സഹകരിച്ച്
മറ്റേ പുസ്തകം കാണിച്ചത്. പിന്നെ സാഹിത്യ അക്കാദമിയുമായിട്ട് സഹകരിച്ച് അമേരിക്കൻ മലയാളികളുടെ മാത്രമായ ഒരു പുസ്തകം പ്രസിദ്ധം ചെയ്ത് അതിന് എഡിറ്റർ അന്നത്തെ അക്കാദമി മെമ്പറായിരുന്ന രാവുണ്ണി എഡിറ്റർ ഞാൻ അമേരിക്കയിൽ നിന്നുള്ള പിന്നെ കവിതകൾ കളക്ട് ചെയ്യാനാണ് എല്ലാം കളക്ട് ചെയ്യുന്ന സഹായിക്കുകയെല്ലാം ചെയ്ത് ഗസ്റ്റ് എഡിറ്റർ എന്നുള്ള പദവിയാണ് എനിക്ക് അതിനകത്തുണ്ടായിരുന്നത്. അങ്ങനെ ആ പുസ്തകം പിന്നെ അമേരിക്കൻ മലയാളി കവിതകൾ എന്ന പേരിൽ 2008 പ്രസിദ്ധീകരിച്ചു. പിന്നെ അത് ഇങ്ങനെ 2 പുസ്തകങ്ങൾ അമേരിക്കയിലെ മലയാളി കവികളുടെ കവിതകൾ 2 പുസ്തകങ്ങളിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. ഈ മലയാളികളുടെ ഇടയിലുള്ള ഈ സാഹിത്യകാരന്മാരിലെ വനിതകൾ ആരെങ്കിലും വിമൻസ് ആരെങ്കിലും ഉണ്ടോ? ഇപ്പോഴും ഉണ്ടോ? ഒത്തിരി പേരുണ്ട്. ഉണ്ടല്ലേ? അറിയാവുന്ന ആരെങ്കിലും? അറിയാവുന്നവര് പിന്നെ നമ്മുടെ ലാന എന്ന് പറഞ്ഞാൽ ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയാണ്. അതായത് അമേരിക്ക മാത്രമല്ല, കാനഡയിലുള്ളവരുണ്ട്. അപ്പൊ കാനഡയിൽ നിന്നുള്ള പല എഴുത്തുകാരും ഉണ്ട്. അതില് പിന്നെ നിർമ്മല എന്ന് പറഞ്ഞൊരു നോവലിസ്റ്റ് ഉണ്ട്, പിന്നെ ജോൺ അളമതയുണ്ട്, അങ്ങനെ കുറെ പേരുണ്ട് അവിടെ നിന്നുള്ളത്. പിന്നെ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം പിന്നെ സ്ത്രീകളായിട്ട് പറഞ്ഞാൽ നീന പനിക്കൽ എന്ന് പറഞ്ഞൊരു നീന പനിക്കൽ ഒത്തിരി നോവലുകൾ എഴുതിയിട്ടുള്ള ആളാണ്. ഈ നിർമ്മല ഒത്തിരി നോവലുകൾ എഴുതിയിട്ടുണ്ട്. പിന്നീട് നോവൽ എഴുതിയത് പറഞ്ഞാൽ നോവലും കഥയൊക്കെ എഴുതുന്ന പലരും ഉണ്ടായിരുന്നു. ഈ ഹ്യൂസ്റ്റണിലുള്ള ഒരാളുണ്ടായിരുന്നു, അവർ പുള്ളിക്കാരത്തിൽ മരിച്ചുപോയി, പേര് ഞാൻ അങ്ങോട്ട് ഓർക്കുന്നില്ല. അതുപോലെ നീന, നിർമ്മല, പിന്നെ സാഹിത്യത്തിൽ താല്പര്യവും മുന്നിട്ട് നിൽക്കുന്ന വേറെ കുറെ പേരുണ്ട്. പിന്നെ ഈ ഇവരുടെ എല്ലാം പേരങ്ങോട്ട് ഞാൻ ഹ്യൂസ്റ്റണിലെ എഴുത്തുകാരെന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുണ്ട്. അവരുമായിട്ടെല്ലാം ഞാൻ ഇടയ്ക്ക് അവിടുന്ന് ഞങ്ങൾ ഇവിടെ വന്ന് മീറ്റിംഗ് നടത്തി. ഇവിടെ ഞങ്ങൾ അവരെ അങ്ങോട്ട് വിളിച്ച് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അവിടെ ജോൺ മാത്യു, പിന്നെ നെല്ലിക്കുന്ന്, അങ്ങനെ കുറെ സാഹിത്യകാരന്മാര് ഇവിടെ നോവലിസ്റ്റുകളുണ്ട്. മണ്ണിക്കരോട്ട് ഇതാണ് ഞാൻ എല്ലാവരുടെയും പേര് ഒന്ന് ഓർപ്പിക്കാമെങ്കിൽ എളുപ്പമാണ്. അപ്പം പിന്നെ അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ട് ഞാൻ അത് പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ഇവിടെ പിന്നെ സാഹിത്യത്തിൽ താല്പര്യമുള്ള ഒത്തിരി പേരുണ്ട്, എഴുതുന്നവരുണ്ട്. അവരുടെയൊക്കെ ഒത്തിരി പേരുടെ പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഓരോരുത്തരെയും ഒന്ന് നേരത്തെ പറഞ്ഞ മാതിരി ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം പേരുകളും പറയാൻ എനിക്ക് ഓർമ്മയില്ല. പിന്നെ മീനു എലിസബത്ത് എന്നും പറഞ്ഞ ഒരാള് പിന്നെ ഡാളസിലുണ്ട്. തെക്കേമുറിയുണ്ട്. ഡാളസിലെ എഴുത്തുകാരുടെ പറഞ്ഞാല് പിന്നെ ഇവരൊക്കെ തെക്കേമുറി 2-3 നോവലുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ നോവൽ എഴുതിയിട്ടില്ല. കഥാ, കവിത, ലേഖനം ഇതൊക്കെയാണ് എൻ്റെ ഫീൽഡ്. പിന്നെ ഈ പറഞ്ഞ മീനു മാത്യു എന്ന് പറഞ്ഞ ആളെ പിന്നെ എന്നെപ്പറ്റി ഒരു ഇത് ഇന്റർവ്യൂ നടത്തി, അതാണ് മനോരമയിൽ ഇട്ടിരിക്കുന്നത്. ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു തന്നായിരുന്നല്ലോ. അതായത് അമേരിക്കയിലെ മലയാള സാഹിത്യം മുൻപേ നടന്നവർ എന്നുള്ള പങ്ക്തിയാണ്. അതിനകത്ത് കുറെ പേരെ ഉണ്ട്. കുറെ പേരുടെ ഇന്റർവ്യൂ പുള്ളി മുഖാമുഖം ഇന്റർവ്യൂ അല്ല, നമ്മളെ വിവരങ്ങൾ ശേഖരിച്ചിട്ട് പുള്ളി തയ്യാറാക്കി മനോരമയിൽ പബ്ലിഷ് ചെയ്തതാണ് ആ ലേഖനങ്ങളെല്ലാം. അതിനകത്ത് എൻ്റെ പേരുമുണ്ട്. ഞാൻ ജോസഫ് നമ്പിയോട് ഞാൻ ലിങ്ക് അയച്ചു. പിന്നീട് ഈ മലയാളിയിലെ അവാർഡ് കിട്ടിയപ്പോഴത്തേക്കിന് ഒരു പിന്നെ എന്നോട് ഈ മലയാളിയുടെ അവാർഡ് എനിക്കായിരുന്നു കിട്ടിയ ഏറ്റവും അവസാനം കിട്ടിയ അവാർഡ്. അതായത് കവിതയുടെ അവാർഡ് ഈ മലയാളിയുടെ കിട്ടിയപ്പോഴത്തേക്കിന് ഒരു ഇന്റർവ്യൂ ഇതുപോലെ തന്നെ പിന്നെ വിവരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് സുധീർ പണിക്ക് എന്ന് പറഞ്ഞ ഒരാളെ പിന്നെ അതെല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴും അതിനകത്ത് കിടപ്പുണ്ട്. നമ്മുടെ ഈ മലയാളിയുടെ ആർക്കൈവ്സിനകത്ത് എൻ്റെ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം ആ പിന്നെ 2 ഇന്റർവ്യൂ. പിന്നെയുള്ള ഒരു ഇന്റർവ്യൂ ഓർമ്മിക്കുന്നത് ന്യൂയോർക്കിലുള്ള മനോഹർ തോമസ് ചിക്കാഗോ ഫൊക്കാന നടത്തിയപ്പോഴത്തേക്കിന് എന്നെ ഒരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. അത് മുഖാഭിമുഖമായിട്ടുള്ള ഫേസ് ടു ഫേസ് വീഡിയോ. അത് അതിന്റെ പേര് ദൂരഗോപുരങ്ങളെന്നും പറഞ്ഞുണ്ടായിരുന്നു. അത് അങ്ങനെ കുറെ, അതായത് ഇവിടെ അമേരിക്കയിലുള്ള എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്ന ഒരു പങ്ക്തിയായിരുന്നു അത്. അത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 15-ലാണെന്നാണ് എൻ്റെ ഓർമ്മ, ചിക്കാഗോ കൺവെൻഷന് വെച്ചാണ് എന്നെ ഇന്റർവ്യൂ നടത്തിയത്. അങ്ങനെ മീനു മാത്യു ഇന്റർവ്യൂ നടത്തിയതുണ്ട്, ഈ മലയാളിയുടെ നടത്തിയതുണ്ട്, ദൂരഗോപുരങ്ങളുണ്ട്. പിന്നീട് ശേഷം ഇത്രയും വിശദമായ ഒരു മുഖാഭിമുഖം
ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ നടത്തുന്ന ആളാണ് സെന്നി. താങ്ക് യു സാർ. ഇത്രയും വിപുലമായി വേറെ ആരും നടത്തിയിട്ടില്ലെന്നുള്ളതാണ് വേറൊരു സത്യം. നമ്മൾ അടുത്തല്ലേ താമസം, അതുകൊണ്ടാണ് സാർ. താങ്ക് യു. നീ വേറെ എന്തെങ്കിലും ഇല്ല, താങ്ക് യു സാറേ. ഞാൻ ചുരുക്കുകയാണ്. സാറിന്റെ ഇപ്പോൾ ഉള്ള ഈ ഹ്യൂസ്റ്റണിലെ എഴുത്തുകാരില്ലേ, നിങ്ങൾ ഓരോ മാസം അല്ലെങ്കിൽ ഈ 2 മാസം കൂടുന്ന ഒരു പങ്ക്തിയില്ലേ, അതിന് 2 വാക്ക്. അത് ഹ്യൂസ്റ്റണിലെ പിന്നെ ഈ മണിക്കരോട്ടിന്റെ നേതൃത്വത്തിലുള്ള മലയാളം സൊസൈറ്റി, പിന്നെ കേരള ഹ്യൂസ്റ്റൺ റൈറ്റേഴ്സ് ഫോറം എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. 2 സംഘടനകളുമായിട്ട് ഞാൻ നേരത്തെ മുതലേ പലതിലും സഹകരിച്ചിട്ടുണ്ട്. പക്ഷെ അമേരിക്ക വന്നതിന് ശേഷം പിന്നെ കോവിഡൊക്കെ ആയിരുന്നല്ലോ, നമ്മൾ വന്ന സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതുവരെ അത് 2ലും ഞാൻ മെമ്പറൊന്നും ആയിട്ടില്ല. കാര്യം ഞാൻ ഇവിടെ വന്നിട്ട് പുതിയ ആളുമാണ്. അതുമല്ല പിന്നെ ഇപ്പോൾ സാഹിത്യ സംഘടനകളെ ആയിട്ട് അത്ര ആക്റ്റീവ് അല്ല ഞാൻ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നേരത്തെ എല്ലാത്തിലുമായിട്ട് ഇടപെട്ട് ലിറ്റററി സൊസൈറ്റി നടത്തി, ലാന നടത്തി. പിന്നെ ലാനയും ഈ 2ഉം, ലാനയും ലിറ്റററി സൊസൈറ്റിയും 2ഉം എൻ്റെ വീട്ടഡ്രസ്സിലെ പിന്നെ സർട്ടിഫിക്കറ്റ് മേടിച്ചിരിക്കുന്നത്. അതായത് പിന്നെ അസ്യൂംഡ് നെയിം സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അതായത് അന്ന് അക്കൗണ്ട് ചെയ്യുന്ന അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു നമുക്ക് ഈ അക്കൗണ്ടൊക്കെ. അപ്പം കേരള ലിറ്റററി സൊസൈറ്റിയും ലാനയും എൻ്റെ പേരിലും വീട്ടഡ്രസ്സിലുമാണ് രജിസ്റ്റർ ചെയ്തത് ആദ്യ തുടക്കത്തിൽ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പിന്നെ സാഹിത്യ സംഘടനയിൽ സത്യം പറഞ്ഞാൽ വലിയ ആക്റ്റീവ് ആകുന്നില്ല എന്ന് ഇപ്പോൾ പൊതുവെ ഇപ്പം എനിക്ക് അതിനോടുള്ള താല്പര്യം ഇല്ലാതായി എന്നുള്ളതാണ് സത്യം. നമുക്ക് ഓരോ കാലത്ത് ഓരോ താല്പര്യങ്ങളാണ്. ഇപ്പം കൂടുതൽ എനിക്കിഷ്ടം പോലെ കൂടുതൽ വായിക്കുക. എനിക്ക് 1000-ഓളം പുസ്തകം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞില്ല. അതിനകത്ത് തന്നെ ഇനിയും പിന്നെ ഇപ്പം ഈ പുസ്തകം നമ്മൾ ഇറക്കി 5-ാമത്തെ പുസ്തകം ഇറക്കി കഴിഞ്ഞതിന് ശേഷം തൽക്കാലം ഈ മലയാള സാഹിത്യവും എഴുത്തും ഒന്ന് വിട്ടു നിൽക്കാനാണ് ഉദ്ദേശം. ഒരു ഇംഗ്ലീഷിലൊരു നോവൽ എഴുതണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ചെറുപ്പം മുതലേ നടന്ന ആഗ്രഹം, ഇന്ന് വരെ നടന്നിട്ടില്ല. അപ്പം ഇംഗ്ലീഷ് വായിക്കുകയും കൂടുതൽ അതിനെപ്പറ്റി ഞാൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഞാൻ പറഞ്ഞില്ല, ഒത്തിരി ആൾക്കാരുടെ പിന്നെ ഈ അമേരിക്കൻ നോവലിസ്റ്റുകളുടെ തന്നെ നോവലുകളും ഇതെല്ലാം വായിക്കും. ഞാൻ ഇഷ്ടംപോലെ വായിക്കാറുണ്ട്, ഇപ്പോഴും ഉണ്ട്, കയ്യിലിരിപ്പുണ്ട്. അതുപോലെ ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സായിട്ടുള്ള പിന്നെ ഈ വാൻ റൂൾഫോയുടെ പെട്രോ പരാമ, അതുപോലെ തന്നെ മാർക്കേസിൻ്റെ മുഴുവൻ നോവലുകളും, പിന്നെ കസാൻഡിസാക്കിസിൻ്റെ നോവലുകൾ, ഇതെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പുസ്തകങ്ങളും ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടുതൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പിന്നെ ഒരു നോവൽ എഴുതണം, ഇംഗ്ലീഷിലൊരു നോവൽ എഴുതണമെന്നുള്ളതാണ് സാറിന്റെ ആഗ്രഹം സാധിക്കട്ടെ. ദൈവം അത് എത്രയും വേഗം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. സാറിനോട് ഒരു ചോദ്യം, ഒരു ഗ്ലോബൽ ക്വസ്റ്റ്യൻ ആണ്. സാർ ഇത്രയും രാജ്യങ്ങളും ഇത്രയും പുസ്തകങ്ങളും കേട്ടിട്ട് ഏത് രാജ്യക്കാരാണ് അല്ലെ ഏത് പ്രദേശക്കാരാണ് ഈ ലിറ്ററേച്ചറിൽ കൂടുതൽ ഷോ കാണിക്കുന്നത്, അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ ഒരു ജീവിതം പടുത്തുയർത്തുന്നത്? UK-കാരാണോ, യൂറോപ്പിലുള്ളവരാണോ, റഷ്യക്കാരാണോ? അത് പറഞ്ഞാൽ പിന്നെ ഇപ്പം പിന്നെ അത് ഞാനിപ്പം പറഞ്ഞ പിന്നെ ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചതിൽ ഇംഗ്ലീഷ് സാഹിത്യം മുഴുവൻ വന്നത് ഇംഗ്ലണ്ടിൽ. അതായത് ഷേക്സ്പിയർ മുതൽ കെല്ലി, കീറ്റ്സ്, ഇങ്ങനെ. അതായത് ഇംഗ്ലീഷ് സാഹിത്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സാഹിത്യമാണ്. അപ്പം അവരെ പറഞ്ഞു നിർത്താൻ പറ്റുമോ? എൻ്റെ ഓർമ്മയിൽ ഗ്രീക്ക് സാഹിത്യം എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് മിത്തോളജി, ബൈബിളും ഒക്കെ ഉണ്ടാകുന്നതിന് എത്രയോ കാലം മുമ്പുണ്ടായതാ ഗ്രീക്ക് മിത്തോളജി. ഗ്രീക്ക് മിത്തോളജി മുഴുവൻ പിന്നെ ഇന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ ആധാരശിലകളെന്ന് പറയാവുന്നത് ഗ്രീക്ക് മിത്തോളജിയും ഇംഗ്ലീഷ് സാഹിത്യവും പിന്നെ ഒക്കെയാണ് അതിൻ്റെ നമ്പർ 1 എന്ന് പറയുന്നത്. പിന്നെ ഭാരതത്തിലെ മാറ്റി നിർത്താൻ നമുക്ക് പറ്റും. അതായത് പിന്നെ ഹോമറിന്റെ ഇലിയഡ്, ഒഡീസിയും മുതല് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കിന് മഹാഭാരതം, രാമായണവും ഒക്കെ. അപ്പൊ ആരെയാ പുറകിൽ നിർത്തുന്നത്? ഗ്രീക്ക് സാഹിത്യത്തെ പുറകിൽ നിർത്താൻ പറ്റുമോ? ഇംഗ്ലീഷ് സാഹിത്യത്തെ നിർത്താൻ പറ്റുമോ? ഇനിയും പിന്നെ ലാറ്റിൻ അമേരിക്കൻ വന്നു കഴിഞ്ഞാൽ ഒന്നാന്തര നോവലുകൾ,
കേസൊക്കെ നമ്പർ 1, പിന്നെ അതിന്റെ 100 Years of Solitude ഒക്കെ ഭയങ്കര പുസ്തകങ്ങളാണ്. അപ്പം അവരെ മാറ്റി നിർത്താൻ പറ്റുകയില്ല. ജർമ്മനി വെച്ചാൽ ഗെയ്സെ മുതല് പിന്നെ എത്രയോ എഴുത്തുകാര്, പിന്നെ ഗുന്തർ ഗ്രാസ്, ഇങ്ങനെ ഒത്തിരി നോവലിസ്റ്റുകൾ. ഇറ്റാലിയൻസിനെ പറ്റി ഇറ്റാലിയന് എനിക്ക് ഉണ്ട്, പക്ഷെ ഇറ്റാലിയൻ നോവലുകൾ എഴുതുന്നവരെ പറ്റി റഷ്യയുടെ പറഞ്ഞാല് നമ്മുടെ ടോൾസ്റ്റോയും ഡോസ്റ്റോവ്സ്കിയും അങ്ങനെയുള്ള റൈറ്റേഴ്സൊക്കെ ആ എഴുത്തുകാരാണ്. അവരുടെ പിന്നെ ടോൾസ്റ്റോയുടെ ഒന്നും മാത്രം, പിന്നെ അന്നാ കരീന, പിന്നെ അങ്ങനെ ഒത്തിരിയേറെ. പിന്നെ ഈ പിന്നെ റഷ്യൻ വന്നു കഴിഞ്ഞാൽ ഡോസ്റ്റോവ്സ്കി പോലുള്ള എഴുത്തുകാര്, പിന്നെ ഏത് ഭാഷ എടുത്താലും ഈ നമ്മുടെ ആരും മോശം എന്ന് പറയാൻ എനിക്ക് പറ്റിയല്ലേ. നമ്മുടെ ഏഷ്യയിലെ ഫാർ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, ജപ്പാന്, കൊറിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താ അവിടുത്തെ സാഹിത്യമായിട്ട് എനിക്ക് വലിയ പിടുത്തമില്ല. ചിലരൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ കുറച്ച് എഴുത്തുകാരെ അറിയാവുന്നല്ലാതെ എനിക്ക് അത്രമാത്രം ബന്ധമില്ല അവരുമായിട്ട്. പിന്നെ ചൈന ഇച്ചിരി പുറകെ നിൽക്കുന്നത് സാഹിത്യത്തിൽ അവരാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്റെ അറിവിന്റെ പരിമിതി നമ്മളായിട്ട് അങ്ങനെ വലിയ ബന്ധങ്ങളില്ലല്ലോ. പിന്നെ ഏത് ഭാഷ ഞാൻ പറഞ്ഞില്ലേ, അമേരിക്കൻ ലിറ്ററേച്ചറിലോട്ട് വന്നു കഴിഞ്ഞാല് പിന്നെ ധാരാളം പേര്, പിന്നെ നമ്മുടെ ഈ ഓൾഡ് മാൻ ആൻഡ് സി ഒക്കെ എഴുതിയ എന്തോ അങ്ങനെയുടെ പേര്, നേരത്തെ ആയിരുന്നെങ്കിൽ ഞാനിതെല്ലാം ഇതിപ്പം അപ്രതീക്ഷിതമായിട്ടുള്ള എല്ലാവരുടെയും ലിസ്റ്റ് മനസ്സിൽ നിന്നും അങ്ങോട്ട് വരുന്നില്ല. ഓൾഡ് മാൻ ആൻഡ് സി എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ പിന്നെ കാച്ചർ ഇൻ ദി റൈ നന്നാണ്. അതുപോലെ കവിത എഴുതുന്ന വാൾട്ട് വിറ്റ്മാന്, ഇങ്ങനെ ഒത്തിരിയേറെ പേരുണ്ട്. അവരുടെ എല്ലാം പുസ്തകങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം കുറേയേറെ വായിച്ചിട്ടുമുണ്ട്. ഓൾഡ് മാൻ ആൻഡ് സി ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള പിന്നെ നോവലാണ്. സാർ വിശദമായിട്ടെല്ലാം പറഞ്ഞു. ഇവരെല്ലാം പ്രതിപാദിക്കുന്ന വിഷയം എന്തൊക്കെയാണ്? പൊളിറ്റിക്കൽ ആണോ അതോ എൻവയോൺമെന്റ് ആണോ? എല്ലാം ഉണ്ട്. അതായത് ഇപ്പം ഡ്രാക്കുള വായിച്ചിട്ടുണ്ടോ? അതായത് ഡ്രാക്കുള പറഞ്ഞ ഒരു തരം ഡിറ്റക്റ്റീവ്, അല്ല സോറി, പിന്നെ ഇത് പിന്നെ അല്ലല്ല ഡ്രാക്കുള അല്ല, പിന്നെ എന്തോ ഒരു ഡിറ്റക്റ്റീവ് നോവല് പോലൊക്കെ എഴുതുന്നു. പിന്നെ പിന്നെ എന്തോ അതിന്റെ പേര് ഞാൻ അങ്ങോട്ട്, ഇതെല്ലാം പുസ്തകമുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് മെമ്മറിയിലോട്ട്. സാർ പറഞ്ഞു വരുന്നത് ചുരുക്കി പറഞ്ഞാല് എന്റെ അനുഭവത്തിൽ എനിക്ക് പിന്നെ എല്ലാ ഭാഷയിലെയും വലിയ പ്രഗത്ഭരായ അറിയപ്പെടുന്നവരുടെ ഒരു പുസ്തകമെങ്കിലും കയ്യിൽ കാണണം, വായിച്ചിരിക്കണം എന്നൊരാഗ്രഹത്തിന്റെ പേരിലാണ് ഞാൻ ഒത്തിരി വായിച്ചിട്ടുണ്ട്. ഇനിയും വായിക്കാൻ കിടക്കുന്നു. വായിച്ചതിനേക്കാൾ കൂടുതൽ വായിക്കാതിരുന്നതാണ് കൂടുതൽ ഇപ്പോഴും ഉള്ളത്. സാർ ഏത് സമയത്തായി വായിക്കുന്ന? സത്യത്തില് ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണെങ്കിൽ ആക്ച്വലി ഞാൻ ഏറ്റവും ബിസിയായിരുന്ന കാലത്തായിരുന്നു കൂടുതൽ വായിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വായിച്ചിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും ഞാൻ ഏറ്റവും ബിസിയായിരുന്ന ഈ അന്നൊക്കെ ഓർത്തിരുന്നത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി എന്നൊക്കെയാണ് നമ്മുടെ ധാരണ. പക്ഷേ സത്യം അതല്ല. നമ്മള് പിന്നെ എല്ലാത്തിനും ഉണ്ട് ഓരോ രീതിയുണ്ട്. ഇപ്പം വായിക്കുന്ന പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകുമ്പോഴത്തേന് വായിക്കുമായിരുന്നു. കാരണം റേഡിയോളജി ജോലി ചെയ്യുമ്പോഴത്തേന് എപ്പോഴും ബിസി ആയിരിക്കണമെന്നില്ല. നമ്മൾ ഓരോ ജോലി ചിലപ്പം ബിസി അല്ലാത്ത സമയത്ത് വെറുതെ ഇരിക്കുമ്പോഴത്തേന് നമുക്ക് വായിക്കാം. പിന്നെ ഇപ്പം പിന്നെ ഞാൻ പുസ്തകങ്ങൾ വാങ്ങിച്ച് പിന്നെ വായിക്കുന്ന പറഞ്ഞാല് മിക്കവാറും ചിലപ്പം ബാത്റൂമിൽ പോയി കാര്യം ഏകാന്തത കിട്ടുന്നല്ലേ, പിള്ളേരും പിന്നെ ഭാര്യയുടെ ഒന്നും ശല്യമില്ലാതിരുന്ന് വായിക്കാൻ പറ്റുന്ന അങ്ങനെ വായിച്ചിട്ടുണ്ട്. പിന്നെ യാത്രകളിൽ വായിക്കാറുണ്ട്. വെറുതെ യാത്രകളിൽ അധികം വായിക്കുന്നത് എനിക്കിഷ്ടമില്ല. കാരണം യാത്ര എന്ന് പറഞ്ഞാൽ യാത്ര എൻജോയ് ചെയ്യുക. അതുകൊണ്ട് യാത്രകളിൽ അധികം വായിക്കാറില്ല. വീടിലിരുന്നോ ജോലി സ്ഥലത്ത് സമയമുള്ളപ്പോഴോ അങ്ങനെയൊക്കെയാണ് കൂടുതലും വായിച്ചിട്ടുള്ളത്. പിന്നെ പുസ്തകം ഇപ്പം പിന്നെ പലപ്പോഴും ഈ അച്ചടിച്ച പുസ്തകം അല്ലാതെ കിൻഡിലിനകത്തൂടെ നെറ്റിലല്ലേ. ഈയിടെ ഒരു നമ്മുടെ അമേരിക്കയിലുള്ള ഒരു വർഗീസ് എന്നാ പുള്ളിയുടെ പേര്, അങ്ങനെ ഒരു പുസ്തകമാണ് ഞാൻ ലേറ്റസ്റ്റ് മേടിച്ചത്. പിന്നിപ്പം അങ്ങേരുടെ ഒരു വലിയൊരു പുസ്തകമുണ്ട്. അതാണ് ഈ റീസെന്റ് മേടിച്ചത്. അത് ഓഡിയോ ബുക്ക് ഒരാൾ കിട്ടി. അപ്പം ഓഡിയോയിൽ കൂടെ കേട്ടോണ്ടിരിക്കുകയാണ് ഞാൻ. പകുതിയായി.
പകുതി ആയില്ല, ഏതാണ്ടൊരു കാൽഭാഗം കഴിഞ്ഞതേ ഉള്ളൂ. അത് ഓഡിയോയിലൂടെ കേൾക്കാനും പുസ്തകം മേടിച്ചതുകൊണ്ട് രണ്ടുമുണ്ട്. പിന്നെ കിൻഡിലൂടെ വായിക്കാം. പിന്നെ ഏറ്റവും പുതിയ പുസ്തകം ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇപ്പം ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് JD വാൻസ് പുള്ളിയുടെ ഒരു പുസ്തകമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ പുസ്തകം. അത് വളരെ ഒരാഴ്ചത്തെ അല്ല പുസ്തകം JD വാൻസ് ലൈവ് ആയത് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ്. അപ്പം പുള്ളിയെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. പുള്ളിയുടെ സാഹിത്യകാരനെ എങ്ങനെയാണ് അത് അന്ന് അവിടുത്തെ ഏതോ ഒരു പിന്നെ പ്രത്യേകിച്ച് ഉള്ള ഒരു അല്ല ഒരു കമ്മ്യൂണിറ്റിയുടെ കഥയാണെന്നാണ് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കിയത്. വായിച്ചില്ല, എന്നെ വന്നില്ല, ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ, വന്നിട്ടില്ല. സാറ് അമേരിക്കയിൽ എവിടെ നോക്കിയാലും യാത്രയിലൊക്കെ അമേരിക്കക്കാരെപ്പോഴും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അവരൊന്നും വെറുതെ ഒന്നും നോക്കിയിരിക്കുന്നില്ല, വായിച്ചുകൊണ്ടിരിക്കുക. അവർ വായിക്കുന്നത് എന്താണ് സത്യത്തില് സാറ് മനസ്സിലാക്കിയിട്ടുണ്ടോ? എനിക്ക് ഇവിടുത്തെ പിന്നെ ഞാനങ്ങനെ ഇവിടുത്തുകാർ വായിച്ചുകൊണ്ടിരിക്കുന്നത് യാത്രയിലൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. എന്താ വായിക്കുന്ന ചോദിച്ചാല് ഇവിടെ നമ്മുടെ പിന്നെ ഇവിടുത്തെ ബുക്ക് സ്റ്റോളിലൊക്കെ ചെന്ന് നോക്കിയാൽ നമുക്ക് കാണാമല്ലോ, എന്തിനാ സാംസിലോ വാൾമാർട്ടിലോ ഒക്കെ ചെന്നാലും കൂട്ടിയിട്ടിരിക്കുന്നതാണ് ബെസ്റ്റ് സെല്ലർ എന്നൊക്കെ. അപ്പം ഈ പറഞ്ഞ മുമ്പ് ഞാൻ പറഞ്ഞ ഒരു ഡോക്ടറാണ് റീസ് എന്ന് പറഞ്ഞ പുള്ളിയുടെ മുഴുവൻ പേര് ഞാൻ പുസ്തകത്തിന്റെ പേര് നോക്കി എടുത്തോണ്ട് വന്നാലേ അറിയത്തുള്ളൂ. അപ്പം പുള്ളി എഴുതിയ പുള്ളി നല്ല ഒരു ഡോക്ടറാണ്, വലിയ പ്രശസ്തനായ ഡോക്ടറാണ്. അങ്ങേരാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ പിന്നെ അത് ബെസ്റ്റ് സെല്ലറാണ്. ഓപ്ര വിൻഫ്രിയുടെ ബുക്ക് ക്ലബിലെ നമ്പർ 1 ബെസ്റ്റ് സെല്ലറൊക്കെ ആയിട്ടുള്ള പുസ്തകം. അപ്പൊ അങ്ങനെയുള്ള മലയാളികൾ എഴുതുന്ന പുസ്തകമാണെങ്കിലും അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ നമ്മളെ അമേരിക്കൻ ലിറ്ററേച്ചറിലുള്ള അമേരിക്കൻ സാഹിത്യത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന പിന്നെ ഇപ്പോൾ കാച്ചർ ഇൻ ദി റൈ ഉദാഹരണം പറഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടാണ് കാച്ചർ ഇൻ ദി റൈ, JD സാലിഞ്ചറിൻ്റെയാണ്. പിന്നീട് ഉള്ളത് പിന്നെ എന്താ ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്ന് പറഞ്ഞുള്ള ഒരു നോവല്. അങ്ങനെ പിന്നെ ഇംഗ്ലീഷ് സാഹിത്യം എന്നല്ല, പിന്നെ അമേരിക്കൻ ലിറ്ററേച്ചറിനകത്തുള്ള പലരുടെയും പുസ്തകങ്ങൾ എനിക്ക് അതുപോലെ ഇവിടെ ഈ പറഞ്ഞ ബുക്ക് ക്ലബുകളും ഇതൊക്കെയാണ്. അത് ആൾക്കാർ ഒത്തിരി മേടിക്കുന്നുമുണ്ട്. അങ്ങനെ വായിക്കുന്നതായിരിക്കാം. അവരുടെ എന്താ വായിക്കുന്നത് ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും അവരുടെ ഒരു ബുക്ക് കാണും. അതുപോലെ തന്നെ അവരൊരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കും. ഏതൊരു ടോപ്പിക് കിട്ടിയാലും ഒട്ടനെ ഇവിടെ ഒത്തിരി പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. അവർക്ക് ഇറക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ മലയാള സാഹിത്യവും ഇതായിട്ടൊക്കെയാണ് കൂടുതൽ പരിചയം. ഇംഗ്ലീഷ് സാഹിത്യമായിട്ട് അല്ലെ ഇത് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന്റെ രീതികളെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അരുന്ധതി റോയ് ഒക്കെ പിന്നെ ബുക്കർ പ്രൈസ് കിട്ടിയ നമ്മുടെ ഇപ്പൊ 4-5 പേർക്ക് ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പക്ഷെ മലയാളികളായിട്ടുള്ള ബുക്കർ പ്രൈസ് കിട്ടിയ ആകെയുള്ള അരുന്ധതിയുള്ളൂ. പിന്നെ ശശി തരൂരുണ്ട്, മലയാളം സാഹിത്യകാരനാണ്. പുള്ളിയുടെയും കുറെ നല്ല പുസ്തകങ്ങളുണ്ട്. മാജിക്കൽ റിയലിസം ഫീച്ചർ ചെയ്തുകൊണ്ടുള്ള അത് ഈ മാർക്കേസിന്റെ 100 Years of Solitude ഒക്കെ പോലെയുള്ള കൃതികളെന്ന് പറഞ്ഞാൽ കൂടുതലും അത് ഈ മാജിക്കൽ റിയലിസം എന്നൊരു സാങ്കേതിക വിദ്യ ഇതിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൃതികളാണ്. അപ്പം വായിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ഇതെല്ലാം സാഹിത്യത്തിനോടുള്ള താല്പര്യമുള്ളവർ വായിക്കും. അല്ലാതെ ഇപ്പം നമ്മുടെ നാട്ടിലെ എല്ലാവരും വായനയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ കണക്കൂട്ടാൻ മതി. പിന്നെ ചിലർക്ക് ഇപ്പം യാത്രയിൽ ഒക്കെ പോകുമ്പം വായിക്കുന്ന പറഞ്ഞാൽ ഇപ്പം ട്രെയിനിരിക്കുമ്പോഴൊക്കെ വായിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇവർക്ക് പുസ്തകത്തിലോട്ട് മുഖം കൊണ്ടിച്ചിരുന്നാൽ മറ്റുള്ളവരുമായിട്ട് വലിയ ഇടപെടൽ വേണ്ടെന്ന് വിചാരിക്കുന്നതും കൂടെ കാണുമായിരിക്കും. സാറേ ഒരു ചോദ്യം കൂടെ, ഒറ്റ ചോദ്യം കൂടെ, കാരണം നമ്മുടെ സമയം ഒത്തിരി ദീർഘിച്ചിരിക്കുന്നു. ഈ ഒരു പുസ്തകത്തിന്റെ പുറംചട്ട കണ്ട് നമ്മൾ ആ പുസ്തകത്തെ വിലയിരുത്തരുതെന്ന് പറഞ്ഞ പോലെ അതിന്റെ ഒരു ആദ്യത്തെ 10 പേജ് 20 പേജ് കഴിയുമ്പോൾ സാറ് ബോറിനാണെന്നോ ഇതിന്റെ അകത്ത്? തീർച്ചയായിട്ടും ഉണ്ട്. അത് ചില പുസ്തകങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വായിച്ചു കഴിയാതെ തിരിച്ചു വെക്കില്ല. ചിലത് എടുത്തു കഴിഞ്ഞാൽ കടുകട്ടി ലാംഗ്വേജ് ആയിരിക്കും. അങ്ങനെ ഞാൻ വായിക്കാത്ത പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ ഒത്തിരി ഇരിപ്പുണ്ട്. പിന്നെ അതൊക്കെ പേര് പറയാൻ പോയാൽ ഞാനിപ്പോ ഓർക്കുന്നില്ല. ഇപ്പം ഈ ബുക്കർ പ്രൈസ് കിട്ടിയ അരുന്ധതിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാൽ അത് ഒരു പിന്നെ
ഇംഗ്ലീഷിൽ എഴുതിയത് കൊണ്ടാണ് അത് അത്രയും വിജയിച്ചത്. അതല്ലാതെ ഒരു മലയാളത്തിൽ എഴുതിയിരുന്നെങ്കിൽ നമ്മുടെ മലയാളത്തിലെ ഒരു മൂന്നാം കട നോവലിന്റെ സ്റ്റാൻഡേർഡ് പോലും കാണത്തില്ല. അപ്പം ആക്ച്വലി അതിന്റെ കണ്ടന്റ് കൊണ്ടല്ല അത് ഇത്രയും പ്രശസ്തമായത്. അന്ന് അതിലുപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ്, പിന്നെ അതിനകത്ത് അവരുടെ വിവരിച്ചിരിക്കുന്ന സ്ഥലം, പിന്നെ ഇംഗ്ലീഷിൽ എഴുതി. നമ്പർ 1 റീസൺ എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിലായതുകൊണ്ടാണ്. പിന്നെ അവരുടെ മാർക്കറ്റിങ്, അത് ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ പുസ്തകങ്ങൾക്ക് അത്രയും മാർക്കറ്റിംഗ് ഒന്നുമില്ല. പക്ഷേ ഈ നോബൽ പ്രൈസ്, ബുക്കർ പ്രൈസ് പോലുള്ളതൊക്കെ കിട്ടണമെങ്കിൽ ശരിക്കും ഒരു പിന്നെ നല്ല ഭാഷയിലായിരിക്കണം. അത് നമ്മൾ എഴുതിയത് എഡിറ്റ് ചെയ്യാൻ നല്ല കഴിവുള്ള ആൾക്കാരെ ഹയർ ചെയ്യണം, അതിനുള്ള ഏജന്റിനെ ഹയർ ചെയ്യണം. അങ്ങനെ ഒത്തിരിയേറെ പ്രോസസ്സിൽ കൂടെ മാർക്കറ്റിംഗ് നടത്താനും. അല്ലാതെ നമ്മൾ അങ്ങോട്ട് ചുമ്മാ ഒരു പുസ്തകം ഇറക്കിക്കൊണ്ട് വന്നാൽ നോവൽ പ്രൈസും പോയിട്ട് ബുക്കർ ഒന്നും കിട്ടത്തില്ല. ഇതിനെല്ലാം ഓരോ, പിന്നെ അത് എവിടെ പബ്ലിഷ് ചെയ്യണമെന്നുള്ള നിയമങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം ബുക്കർ പ്രൈസ് കിട്ടുന്നെങ്കിൽ ഇംഗ്ലണ്ടിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമായിരിക്കണം. അങ്ങനെ ഒത്തിരി മാനദണ്ഡങ്ങളുണ്ട്. അതിൽ തന്നെ അവരുടെ ലോങ് ലിസ്റ്റ് വരുന്നു, പിന്നെ ഷോർട്ട് ലിസ്റ്റ് വരുന്നു, പിന്നെ ആണ് ഫൈനൽ സെലക്ഷൻ വരുന്നത്. അപ്പം അരുന്ധതിയൊക്കെ രണ്ടാമതൊരു നോവല് പിന്നെ എഴുതിയിട്ട് ബുക്കർ പ്രൈസിന്റെ 7 അയലത്ത് പോലും ചെന്നില്ല. പക്ഷെ ഞാൻ രണ്ടും വായിച്ചിട്ടുണ്ട്. അരുന്ധതിയുടെ പിന്നെ ആ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനേക്കാളും കുറച്ചുകൂടി ഡെപ്ത് ഉള്ള നോവലാണ് ആ രണ്ടാമത് എഴുതി. പക്ഷെ എങ്കിലും അതിന് കിട്ടിയില്ല. അപ്പം ഇതിനെല്ലാം കുറേയേറെ ഇതുണ്ട്. മാർക്കറ്റിങ്, അതിന്റെ പിന്നെ ലക്ക്, പിന്നെ ഭാഷ, ഇങ്ങനെ ഒത്തിരി ഘടകങ്ങളാണ്. താങ്ക് യു സോ മച്ച് സാർ. ഇത്രയും സഹകരിച്ചതിന് ഒത്തിരി നന്ദി. സാറിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കട്ടെ. ഹ്യൂസ്റ്റണിൽ തന്നെ സാർ സ്ഥിരതാമസമാകട്ടെ, ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. പിന്നെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പിന്നെ ഇത്രയും സമഗ്രമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സംഭവിച്ചത്. അതിന് പ്രത്യേകം സെന്നി ഉമ്മന നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നു. ഈസ്റ്റേൺ വോയിസിന് ധാരാളം റീഡേഴ്സും കാണുന്നവരെ യൂട്യൂബിൽ കണ്ട് പ്രോത്സാഹിപ്പിക്കുക. സെന്നി ഉമ്മൻ SB കോളേജിൽ പഠിച്ച ആളാണ്. ഇവിടെ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന മിസോറി സിറ്റിക്ക് സമീപം ഉള്ള എയർലാൻഡിലാണ് താമസം. അദ്ദേഹത്തിന് ഇങ്ങനെ മലയാളികളായിട്ടുള്ള ആൾക്കാരെ, കഴിവുള്ള എല്ലാ രംഗത്തുമുള്ളവരെ കണ്ടുപിടിച്ച് ഇന്റർവ്യൂ നടത്തി ചെയ്യുന്നതിന് അദ്ദേഹം ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. അദ്ദേഹത്തിന് ആ കഷ്ടപ്പാടുകളിലെല്ലാം ഫലമണിയട്ടെ, കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാകട്ടെ. അങ്ങനെ അത് മാത്രമല്ല, ഇങ്ങനെ കഴിവുള്ളവരെ രംഗത്ത് കൊണ്ടുവരാനായിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് തന്നെ ഒരു വളരെ ചുരുക്കമായി കാണുന്നത്. ഞാൻ 85 തൊട്ട് ഇത്രയും 2020 വരെ, അതായത് 35 വർഷം മെസ്കിറ്റിൽ താമസിച്ചിട്ട്, അല്ലെ ഡാളസിൽ താമസിച്ചിട്ട് ഇങ്ങനെ ആരും എന്നെ സമീപിച്ചിട്ടില്ല ഒരു നല്ലൊരു അഭിമുഖം നടത്തണമെന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇദ്ദേഹം എന്നെ തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് ഇത്രയും പ്രോത്സാഹനം തന്നതിന് ഒത്തിരിയേറെ നന്ദിയുണ്ട്. ഹ്യൂസ്റ്റൺ വോയിസിനും അതിൻ്റെ സാരഥിയായ സെന്നി ഉമ്മനും എല്ലാവിധ വിജയങ്ങളും നേരുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് സാർ. ഒരു ആളെ ക്യാമറയുടെ മുമ്പിൽ ഇരുത്താനാണ് പ്രയാസം. അതിൽ സഹകരിച്ചതിന് ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.